TELLA, we simplify learning. For +1, +2, NEET and JEE. Download the app now. ഹായ് മക്കളെ, നമ്മളിന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ ക്രിസ്മസ് എക്സാമിൽ സുവോളജിയിൽ നമ്മളോട് പഠിക്കാൻ പറഞ്ഞിട്ടുള്ള ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇപ്പോൾ ചാപ്റ്റർ നിങ്ങൾ റിവൈസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാണ് കുറച്ച് വലിപ്പമുള്ള ചാപ്റ്ററാണ്. പക്ഷേ മക്കൾ പേടിക്കേണ്ട, നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ചാപ്റ്റർ ഇപ്പോൾ തമ്മിൽ റിവൈസ് ചെയ്യാം. റിവൈസ് ചെയ്യുന്നതോടൊപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, നമുക്കപ്പോൾ ഒട്ടും സമയം കളയാതെ ചാപ്റ്ററിലേക്ക് നമുക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്കറിയാം, നമ്മൾ ഓൾറെഡി തൊട്ട് കഴിഞ്ഞ ചാപ്റ്ററിൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും മെൻഡേലിയൻ ഇൻഹെറിറ്റൻസിനെ കുറിച്ച് അല്ലേ. മെൻഡൽ നമ്മുടെ ബോഡിയിലെ ക്യാരക്ടറുകളെ കൺട്രോൾ ചെയ്യുന്നത് ആരാണെന്നാണ് പറഞ്ഞത്? ചില ഫാക്ടേഴ്സാണ്, ചില ഡിസ്ക്രീറ്റ് യൂണിറ്റുകളാണ്. അവയെ അന്ന് മെൻഡൽ വിളിച്ച പേരാണ് ഫാക്ടേഴ്സ്. ഈ ഫാക്ടേഴ്സ് എന്താണെന്ന് മെൻഡലിന് അറിയില്ലായിരുന്നു. പിൽക്കാലത്ത് അത് ക്രോമസോമുകളിലാണ് ഇരിക്കുന്നതെന്ന് കണ്ടുപിടിച്ചു, ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസിൽ. പിന്നീട് അവയ്ക്ക് തമ്മിലൊരു ബന്ധമുണ്ടെന്ന് കണ്ടുപിടിച്ചു അല്ലേ, ക്രോമസോമൽ തിയറി ഓഫ് ലിങ്കേജിൽ. ഇപ്പോൾ നമുക്കറിയാം ഈ പറയുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? ജീൻസ് ആണെന്ന് നമുക്കറിയാം അല്ലേ. ഈ ജീനുകൾ ഇരിക്കുന്നത് എവിടെയാണ്? നമ്മുടെ ജനറ്റിക് മെറ്റീരിയലിലാണ്. നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ലോകത്തുള്ള എല്ലാ ജീവികളുടെയും ജീനുകൾ അഥവാ ജനറ്റിക് ഇൻഫർമേഷൻ ഇരിക്കുന്നത് അവയുടെ ജനറ്റിക് മെറ്റീരിയലിലാണ്. ഈ ജനറ്റിക് മെറ്റീരിയലുകൾ പ്രധാനമായും രണ്ട് രീതികളിലാണുള്ളത്, അല്ലെങ്കിൽ രണ്ട് മോളിക്യൂളുകളാണ് പ്രധാനമായും ഓർഗാനിസങ്ങളിൽ ജനറ്റിക് മെറ്റീരിയലായി ആക്ട് ചെയ്യാറുള്ളത്. ഏതൊക്കെയാണത്? ഒന്ന് DNA-യും മറ്റൊന്ന് RNA-യും. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ DNA-യും RNA-യും എന്ന് പറയുന്ന ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള മോളിക്യൂളുകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണ് ഈ ചാപ്റ്ററിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ദേ നോക്കൂ, ഡീഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ഓർ DNA and ribonucleic acid RNA are the two types of nucleic acid found in living system. ഒരു ലിവിങ് ഓർഗാനിസത്തിൻ്റെ ബോഡിയിൽ പ്രധാനമായും കാണപ്പെടുന്ന രണ്ട് തരം ജനറ്റിക് മെറ്റീരിയലുകളാണ്, അല്ലെങ്കിൽ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള മോളിക്യൂളുകളാണ് ആരൊക്കെ എന്ന് പറയുന്നത്? ഡീഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് അഥവാ DNA-യും റൈബോ ന്യൂക്ലിക് ആസിഡ് എന്ന് വിളിക്കുന്ന RNA. DNA ആക്ട് ആസ് ദ ജനറ്റിക് മെറ്റീരിയൽ ഇൻ മോസ്റ്റ് ഓഫ് ദ ഓർഗാനിസം. ലോകത്തിലെ ഏകദേശം 99% ജീവികളെ എടുക്കുമ്പോഴും അവയുടെ എല്ലാം ശരീരത്തിലെ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് ആരാണ്? അപ്പോൾ ലോകത്തുള്ള മെജോറിറ്റി ഓഫ് ഓർഗാനിസങ്ങളുടെയും ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് ആരാണ്? DNA ആണ്. ആൻഡ് RNA, ദോ ഇറ്റ് ഓൾസോ ആക്ട് ആസ് ജനറ്റിക് മെറ്റീരിയൽ ഇൻ സം വൈറസസ്, മോസ്റ്റ്ലി ഫങ്ഷൻ ആസ് എ മെസ്സഞ്ചർ. അപ്പോൾ നോക്കിയേ, ഈ RNA എന്ന് പറയുന്നത്, അപ്പോൾ നമ്മൾ പറഞ്ഞു DNA-യും RNA-യാണ് ജനറ്റിക് മെറ്റീരിയൽ എന്നാണ് പറഞ്ഞല്ലേ. പക്ഷേ ലോകത്തുള്ള ഏകദേശം 99% ജീവികളിൽ, അല്ലെങ്കിൽ മെജോറിറ്റി ഓഫ് ഓർഗാനിസങ്ങളിലും ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് ആരാണ്? DNA ആണ്. വളരെ തുച്ഛമായിട്ടുള്ള ചില വൈറസുകളിൽ മാത്രമേ RNA ജനറ്റിക് മെറ്റീരിയലായി കാണപ്പെടുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ DNA ആണ് ലോകത്തിലുള്ള മിക്കവാറും ജീവികളുടെ എല്ലാം ശരീരത്തിലെ ജനറ്റിക് മെറ്റീരിയൽ. വളരെ തുച്ഛം ജീവികളിൽ മാത്രം RNA എന്തായി കാണപ്പെടുന്നു? ജനറ്റിക് മെറ്റീരിയലായി കാണപ്പെടുന്നു. RNA-യുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ആക്ട് ആസ് എ മെസ്സഞ്ചർ. എന്തായിട്ട് ആക്ട് ചെയ്യുക എന്നുള്ളതാണ്? മെസ്സഞ്ചറായിട്ട് ആക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇനി നമ്മൾ വിശദമായിട്ട് നമ്മുടെ ലോകത്തിലുള്ള മെജോറിറ്റി ഓഫ് ജീവികളുടെയും ജനറ്റിക് മെറ്റീരിയൽ എന്ന് നമ്മൾ വിളിച്ച DNA കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അതേ നോക്കൂ മക്കളെ, DNA ഈസ് എ ലോങ് പോളിമർ ഓഫ് ഡീഓക്സി റൈബോ ന്യൂക്ലിയോടൈഡ്സ്. ഡീഓക്സി റൈബോ ന്യൂക്ലിയോടൈഡുകൾ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ സിംപ്ലി പറഞ്ഞാൽ ന്യൂക്ലിയോടൈഡുകൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള പോളിമറാണ് DNA-യും RNA-യും. ഇപ്പോൾ നമ്മൾ DNA-യുടെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് ഡീഓക്സി റൈബോ ന്യൂക്ലിയോടൈഡുകളുടെ കാര്യം പ്രത്യേകം പറഞ്ഞത്. അപ്പോൾ DNA നിർമ്മിച്ചിരിക്കുന്ന യൂണിറ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡീഓക്സി റൈബോ ന്യൂക്ലിയോടൈഡ്സ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുരുക്കി ന്യൂക്ലിയോടൈഡുകൾ എന്ന് വിളിക്കാം. DNA ആയാലും ശരി, RNA ആയാലും ശരി, നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ന്യൂക്ലിയോടൈഡുകൾ കൊണ്ടാണ്. നോക്കൂ, ദ ലെങ്ത് ഓഫ് ദ DNA ഈസ് യൂഷ്വലി ഡിഫൈൻഡ് ആസ് ദ നമ്പർ ഓഫ് ന്യൂക്ലിയോടൈഡ്സ് ഓർ പെയർ ഓഫ് ന്യൂക്ലിയോടൈഡ് റെഫേർഡ് ടു ആസ് ബേസ് പെയർസ് പ്രസൻറ്റ് ഇൻ ഇറ്റ്. ഒരു DNA-യുടെ ലെങ്ത് നമ്മൾ കണക്കാക്കുന്നത് എങ്ങനെയാണ്? അതിനകത്തുള്ള ന്യൂക്ലിയോടൈഡുകളുടെ എണ്ണം എണ്ണി നോക്കിയിട്ടാണ്. ദേ നോക്കൂ, ദാ ഇങ്ങനെ ഒരു ലെങ്ത്, ദാ DNA ദാ ഇത്രയും ലെങ്ത് ഉണ്ടെന്ന് പറയുമ്പോൾ ഇത് ഇവിടെ എല്ലാം ഇരിക്കുന്നത് എന്താണ്? ന്യൂക്ലിയോടൈഡുകളാണ്. ഈ ന്യൂക്ലിയോടൈഡുകളുടെ എണ്ണം എടുത്തിട്ടാണ്, അല്ലെങ്കിൽ ന്യൂക്ലിയോടൈഡുകളുടെ പെയറുകൾ, അതിൻ്റെ എണ്ണം എടുത്തിട്ടാണ് നമ്മൾ DNA-യുടെ ലെങ്ത് കണക്കാക്കുന്നത്. ഓക്കെ, ദ ലെങ്ത് ഓഫ് ദ DNA ഈസ് കാൽക്കുലേറ്റഡ് ബൈ കൗണ്ടിങ് ദ നമ്പർ ഓഫ് ന്യൂക്ലിയോടൈഡ് ഓർ ന്യൂക്ലിയോടൈഡൽ പെയർസ് പ്രസൻറ്റ് ഇൻ ഇറ്റ്. ഓക്കെ, ദെൻ നോക്കിയേ, ഒരു ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അപ്പോൾ DNA എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ ഒരു ന്യൂക്ലിയോടൈഡ്സിൻ്റെ പോളിമറാണ്, അല്ലെങ്കിൽ ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡുകളുടെ പോളിമറാണ് എന്തെന്ന് പറയുന്നത് DNA എന്ന് പറയുന്നത്. ഒരു ന്യൂക്ലിയോടൈഡിൽ എന്തൊക്കെയുണ്ട്? ഈച്ച് ന്യൂക്ലിയോടൈഡ് കണ്ടെയ്ൻ 3 കമ്പോണൻറ്റ്സ്. ഓരോ ന്യൂക്ലിയോടൈഡുകളിലും 3 കമ്പോണൻറ്റുകൾ നമുക്ക് കാണാൻ കഴിയും. ഒന്നാമത്തെ കമ്പോണൻ്റാണ് ഒരു നൈട്രജൻ ബേസ്. രണ്ടാമത്തെ കമ്പോണൻ്റാണ് ഒരു പെൻറ്റോസ് ഷുഗർ, അതായത് 5 കാർബൺ ആറ്റമുള്ള ഒരു ഷുഗർ. അതുപോലെ അടുത്ത കമ്പോണൻ്റാണ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. അപ്പോൾ ഈച്ച് ന്യൂക്ലിയോടൈഡ് ഹാവ് 3 കമ്പോണൻറ്റ്സ്. ഓരോ ന്യൂക്ലിയോടൈഡുകളിലും 3 കമ്പോണൻറ്റുകളുണ്ട്. ഒന്നാമത്തെ കമ്പോണൻ്റെ പേര് നൈട്രജൻ ബേസ്, രണ്ടാമത്തെ കമ്പോണൻ്റെ പേര് പെൻറ്റോസ് ഷുഗർ, മൂന്നാമത്തെ കമ്പോണൻ്റെ പേര് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ഇതിൽ ഒരു എക്സെപ്ഷൻ ഉണ്ട് മക്കളെ. ഇത് നോക്കൂ, ഈ ന്യൂക്ലിയോടൈഡിൽ കാണുന്ന ഈ പെൻറ്റോസ് ഷുഗർ എന്ന് പറയുന്നത് DNA-യിലും RNA-യിലും വ്യത്യാസമാണ്. DNA-യിൽ കാണപ്പെടുന്ന പെൻറ്റോസ് ഷുഗറിൻ്റെ പേരാണ് ഡീഓക്സി റൈബോസ്. DNA-യിൽ കാണപ്പെടുന്ന പെൻറ്റോസ് ഷുഗറിൻ്റെ പേരാണ് ഡീഓക്സി റൈബോസ്. അതുപോലെ RNA-യിൽ കാണപ്പെടുന്ന പെൻറ്റോസ് ഷുഗറിൻ്റെ പേരാണ് റൈബോസ് ഷുഗർ. റൈബോസ് ഷുഗർ കണ്ടോ മക്കളെ, രണ്ടിലും ഡിഫറൻസ് ഇല്ലേ? DNA-യിൽ കാണപ്പെടുന്ന ഷുഗറിൻ്റെ പേര് ഡിയോക്സി റൈബോസ്, RNA-യിൽ കാണപ്പെടുന്ന ഷുഗറിൻ്റെ പേര് റൈബോസ്. അതുപോലെ തന്നെ നൈട്രജൻ ബേസുകളിലും വ്യത്യാസമുണ്ട്. ഇതേ DNA-യിലാണെങ്കിൽ കാണപ്പെടുന്ന നൈട്രജൻ ബേസുകൾ എന്ന് പറഞ്ഞാൽ അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ. ഏതൊക്കെയാണ്? അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ. എന്നാൽ ഇതേ സമയം ഇത് DNA-യിൽ കാണുന്നതാണ് ഞാൻ എഴുതിയത് DNA. എന്നാൽ ഇതേ സമയം RNA-യിൽ കാണപ്പെടുന്ന നൈട്രജൻ ബേസുകളിൽ വ്യത്യാസമുണ്ട്. RNA ആണെങ്കിൽ അഡിനിൻ അതേപോലെ തന്നെ ഉണ്ട്, അഡിനിനുണ്ട്, പക്ഷേ തൈമിനില്ല. തൈമിന് പകരം യുറാസിൽ എന്ന് പറയുന്ന ഒരു നൈട്രജൻ ബേസാണുള്ളത്. തൈമിന് പകരം യുറാസിലാണുള്ളത്. അതുപോലെ ബാക്കിയെല്ലാം അതേപോലെ തന്നെ ഗ്വാനിനുണ്ട്, അതേപോലെ തന്നെ സൈറ്റോസിനും ഉണ്ട്. ഓക്കെ. അപ്പോൾ എന്തൊക്കെയാണ് മേജറായിട്ടുള്ള 2 ഡിഫറൻസുകൾ നമ്മൾ പറഞ്ഞു. ലാസ്റ്റ് നമ്മൾ DNA RNA തമ്മിലുള്ള മേജർ ഡിഫറൻസുകൾ നമ്മൾ നോക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇതേ നോക്കൂ, DNA-യും RNA-യും നിർമ്മിച്ചിരിക്കുന്ന ന്യൂക്ലിയോടൈഡുകൾ കൊണ്ട് തന്നെയാണ്. പക്ഷേ അവിടെ വ്യത്യാസമുള്ളത് എവിടെയാണ്? ഒരു ന്യൂക്ലിയോടൈഡിൽ പ്രധാനമായും 3 കമ്പോണൻറ്റുകളുണ്ട്. ഏതൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് ഒരു പെൻറ്റോസ് ഷുഗറാണ്, മറ്റൊന്ന് നൈട്രജൻ ബേസാണ്, മറ്റൊന്ന് ഫോസ്ഫേറ്റ് ഗ്രൂപ്പാണ്. അതിൽ ഈ ഷുഗർ മോളിക്യൂളും അതേപോലെ നൈട്രജൻ ബേസുകളും DNA-യിലും RNA-യിലും വ്യത്യാസമാണ്. DNA-യിൽ കാണപ്പെടുന്ന ഷുഗർ മോളിക്യൂളിൻ്റെ പേര് ഡിയോക്സി റൈബോസ് എന്നും RNA-യിൽ കാണപ്പെടുന്ന ഷുഗർ മോളിക്യൂളിൻ്റെ പേര് റൈബോസ് എന്നുമാണ്. ഇതുപോലെ തന്നെ നൈട്രജൻ ബേസുകൾ എടുത്ത് നോക്കുമ്പോഴും DNA-യിൽ കാണപ്പെടുന്ന നൈട്രജൻ ബേസുകൾ എന്ന് പറയുന്നത് അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. എന്നാൽ ഇതേ സമയം RNA-യിൽ കാണുന്ന നൈട്രജൻ ബേസുകൾ എന്ന് പറഞ്ഞാൽ അഡിനിൻ, യുറാസിൽ, തൈമിൻ ഇല്ല, പകരം യുറാസിൽ, ഗ്വാനിൻ, സൈറ്റോസിൻ എന്നിവയാണ്. അപ്പോൾ നോക്കിയേ, ഇവിടെ നൈട്രജൻ ബേസുകളെ കുറിച്ച് പറയുന്നുണ്ട്. പ്രധാനമായും നൈട്രജൻ ബേസുകളെ നമുക്ക് 2ആയിട്ട് തിരിക്കാം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, ഏറ്റവും അവസാനം RNA-യിലെ യുറാസിൻ. ഈ ഇത്രയും നൈട്രജൻ ബേസുകളെ പ്രധാനമായും നമുക്ക് 2ആയിട്ട് തിരിക്കാം. എങ്ങനെയൊക്കെയാണെന്നറിയാമോ? പ്യൂരിൻസ് എന്നും പിരമിഡിൻസ് എന്നും. എങ്ങനെയാണ്? പ്യൂരിൻസ് എന്നും പിരമിഡിൻസ് എന്നും. ഏതൊക്കെയാണ് പ്യൂരിൻസ്? അഡിനിൻ, ഗ്വാൻ. അതുപോലെ ഏതൊക്കെയാണ് പിരമിഡിൻസ്? സൈറ്റോസിൻ, യുറാസിൽ, തൈമിൻ. ഏതൊക്കെയാണ്? സൈറ്റോസിൻ, യുറാസിൽ, തൈമിൻ. ഇനി നിങ്ങൾ പ്രധാനമായൊരു കാര്യം ഓർത്തിരിക്കണം. DNA-യിലാണെങ്കിൽ ഈ നൈട്രജൻ ബേസുകൾ പരസ്പരം പെയർ ചെയ്യും. കാരണം DNA ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്. അപ്പോൾ ചോദിക്കുക, RNA ഡബിൾ സ്റ്റാൻഡേർഡ് അല്ലേ? RNA പൊതുവേ സിംഗിൾ സ്റ്റാൻഡേർഡ് ആണ്. ചില ജീവികളിൽ അവ എന്തായിട്ടും കാണപ്പെടാറുണ്ട്? ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടും കാണപ്പെടാറുണ്ട്. അതുകൊണ്ട് നിങ്ങളങ്ങ് പറയരുത് RNA സ്ട്രിക്ട്ലി സിംഗിൾ സ്റ്റാൻഡേർഡ് എന്ന് പറയരുത്. RNA മേ ബി ഡബിൾ സ്റ്റാൻഡേർഡ് ഓർ സിംഗിൾ സ്റ്റാൻഡേർഡ്. RNA-യ്ക്കും ഡബിൾ സ്റ്റാൻഡേർഡും ആവാം, സിംഗിൾ സ്റ്റാൻഡേർഡും ആവാം. പക്ഷെ നമ്മൾ DNA-യുടെ കാര്യം പറയുമ്പോൾ അത് എപ്പോഴും ഡബിൾ സ്റ്റാൻഡേർഡ് ആയിരിക്കും. ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് DNA-യിൽ ശ്രദ്ധിക്കണേ, ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് DNA-യിൽ നൈട്രജൻ ബേസുകൾ പരസ്പരം പെയർ ചെയ്യും. പെയർ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു പ്യൂരിൻ പിരമിഡിനോടൊപ്പം ആയിരിക്കും എന്ത് ചെയ്യുക? പെയർ ചെയ്യുക. അപ്പോൾ DNA-യിലുള്ള നൈട്രജൻ ബേസുകൾ പരസ്പരം പെയർ ചെയ്യുന്ന സ്വഭാവമുള്ളവയാണ്. അതിൽ തന്നെ പ്യൂരിൻ നൈട്രജൻ ബേസുകൾ ആരുമായിട്ടേ പെയർ ചെയ്യത്തുള്ളൂ? പിരമിഡിൻസുമായിട്ടേ പെയർ ചെയ്യത്തുള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ അഡിനിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അഡിനിൻ എല്ലായ്പ്പോഴും തൈമിനുമായിട്ടേ പെയർ ചെയ്യത്തുള്ളൂ. ഇതേപോലെ തന്നെ ഞാൻ ഗ്വാനിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗ്വാനിൻ എപ്പോഴും സൈറ്റോസിനോട് മാത്രമേ പെയർ ചെയ്യുള്ളൂ. അപ്പോൾ അഡിനിൻ എല്ലായ്പ്പോഴും തൈമിനോടും ഗ്വാനിൻ എല്ലായ്പ്പോഴും സൈറ്റോസിനോടും മാത്രമേ പെയർ ചെയ്യുകയുള്ളൂ. ഇനി
ദേ ഇങ്ങോട്ട് നോക്കിയേ, അഡിനിൻ്റെയും തൈമിൻ്റെയും ഇടയ്ക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ 2 ലൈനും ഇട്ടു, ഗ്വാനിൻ്റെയും സൈറ്റോസിൻ്റെ ഇടയ്ക്ക് 3 ലൈനും ഇട്ടു. കഴിഞ്ഞ വർഷം ബയോമോളിക്യൂൾ കൃത്യമായി പഠിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റും. എന്താ കാരണം? അഡിനിൻ്റെയും തൈമിൻ്റെയും ഇടയ്ക്കുള്ളത് ഡബിൾ ഹൈഡ്രജൻ ബോണ്ടാണ്. ഡബിൾ ബോണ്ട് എന്ന് പറയരുത്, ഡബിൾ ഹൈഡ്രജൻ ബോണ്ടാണ്. അതുപോലെ ഈ പറയുന്ന ഗ്വാനിൻ്റെയും സൈറ്റോസിൻ്റെ ഇടയിലുള്ളത് ട്രിപ്പിൾ ഹൈഡ്രജൻ ബോണ്ടാണ്. ഓക്കെ ആണോ? അപ്പോൾ അഡിനിൻ്റെയും തൈമിൻ്റെ ഇടയ്ക്ക് ഡബിൾ ഹൈഡ്രജൻ ബോണ്ടും ഗ്വാനിൻ്റെയും സൈറ്റോസിൻ്റെ ഇടയ്ക്ക് ട്രിപ്പിൾ ഹൈഡ്രജൻ ബോണ്ടും ആണുള്ളത്. ഓക്കെ, ഇനി നോക്കിയടെ, ഒരു DNA ഒരു എൻറ്റയർ ചെയിനാണ് വരച്ചിരിക്കുന്നത്. ഒരു DNA ഒരു സ്ട്രാൻഡാണ് വരച്ചിരിക്കുന്നത്. ഇതുപോലെ ഒരു സ്ട്രാൻഡ് ഉണ്ട് DNA, അത് നമ്മൾ പിന്നീട് കാണും. ഓക്കെ, ഇതേ നോക്കൂ, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതേ നിങ്ങൾക്ക് ഇവിടെ ഒരു ന്യൂക്ലിയോറ്റൈഡ് കാണാം. അവിടെ ഒരു പെൻഡോസ് ഷുഗർ ഉണ്ട്, ദിസ് ഈസ് ദ പെൻഡോസ് ഷുഗർ. അതുപോലെ തന്നെ ഒരു നൈട്രജൻ ബേസ് ഉണ്ട്. ആ നൈട്രജൻ ബേസിൽ A എന്നാണ് എഴുതിയിരിക്കുന്നത് അല്ലേ? ആ നൈട്രജൻ ബേസിൻ്റെ പേരെന്തോ A എന്ന് എഴുതിയിരിക്കുന്ന നൈട്രജൻ ബേസ്, ദാറ്റ് ഈസ് അഡിനിൻ. ഇനി മുകളിലേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ദാ ഇവിടെ ഒരു ഇതിവിടെ 5ാമത്തെ കാർബൺ ആറ്റമാണ് ഈ വരച്ചിരിക്കുന്നത്. അവിടെ നിന്നൊരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ഉണ്ട്. ഇത് വേറൊരു ഗ്രൂപ്പാണെന്നൊന്നും കരുതി കളയരുത്. ഇത് ഈ പെൻഡോ ഷുഗറിൻ്റെ തന്നെ 5ാമത്തെ കാർബൺ ആറ്റം ഇവിടെ വരച്ചിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇവിടുന്ന് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ഉണ്ട്. അപ്പോൾ ഒരു ന്യൂക്ലിയേറ്റഡ് എന്ന് പറഞ്ഞാൽ സിംപിളി എന്തേ ഉള്ളൂ, ഒരു പെൻഡോസ് ഷുഗർ, അതേപോലെ തന്നെ ഒരു നൈട്രജൻ ബേസ്, അതേപോലെ തന്നെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ഇത്രയും ചേരുമ്പോൾ എന്തായി മാറിക്കഴിഞ്ഞു? അത് ഒരു ന്യൂക്ലിയോറ്റൈഡായി മാറിക്കഴിഞ്ഞു. ഇതുപോലുള്ള ഒന്നിലധികം ന്യൂക്ലിയോറ്റൈഡുകളെ പരസ്പരം ഇങ്ങനെ കണക്ട് ചെയ്താണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്? ഒരു DNA അല്ലെങ്കിൽ RNA നിർമ്മിച്ചിരിക്കുന്നത്. RNA ആണെങ്കിൽ ഒരു എക്സെപ്ഷൻ ഉണ്ട്. RNAയിലെ ഈ ഷുഗർ എന്തായിരിക്കും? ഈ പെൻഡോ ഷുഗർ എന്ന് പറയുന്നത് റൈബോസ് ആയിരിക്കും. എന്നാൽ DNA ആണെങ്കിൽ അത് ഡീഓക്സി റൈബോസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അടുത്ത പോയിന്റ്, DNA കണ്ടുപിടിക്കപ്പെട്ടത് എങ്ങനെ നോക്കൂ. ഫ്രെഡറിക് മിഷർ ഇൻ 1869 1869 ഫ്രെഡറിക് മിഷർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് DNA ഐഡൻറ്റിഫൈഡ് ആസ് ആൻ അസിഡിക് സബ്സ്റ്റൻസ് ഇൻ ദ ന്യൂക്ലിയസ്. DNA എന്തെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു? ന്യൂക്ലിയസിനുള്ളിൽ കാണപ്പെടുന്ന ഒരു അസിഡിക് സബ്സ്റ്റൻസ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോൾ DNA ഒരു അസിഡിക് സബ്സ്റ്റൻസ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്തത് ആരാണ്? 1869 ഫ്രെഡറിക് മിഷറാണ് അങ്ങനെ ഒരു കണ്ടുപിടുത്തം നടത്തിയത്. ആൻഡ് ഫ്രെഡറിക് മിഷർ നെയ്മഡ് ഇറ്റ് ആസ് ന്യൂക്ലിയൻ. അന്ന് ഈ DNA എന്നൊന്നും പേര് കൊടുത്തിട്ടില്ല. DNAക്ക് ന്യൂക്ലിയൻ എന്നുള്ള പേരാണ് അന്ന് കൊടുത്തത്. ഫ്രെഡറിക് മിഷർ 1859 DNA ഒരു അസിഡിക് സബ്സ്റ്റൻസ് ആണ്, ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന ഒരു അസിഡിക് സബ്സ്റ്റൻസ് ആണ്. നമുക്കിന്ന് അറിയാം. കാരണം എന്താണ്? ഡീഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നല്ലേ എൻ്റെ പേര്. അപ്പോൾ അതൊരു അസിഡിക് ആയിട്ടുള്ള ഒരു മോളിക്യൂളാണ്. അതിനകത്ത് എന്തുണ്ട്? അതിന് അന്ന് കൊടുത്ത പേരാണ് എന്തെന്ന് പറയുന്നത്? ന്യൂക്ലിയൻ എന്നുള്ള പേര്, ന്യൂക്ലിയൻ. ആൻഡ് ഇൻ 1953 1953 വാട്സൺ ആൻഡ് ക്രിക്ക്, മുഴുവൻ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ജെയിംസ് വാട്സൺ ആൻഡ് ഫ്രാൻസിസ് ക്രിക്ക്. ജെയിംസ് വാട്സൺ ആൻഡ് ഫ്രാൻസിസ് ക്രിക്ക് പ്രപ്പോസ്ഡ് ദ ഡബിൾ ഹെലിക്സ് മോഡൽ ഓഫ് DNA. അപ്പോൾ ഈ വാട്സണും ക്രിക്കും കൂടെ എന്ത് ചെയ്തു? DNAയുടെ ഒരു ആക്ച്വൽ സ്ട്രക്ചർ അങ്ങ് പ്രപ്പോസ് ചെയ്തു. എന്താണ് ആ സ്ട്രക്ചറിൻ്റെ പേര്? ഡബിൾ ഹെലിക്കൽ മോഡൽ അല്ലെങ്കിൽ ഡബിൾ ഹെലിക്സ് മോഡൽ ഓഫ് DNAയുടെ ഡബിൾ ഹെലിക്സ് മോഡൽ പ്രപ്പോസ് ചെയ്തു. മോഡൽ ബേസ്ഡ് ഓൺ എക്സ്റേ ഡിഫ്രാക്ഷൻ ഡാറ്റ ഫ്രം മോറിസ് വിൽക്കിൻസ് ആൻഡ് റോസ്ലിൻഡ് ഫ്രാങ്ക്ലിൻ, എർവിൻ ചർഗാവ്സ് ഒബ്സർവേഷൻ ഓൺ കോൺസ്റ്റന്റ് റേഷ്യോസ് ബിറ്റ്വീൻ അഡിനിൻ, തൈമിൻ ആൻഡ് ഗ്വാനിൻ സൈറ്റോസിൻ ഇൻ ഡബിൾ സ്റ്റാൻഡേർഡ് DNA. അപ്പോൾ ഒറ്റയ്ക്ക് ഇവരുടെ മാത്രം പ്രയത്നഫലമായിട്ടല്ല ഈ പറയുന്ന DNAയുടെ സ്ട്രക്ചർ കണ്ടുപിടിക്കുന്നത്. പകരം മോറിസ് വിൽക്കിൻസ് എന്നും റോസ്ലിൻഡ് ഫ്രാങ്ക്ലിൻ എന്നും പറയുന്ന 2 സയൻറ്റിസ്റ്റുകൾ ആ സമയത്ത് എക്സ്റേ ഡിഫ്രാക്ഷൻ ഉപയോഗിച്ച് ചില ഡാറ്റാസ്, DNAയുടെ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട ചില ഡാറ്റാസ് അവർ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എർവിൻ ചർഗാഫ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? എർവിൻ ചർഗാഫ് ആ കാലത്ത് ഒരു നിയമം പ്രസ്താവിക്കുകയുണ്ടായി, ചർഗാഫ് റൂൾ എന്ന് പറയുന്ന ഒരു നിയമം. ഈ അഡിനിനും തൈമിനും അതുപോലെ ഗ്വാനിനും സൈറ്റോസിനും ഒക്കെ എങ്ങനെയാണ് പെയർ ചെയ്തിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് അവർ പറയുകയുണ്ടായി. അപ്പോൾ ഇവരുടെ 2 പേരുടെ ഈ ഡാറ്റാസിൽ നിന്നാണ്, അതായത് നമ്മുടെ മോറിസ് വിൽക്കിൻസ് അതേപോലെ റോസ്ലിൻഡ് ഫ്രാങ്ക്ലിൻ്റെ എക്സ്റേ ക്രിസ്റ്റലോഗ്രാഫിക് ഡാറ്റ, അതേപോലെ തന്നെ എർവിൻ ചർഗാഫിൻ്റെ ഒരു റൂള്, ചർഗാഫ് റൂൾ എന്നറിയപ്പെടുന്ന റൂള്, ഇതൊക്കെ കൂടെ കൂട്ടി വായിച്ചപ്പോഴാണ് നമ്മുടെ വാട്സണും ക്രിക്കിനും എന്ത് മനസ്സിലായത്? DNAയുടെ ആക്ച്വൽ സ്ട്രക്ചർ എന്താണെന്ന് മനസ്സിലായത്. ആ ആക്ച്വൽ സ്ട്രക്ചറിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ഡബിൾ ഹെലിക്സ് മോഡൽ ഓഫ് DNAയുടെ ഡബിൾ ഹെലിക്സ് മോഡൽ എന്നാണ് വിളിക്കുന്നത്. അതേ നോക്കൂ മക്കളെ, ഡബിൾ ഹെലിക്സ് മോഡൽ. ഈ സൈഡിൽ കാണുന്ന, ഈ വലതുവശത്തായിട്ട് കാണുന്ന ഈ ഒരു ചിത്രമാണ് ഡബിൾ ഹെലിക്സ് മോഡൽ നമ്മൾ വരച്ച് കാണിക്കുന്നത്. ഇങ്ങനെയാണ്
കണ്ടില്ലേ, അഡിനും തൈമിനും തമ്മിലാണ് ബോണ്ട് എല്ലായിടത്തും നോക്കുമ്പോൾ. അതേപോലെ ഗ്വാനിനും സൈറ്റോസിനും തമ്മിലാണ് ബോണ്ട്. ഓക്കെ, ദ സാലിയൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ ഓഫ് DNA ആർ ആസ് ഫോളോസ്. താഴെ പറയുന്നവയാണ് DNA ഡബിൾ ഹെലിക്സ് മോഡലിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്. നോക്കൂ മക്കളെ, ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ്, DNA നിർമ്മിച്ചിരിക്കുന്നത് 2 പോളിന്യൂക്ലിയോറ്റൈഡ് ചെയിൻസ് വെയർ ദ ബാക്ക് ബോൺ ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ഷുഗർ ആൻഡ് ഫോസ്ഫേറ്റ് ആൻഡ് ദ ബേസസ് പ്രൊജക്റ്റ് ഇൻസൈഡ്. നോക്കൂ മക്കളെ, എന്താ പറയുന്നത്? DNA നിർമ്മിച്ചിരിക്കുന്നത് 2 സ്ട്രാൻഡുകൾ കൊണ്ടാണ്, അല്ലെങ്കിൽ 2 പോളിന്യൂക്ലിയോറ്റൈഡ് ചെയിനുകൾ കൊണ്ടാണ്. ആ പോളിന്യൂക്ലിയോറ്റൈഡ് ചെയിനിൻ്റെ ഈ ബാക്ക് ബോൺ നിർമ്മിച്ചിരിക്കുന്നത്, അതായത് ഈ പുറമേയുള്ള ഈ ഒരു ബാക്ക് ബോൺ നിർമ്മിച്ചിരിക്കുന്നത് ഷുഗറും ഫോസ്ഫേറ്റും കൊണ്ടും, അതുപോലെ ഈ ഉള്ളിലേക്ക് ഉന്തി നിൽക്കുന്നത്, ഉള്ളിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത് എന്തുമാണ്? നൈട്രജൻ ബേസുകളുമാണ്. അപ്പോൾ ഒരു ന്യൂക്ലിയോറ്റൈഡിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളാണ് DNAയുടെ ബാക്ക് ബോൺ ആയിട്ട് മാറുന്നത്? അതെ, ഷുഗർ മോളിക്യൂളും ഫോസ്ഫേറ്റ് ഗ്രൂപ്പും. ഉള്ളിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നതോ നൈട്രജൻ ബേസുകളാണ്. ഓക്കെ, ഇനി അതുപോലെ ദ 2 ചെയിൻസ് ഹാവ് ആൻറ്റി പാരലൽ പൊളാരിറ്റി. ഈ 2 ചെയിനുകൾക്കും ആൻറ്റി പാരലൽ പൊളാരിറ്റിയാണ്. എന്ന് പറയുമ്പോൾ ഒരു ചെയിൻ 5' നിന്നും 3' പോകുന്നതെങ്കിൽ മറ്റേ ചെയിൻ 3' നിന്ന് 5' പോകുന്നത്. അല്ലെങ്കിൽ 5' 3' എൻഡിലാണ് ഒരു ചെയിൻ എങ്കിൽ മറ്റേ ചെയിൻ എങ്ങനെയാണ്? 3' 5' എൻഡിലാണ്. ഓക്കെ, ദ 2 ചെയിൻസ് ഹാവ് ആൻറ്റി പാരലൽ പൊളാരിറ്റി. ഇറ്റ് മീൻസ് ഇഫ് വൺ ചെയിൻ ഹാസ് ദ പൊളാരിറ്റി 5' to 3' അല്ലെങ്കിൽ 5' to 3', ദ അതർ ഹാസ് 3' to 5'. ഒരു സ്റ്റാൻഡിൻ്റെ പൊളാരിറ്റി എന്ന് പറയുന്നത് 5' 3' ആണെങ്കിൽ മറ്റേ സ്റ്റാൻഡിൻ്റെ പൊളാരിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? 3' 5' ആയിരിക്കും. ഓക്കെ, അപ്പോൾ 2 പോയിന്റുകൾ നമ്മൾ പറഞ്ഞു അല്ലേ? DNA എന്ന് പറയുന്നത് പോളിന്യൂക്ലിയോറ്റൈഡ് ചെയിൻസ് ആണെന്ന് പറഞ്ഞു. അതിൻ്റെ ബാക്ക് ബോൺ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്ന ഷുഗറും ഫോസ്ഫേറ്റും കൊണ്ടാണ്. അതുപോലെ അത് ഉള്ളിലേക്ക് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന നൈട്രജൻ ബേസുകളാണ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു 2 സ്റ്റാൻഡുകൾക്കും ആൻറ്റി പാരലൽ പൊളാരിറ്റി ആണ് എന്നുള്ള പോയിന്റ് നമ്മൾ പറഞ്ഞു. നോക്കിയേ, ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഫോസ്ഫേറ്റ് ഇരിക്കുന്ന സൈഡ് ഇവിടെ, അതായത് 5th കാർബണാറ്റ ഇവിടെ, അതുകൊണ്ട് ഇവിടെ 5' എന്ന് പേര് കിട്ടിയത്. 3ാമത്തെ കാർബണാറ്റ എന്ത് ചെയ്യുന്ന സ്ഥലം ഇവിടെ, അതുകൊണ്ട് 3'. ഇനി മറ്റേ സ്റ്റാൻഡ് നിങ്ങൾ നോക്കിയാൽ ഓപ്പോസിറ്റ് അല്ലേ റൺ ചെയ്യുന്നത്? ഇത് മുകളിലേക്കാണ് റൺ ചെയ്യുന്നതെങ്കിൽ ഇത് ഇടത്തേക്കാണ്, ഇത് ഇടത്തേക്ക്, ഇത് വലത്തേക്കാണ് റൺ ചെയ്യുന്നത്. ഇത് ഇങ്ങോട്ട് റൺ ചെയ്യുന്നു, ഇത് ഇങ്ങോട്ട് റൺ ചെയ്യുന്നു. ശരിയല്ലേ മക്കളെ? ആണ്. ഇതിൻ്റെ ഇടയ്ക്കുള്ളത് ഹൈഡ്രജൻ ബോണ്ടാണ്. ഇതേ നോക്കൂ, അഡിനും തൈമിനും തമ്മിൽ ഡബിൾ ഹൈഡ്രജൻ ബോണ്ട്, ഗ്വാനിനും സൈറ്റോസിനും തമ്മിൽ ട്രിപ്പിൾ ഹൈഡ്രജൻ ബോണ്ട്. ഇപ്പോൾ ഇത് 5' 3' ഡയറക്ഷൻ, ഇതാവുമ്പോഴോ 3' 5' ഡയറക്ഷൻ. ശരിയല്ലേ മക്കളെ? ആണ്. അങ്ങനെയാണെങ്കിൽ 3ാമത്തെ പോയിന്റ് നോക്കിയേ, ദ ബേസസ് ഇൻ 2 strands ആർ പെയർഡ് ത്രൂ ഹൈഡ്രജൻ ബോണ്ട് ഓർ H bonds ഫോമിങ് ബേസ് പെയേഴ്സ് ഓർ BP. 2 സ്ട്രാൻഡുകളിലുമുള്ള നൈട്രജൻ ബേസുകൾ പരസ്പരം എന്താണ്? കോംപ്ലിമെൻ്ററി ആണ്. അവർക്കിടയിൽ എന്ത് ഫോം ചെയ്യും? ഹൈഡ്രജൻ ബോണ്ടുകൾ ഫോം ചെയ്യും. എന്നിട്ട് അവർ എന്തുണ്ടാക്കും? ബേസ് പെയറുകളായിട്ട് മാറും. നോക്കും മക്കളെ, ഈ DNA-യിൽ ഇവിടെ ഇരിക്കുന്ന നൈട്രജൻ ബേസുകൾ, അതായത് ഈ സ്ട്രാൻഡിലിരിക്കുന്ന, ഇപ്പോൾ തൽക്കാലം ഞാൻ ഇതിനെ സ്ട്രാൻഡ് A എന്ന് വിളിക്കുകയാണ്, സ്ട്രാൻഡ് A. ഇതിനെ ഞാൻ വിളിക്കുകയാണ് സ്ട്രാൻഡ് B. അപ്പോൾ ഈ സ്ട്രാൻഡ് എയിലിരിക്കുന്ന നൈട്രജൻ ബേസുകൾ സ്ട്രാൻഡ് ബിയിലിരിക്കുന്ന നൈട്രജൻ ബേസുകളുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? പെയർ ചെയ്തിട്ടുണ്ട്. എങ്ങനെ? ബേസ് പെയർ ഫോർമേഷൻ നടത്തിയിട്ടുണ്ട്. എന്തിൻ്റെ ഫോർമേഷൻ വഴി? ഹൈഡ്രജൻ ബോണ്ടിൻ്റെ ഫോർമേഷൻ വഴി. ഇനി 4ാമത്തെ പോയിന്റ് എന്താ നോക്ക് പറയുന്നത്? ദ 2 ചെയിൻസ് ആർ കോയിൽഡ് ഇൻ എ റൈറ്റ് ഹാൻഡഡ് ഫാഷൻ. ഈ 2 ചെയിനുകളും കോയിൽ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? റൈറ്റ് ഹാൻഡഡ് ഫാഷനിലാണ്, വലത്തോട്ട് തിരിച്ചു വെച്ച ഫാഷനിലാണ്. വലത്തോട്ട് പിരിച്ച ഒരു ഏണി പോലെ അല്ലേ? ഒരു ഏണി എടുത്ത് വലത്തോട്ട് പിരിച്ചതുപോലെ ഇരിക്കുകയാണ് അല്ലേ? റൈറ്റ് ഹാൻഡഡ് ഫാഷൻ. ആൻഡ് ദ പിച്ച് ഓഫ് ദ ഹെലിക്സ് ഈസ് 3.4 നാനോമീറ്റർ. അപ്പോൾ ഒരു ലൂപ്പിൻ്റെ അല്ലെങ്കിൽ ഒരു പിച്ചിൻ്റെ എന്തെന്ന് പറയുന്നത്, ലെങ്ത് എന്ന് പറയുന്നത്, പിച്ച് ഓഫ് ദ ഹെലിക്സ് ഈസ് 3.4 നാനോമീറ്റർ. അപ്പോൾ ഈ ഇതൊന്ന് ഓർത്ത് വെച്ചോണം. ദ പിച്ച് ഓഫ് ഒരു ഹെലിക്സിൻ്റെ ഒരു പിച്ചിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 3.4 mm ആണ്. ദ നാനോമീറ്റർ ഈസ് 1 millionth ഓഫ് ദ മീറ്റർ, ദാറ്റ് ഈസ് 10⁻⁻⁹ മീറ്റർ. ആൻഡ് there are roughly 10 base pair in each turn. ഓരോ ടേണിലും ഈ കാണുന്ന ഓരോ ടേണിലും, ഇവിടെ ഇപ്പോൾ ഇവർ 4 എണ്ണമേ വരച്ചിട്ടുള്ളൂ അല്ലേ? ശരിക്കും ഓരോ ടേണിലും എത്ര എണ്ണം വരയ്ക്കണം നിങ്ങൾ? 10 എണ്ണം വരയ്ക്കണം. ഞാനിപ്പോൾ ഇങ്ങനൊരു DNA ഇവിടെ വരയ്ക്കുകയാണെങ്കിൽ, ഇങ്ങനെ ഒരു DNA ഞാനിവിടെ വരയ്ക്കുകയാണെങ്കിൽ, ഇതിലെ ഓരോ ബേസ് പെയറിന്, അതായത് ഈ ഓരോ ലൂപ്പിലും ഞാൻ എത്ര ബേസ് പെയറുകൾ വരയ്ക്കണം? മിനിമം 10 എണ്ണം വരയ്ക്കണം. കണ്ടോ? ഇത്തരത്തിൽ മിനിമം 10 എണ്ണം നമ്മൾ വരയ്ക്കണം. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. എന്താ പറയുന്നത്? നോക്കൂ,
and there are roughly 10 base pair in each turn. Consequently, the distance between base pair in helix is approximately 0.34 nm. നോക്കൂ മക്കളെ, അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തതെന്ന് ഇങ്ങോട്ട് നോക്കിയേ. ഇതാ ഇതൊരു ഡി എൻ എ ആണ്, ഞാൻ ഈ വരച്ചത് ഒരു ഡി എൻ എ ആണ്. ഇതാ ദിസ് ഈസ് എ ഡി എൻ എ. ദേ ഇവിടെ ഇതിൻ്റെ ഇടയ്ക്ക് 10 ബേസ് പെയറുകൾ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതാണല്ലോ ഒരു ടേൺ. ഈ ഒരു ടേണിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 3.4 nm. അങ്ങനെയാണെങ്കിൽ ഇതിൽ 2 ബേസ് പെയറിനിടയ്ക്കുള്ള ലെങ്ത് എത്രയായിരിക്കും? 2 ബേസ് പെയറിനിടയ്ക്ക് എത്ര ലെങ്ത് ഉണ്ടാവും? ഇതാ 3.4 ഡിവൈഡഡ് ബൈ 10 ആയിരിക്കും. ശരിയല്ലേ? 3.4 ഡിവൈഡ് ബൈ 10 എത്രയാണ്? 0.34 നാനോമീറ്റർ. ഒരു ഡി എൻ എയിലെ ഒരു ലൂപ്പിൻ്റെ അല്ലെങ്കിൽ ഒരു ഹെലിക്സിൻ്റെ ഒരു പിച്ചിൻ്റെ നീളം എന്ന് പറയുന്നത് എത്രയാണ്? 3.4 നാനോമീറ്ററും 2 ബേസ് പെയറുകൾക്കിടയിലെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 0.34 നാനോമീറ്ററുമാണ്. Okay, the plane of one base pair stalks over the other in double helix. ഒരു ലൂപ്പിൻ്റെ മുകളിൽ സ്റ്റോക്ക് ചെയ്യത്തക്ക രീതിയിലാണ് അടുത്ത ലൂപ്പ് ഇരിക്കുന്നത്. അതായത് ഇത്തരത്തിൽ ഇങ്ങനെ ലൂപ്പ് ചെയ്താണ് അവർ ഇരിക്കുന്നത്. ഓക്കെ, ഒരു ലൂപ്പിൻ്റെ മുകളിൽ മറ്റൊന്ന് എന്ത് ചെയ്യത്തക്ക രീതിയിൽ ലൂപ്പ് ചെയ്ത് സ്റ്റോക്ക് ചെയ്ത് വരത്തക്ക രീതിയിലാണ് ഇവരുടെ അറേഞ്ച്മെൻറ്റ്. ഇതാണ് ഡി എൻ എയുടെ ഡബിൾ ഹെലിക്കൽ മോഡലുമായി ബന്ധപ്പെട്ട 5 പോയിന്റുകൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആയി നിങ്ങൾ ഓർത്തിരിക്കണം, പരീക്ഷയ്ക്ക് നിങ്ങളോട് ചോദിക്കും. ഓക്കെ, അടുത്തത് സെൻട്രൽ ഡോഗ്മ ഇൻ മോളിക്കുലാർ ബയോളജി. നമ്മളിപ്പോൾ പറഞ്ഞു ഡി എൻ എയുടെ സ്ട്രക്ചർ കണ്ടുപിടിച്ചത് ആരൊക്കെയാണ്? വാട്സണും ക്രിക്കും കൂടെ ചേർന്നാണ്, അല്ലേ? ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും കൂടെ ചേർന്നിട്ടാണ് ഡി എൻ എയുടെ ആക്ച്വൽ സ്ട്രക്ചർ കണ്ടുപിടിക്കുന്നത്. അവർ ഈ ഒരു ഡി എൻ എയുടെ സ്ട്രക്ചർ കണ്ടുപിടിച്ചതിന് ശേഷം അടുത്ത പ്രപ്പോസ് ചെയ്ത ഒരു കാര്യമാണ് സെൻട്രൽ ഡോഗ്മ ഇൻ മോളിക്കുലാർ ബയോളജി. മോളിക്കുലാർ ബയോളജിയിലെ സെൻട്രൽ ഡോഗ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ, നമുക്കറിയാമല്ലോ ഡി എൻ എ എന്ന് പറയുന്നത് ജനറ്റിക് ഇൻഫർമേഷൻ ക്യാരി ചെയ്യാനുള്ള ഒരു മോളിക്യൂളാണ്. അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ജനറ്റിക് മെറ്റീരിയൽ എന്ന് വിളിക്കാം. അപ്പോൾ ഇവർ 2-3 കാര്യങ്ങൾ പറഞ്ഞു. ഡി എൻ എക്ക് പുതിയൊരു ഡി എൻ എ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. അതായത് ജനറ്റിക് മെറ്റീരിയലിന് സ്വയം റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. ഡി എൻ എയിൽ നിന്ന് ഡി എൻ എ മോളിക്യൂൾ ഉണ്ടാകുന്ന പ്രവർത്തനത്തെ അല്ലെങ്കിൽ ഡി എൻ എ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്ന പ്രവർത്തനത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡി എൻ എ റെപ്ലിക്കേഷൻ. ഇനി ഡി എൻ എ ഇങ്ങനെ കോപ്പി ചെയ്തുകൊണ്ടിരുന്നാൽ മതിയോ? ഡി എൻ എയിലുള്ള ഇൻഫർമേഷൻസ് ക്യാരക്ടറായി മാറണ്ടേ? ഡി എൻ എയിൽ നമ്മുടെ ക്യാരക്ടറുകളെ കൺട്രോൾ ചെയ്യാനുള്ള ഇൻഫർമേഷൻ അഥവാ ജനറ്റിക് ഇൻഫർമേഷൻ ആണല്ലോ ഡി എൻ എയിൽ ഇരിക്കുന്നത്. അപ്പോൾ ഡി എൻ എ ഇനി നാളെ എന്തായി മാറണം? ക്യാരക്ടറായി മാറണം. എങ്ങനെയാണ് ക്യാരക്ടറായി മാറുന്നത്? നോക്കൂ മക്കളെ, ഡി എൻ എക്ക് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കും. അതിലൂടെ ഡി എൻ എയിൽ നിന്ന് ഒരു എം ആർ എൻ എ ഉണ്ടാകും. എന്താണ് എം ആർ എൻ എ എന്ന് ചോദിച്ചാൽ മെസ്സഞ്ചർ ആർ എൻ എ. പിന്നീട് നമ്മൾ വിശദമായിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കും. എം ആർ എൻ എ ഓർ മെസ്സഞ്ചർ ആർ എൻ എ. ആ എം ആർ എൻ എക്ക് പിന്നീട് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടന്നിട്ട് അതിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടാവും. ഈ പ്രോട്ടീനാണ് നമ്മുടെ ശരീരത്തിലെ മിക്ക ക്യാരക്ടറുകളെയും തീരുമാനിക്കുന്നത്. നോക്കൂ മക്കളെ, എന്തൊക്കെയാണ് നടന്നത്? ഡി എൻ എയിൽ നിന്ന് ഡി എൻ എ ഉണ്ടാകുന്ന പ്രോസസ്സിനെ നമ്മൾ റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു. ഇനി എങ്ങനെയാണ് ഡി എൻ എ ക്യാരക്ടറുകൾ കൺട്രോൾ ചെയ്യുന്നത്? ഡി എൻ എക്ക് ട്രാൻസ്ക്രിപ്ഷൻ നടന്ന് ആദ്യം എം ആർ എൻ എ ഉണ്ടാകുന്നു. ആ എം ആർ എൻ എക്ക് പിന്നീട് ട്രാൻസ്ലേഷൻ നടന്ന് എന്തുണ്ടാകുന്നു? പ്രോട്ടീൻ ഉണ്ടാകുന്നു. ഇതാണ് സെൻട്രൽ ഡോഗ്മ ഇൻ മോളിക്കുലാർ ബയോളജി എന്നറിയപ്പെടുന്നത്. ഈ കാര്യത്തെയാണ് നമ്മൾ സെൻട്രൽ ഡോഗ്മ ഇൻ മോളിക്കുലാർ ബയോളജി. ഇത് പ്രപ്പോസ് ചെയ്തത് ആരാണ്? ആദ്യമായി ഇത് പ്രപ്പോസ് ചെയ്തത് വാട്സണും ക്രിക്കുമാണ്. പിന്നീട് ഇതിനെ മോഡിഫൈ ചെയ്യുകയൊക്കെ ഉണ്ടായി. അതൊന്നും നമുക്ക് പഠിക്കാനില്ല. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത് മാത്രം നമ്മളിപ്പോൾ ഈ ഒരു അവസരത്തിൽ പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നോക്കൂ, ഡി എൻ എയിൽ നിന്ന് ഡി എൻ എ ഉണ്ടാകുന്ന പ്രോസസ്സിനെ നമ്മൾ റെപ്ലിക്കേഷൻ എന്ന് വിളിക്കും. അതേ ഡി എൻ എ എങ്ങനെയാണ് ഒരു ക്യാരക്ടർ കൺട്രോൾ ചെയ്യുന്നത്? ഡി എൻ എയിൽ നിന്ന് ട്രാൻസ്ക്രിപ്ഷനിലൂടെ എം ആർ എൻ എ ഉണ്ടാകും. ഒരു ഇൻഫർമേഷനും കൊണ്ട് എം ആർ എൻ എ ഉണ്ടാകും. ആ എം ആർ എൻ എക്ക് ട്രാൻസ്ലേഷൻ നടന്ന് പ്രോട്ടീൻ ഉണ്ടാകും. ആ പ്രോട്ടീനാണ് നമ്മുടെ ബോഡിയിലെ പല ക്യാരക്ടറുകളെ. അത് ചിലപ്പോൾ ആ പ്രോട്ടീൻ ഒരു എൻസൈം ആയിരിക്കും. ആ എൻസൈം നമ്മുടെ സെല്ലുകൾക്കകത്ത് ഏതെങ്കിലും ഒരു മെറ്റബോളിക് ആക്ടിവിറ്റിയെ ട്രിഗർ ചെയ്ത് നമ്മുടെ ക്യാരക്ടേഴ്സിനെ എന്ത് ചെയ്യും? കൺട്രോൾ ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, ഇവിടെ ഒന്ന് ചോദിച്ചിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസ്. റൈറ്റ് ദ സെൻട്രൽ ഡോഗ്മ ഇൻ മോളിക്കുലാർ ബയോളജി. ഒരു മാർക്കിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് റൈറ്റ് ദ സെൻട്രൽ ഡോഗ്മ ഇൻ മോളിക്കുലാർ ബയോളജി. അപ്പോൾ സാർ ഇങ്ങോട്ട് എഴുതട്ടെ ക്വസ്റ്റ്യൻ. റൈറ്റ് ദ സെൻട്രൽ ഡോഗ്മ. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്, രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഞാൻ ഇങ്ങോട്ട് എഴുതുകയാണ്. ഡി എൻ എയിൽ നിന്നും ഡി എൻ എ ഉണ്ടാകുന്ന പ്രോസസ്സാണ് റെപ്ലിക്കേഷൻ. അത് നമ്മൾ എഴുതണം. ഇത്തരത്തിൽ ഇങ്ങനെ എഴുതണം, റെപ്ലിക്കേഷൻ. ഇനി ഡി എൻ എയിൽ നിന്നും എം ആർ എൻ എ ഉണ്ടാകുന്ന ഒരു പ്രോട്ടീൻ ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പേ ഉണ്ടാകുന്നതാണ് എം ആർ എൻ എ. ആ പ്രോസസ്സിനെ നമ്മൾ എന്ത് പറയും? ട്രാൻസ്ക്രിപ്ഷൻ. ഇതിൻ്റെ ഇടയ്ക്കുള്ള പ്രോസസ്സുകളെല്ലാം എഴുതണം കേട്ടോ, എങ്കിലേ മാർക്ക് കിട്ടത്തുള്ളൂ. എം ആർ എൻ എ. ആ എം ആർ എൻ എയിൽ നിന്ന് പിന്നീട് എന്തുണ്ടാകുന്നു? പ്രോട്ടീൻ ഉണ്ടാകുന്നു. ആ പ്രോസസ്സിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? ട്രാൻസ്ലേഷൻ. ഓക്കെ ആണോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എക്സ്പാൻഡ് ദ ടേം ഡി എൻ എ. ഡി എൻ എ എന്ന് പറയുന്ന ടേമിനെ എക്സ്പാൻഡ് ചെയ്യുക. അതാ ഞാൻ ഇങ്ങോട്ട് എഴുതുന്നു. ഡി എൻ എ ഈസ് ഡീഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. ശരിയല്ലേ? ഡീഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്.
ഹൂ പ്രപ്പോസ്ഡ് ദ ഡബിൾ ഹെലിക്കൽ മോഡൽ ഓഫ് ഡി എൻ എ ഒരു ഡബിൾ ഹെലിക്സ് മോഡൽ പ്രപ്പോസ് ചെയ്തത് ആരാണ്? ആരൊക്കെയാണ്? ജെയിംസ് വാട്സൺ ആൻഡ് ഫ്രാൻസിസ് ക്രിക്ക്. ലിസ്റ്റ് ഔട്ട് ദ നൈട്രജൻ ബേസസ് ഇൻ ഡി എൻ എയിൽ കാണുന്ന നൈട്രജൻ ബേസുകൾ. ഡി എൻ എയിൽ കാണുന്ന നൈട്രജൻ ബേസുകൾ ഏതൊക്കെയാണ്? യുറാസിൽ ഇല്ല അല്ലേ? അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഓക്കെ അല്ലേ മക്കളെ? ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സെൻട്രൽ ഡോഗ്മ ഇൻ മോളിക്കുലാർ ബയോളജി ഇതുവരെ നമ്മൾ പഠിച്ച പോർഷനിൽ നിന്ന് ചോദിച്ചിട്ടുള്ള 2-3 ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് പാക്കേജിങ് ഓഫ് ഡി എൻ എ ഹെലിക്സ്. ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോർഷനാണ് പാക്കേജിങ് ഓഫ് ഡി എൻ എ ഹെലിക്സ്. ഡി എൻ എ ഹെലിക്സ് എങ്ങനെയാണ് പാക്ക് ചെയ്തിരിക്കുന്നത്? അതായത് ഇത്രയും വലിയ ഡി എൻ എ എങ്ങനെയാണ് നമ്മുടെ സെല്ലിനകത്ത് ന്യൂക്ലിയസിനകത്ത് പാക്ക് ചെയ്തിരിക്കുന്നത്? ഓക്കെ, നോക്കൂ മക്കളെ. ഇൻ പ്രോകാരിയോട്സ് ലൈക്ക് ഈക്കോളി lacking a distinct nucleus, DNA is in randomly scattered. അപ്പോൾ ഈക്കോളിയെ പോലെയുള്ള ചില ജീവികൾ, ഇപ്പോൾ നമ്മൾ ബാക്ടീരിയകളൊക്കെ എടുത്ത് നോക്കിയാൽ, ഈക്കോളി ഒരു ബാക്ടീരിയ അല്ലേ? അപ്പോൾ ബാക്ടീരിയകളെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം ഈ ബാക്ടീരിയകൾക്ക് എന്തില്ല? അവയ്ക്ക് ന്യൂക്ലിയസ് ഇല്ല. അപ്പോൾ അവരുടെ ഡി എൻ എ അപ്പോൾ നമ്മൾ കരുതുന്നത് പോലെ ഒരിക്കലും സൈറ്റോപ്ലാസ്റ്റിൽ ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് കിടക്കുകയല്ല. പകരം ദ ഡി എൻ എ നെഗറ്റീവ്ലി ചാർജ്ഡ് ഈസ് ബൗണ്ടഡ് ടു പോസിറ്റീവ്ലി ചാർജ്ഡ് പ്രോട്ടീൻ ഇൻ ദ റീജിയൻ കോൾഡ് ന്യൂക്ലിയോയിഡ്. ഡി എൻ എ എന്ന് പറയുന്നത് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു മോളിക്യൂളാണ്. അത് നിങ്ങൾ ബയോടെക്നോളജിയിൽ പഠിച്ചിട്ടുണ്ടാവും, ഇലക്ട്രോഫോറസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അത്. അപ്പോൾ ഇവിടെ ഡി എൻ എ നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്, ഈസ് ബൗണ്ടഡ് ടു പോസിറ്റീവ്ലി ചാർജ്ഡ് പ്രോട്ടീൻസ് ഇൻ എ റീജിയൺ ഓഫ് ദ സെൽ. ആ ബാക്ടീരിയൽ സെല്ലിൻ്റെ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു റീജിയണിൽ അത് കോൺസെൻട്രേറ്റഡ് ആണ്. ആ റീജിയനെ നമ്മൾ എന്ത് വിളിക്കും? ന്യൂക്ലിയോയിഡ് എന്ന് വിളിക്കും. എന്താണ് ആ റീജിയനെ വിളിക്കുന്ന പേര്? ന്യൂക്ലിയസ് എന്നല്ല, ന്യൂക്ലിയോയിഡ്. കാരണം അവയ്ക്ക് ട്രൂ ന്യൂക്ലിയസ് ആബ്സെൻ്റ് ആണ്. ബാക്ടീരിയകൾക്കൊക്കെ ട്രൂ ന്യൂക്ലിയസ് ആബ്സെൻ്റ് ആണ്. അതുപോലെ ദ ന്യൂക്ലിയോയിഡ് കണ്ടെയ്ൻ ഓർഗനൈസ്ഡ് ഡി എൻ എ ഇൻ ലാർജ് ലൂപ്സ് സ്റ്റെബിലൈസ്ഡ് ബൈ പ്രോട്ടീൻസ്. അപ്പോൾ ഒരു പ്രോകാരിയോട്ടിക് സെല്ലാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഈ ഡി എൻ എ എങ്ങനെയാണ് പാക്ക് ചെയ്തിരിക്കുന്നത്? അവയെ എന്താണ് ലാർജ് ലൂപ്പുകളായിട്ട് ന്യൂക്ലിയോയിഡ് എന്ന് പറയുന്ന ഒരു റീജിയണിലാണ് അതിനെ പാക്ക് ചെയ്തിരിക്കുന്നത്. അതിന് സഹായിക്കുന്ന ആരാണ്? സ്റ്റെബിലൈസ്ഡ് ബൈ സം പ്രോട്ടീൻസ്. അതാരാണ്? ചില പ്രോട്ടീൻസ് ആണ് ഇതിന് സഹായിക്കുന്നത്. ഓക്കെ ആണോ? ഇനി നോക്കിയേ യൂക്കാരിയോട്ടിക് സെൽസിൻ്റെ കാര്യം. ഇൻ യൂക്കാരിയോട്സ് കോംപ്ലക്സ് ഓർഗനൈസേഷൻ ഇൻവോൾവ്സ് ഹിസ്റ്റോൺ പ്രോട്ടീൻ. അപ്പോൾ യൂക്കാരിയോട്സിൽ ഇത് വ്യത്യസ്തമാണ്. എങ്ങനെയാണ്? നമ്മുടെ പ്രോക്യാരിയോട്സിലെ പോലെ സാധാരണ സ്റ്റെബിലൈസിങ് പ്രോട്ടീൻസ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ലൂപ്പുകൾ പോലെയൊന്നും അല്ല ഡി എൻ എ പാക്ക് ചെയ്തിരിക്കുന്നത്. കാരണം നമ്മുടെ ഡി എൻ എക്ക് നല്ല രീതിയിൽ ലെങ്ത് ഉണ്ട്, എനോർമസ് ആയിട്ടുള്ള ലെങ്ത് ഉണ്ട്. അപ്പോൾ അത്രയും ലെങ്തി ആയിട്ടുള്ള ഒരു ഡി എൻ എ ന്യൂക്ലിയസിനകത്ത് പാക്ക് ചെയ്യണമെങ്കിൽ നമുക്കൊരു കോംപ്ലക്സ് മെക്കാനിസം വേണം അല്ലേ? വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു മെക്കാനിസം വേണം. എങ്ങനെയാണ് അത് ചെയ്തിരിക്കുന്നത് നോക്കിയേ. ഇൻ യൂക്കാരിയോട്സ് ദ കോംപ്ലക്സ് ഓർഗനൈസേഷൻ ഇൻവോൾവ് ഹിസ്റ്റോൺ പ്രോട്ടീൻസ്. ഹിസ്റ്റോൺസ് റിച്ച് ഇൻ ലൈസിൻ ആൻഡ് ആർജിനിൻ ക്യാരി പോസിറ്റീവ് ചാർജസ്. നോക്കൂ മക്കളെ, ഈ പറയുന്ന ഹിസ്റ്റോൺ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനിനകത്ത് ലൂപ്പ് ചെയ്ത് ചുറ്റി വെച്ചിരിക്കുന്ന രീതിയിലാണ് ഡി എൻ എ നമ്മുടെ ന്യൂക്ലിയസിനകത്ത് പാക്ക് ചെയ്തിരിക്കുന്നത്. അതായത് യൂക്കാരിയോട്സ്, നമ്മുടെ മാത്രമല്ല യൂക്കാരിയോട്ടിക് ആയിട്ടുള്ള എല്ലാ ജീവികളിലും. അപ്പോൾ അവിടെ യൂസ് ചെയ്തിരിക്കുന്ന പ്രോട്ടീൻ എന്ന് പറയുന്നത് ഹിസ്റ്റോൺ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനാണ്. ഈ ഹിസ്റ്റോൺ പ്രോട്ടീൻ്റെ പ്രത്യേകത, ഈ ഹിസ്റ്റോൺ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു പ്രോട്ടീനാണ്. കാരണം അതിനകത്ത് ബേസിക് ആയിട്ടുള്ള 2 അമിനോ ആസിഡുകളുണ്ട്. ഏതൊക്കെയാണ്? ലൈസിനും ആർജിനിനും ക്യാരി പോസിറ്റീവ് ചാർജസ്. അപ്പോൾ അവയ്ക്ക് പോസിറ്റീവ് ചാർജ് ഉണ്ട്. അപ്പോൾ അവർ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഡി എൻ എ എന്ത് ചെയ്ത് വയ്ക്കും? അട്രാക്ട് ചെയ്ത് വയ്ക്കും. ശരിയല്ലേ? ഹിസ്റ്റോൺസ് ഫോംസ് 8 മോളിക്യൂൾ യൂണിറ്റ് കോൾഡ് ഹിസ്റ്റോൺ ഒക്ടാമർ. ഈ ഹിസ്റ്റോൺ എന്തല്ല, ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഇരിക്കുകയല്ല, 8 മോളിക്യൂളുകൾ ഒരുമിച്ചാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് അവയെ നമ്മൾ എന്ത് വിളിക്കും? ഒരുമിച്ച് ഹിസ്റ്റോൺ ഒക്ടാമർ എന്ന് വിളിക്കും. ഡി എൻ എ റാപ്സ് അറൗണ്ട് ദ ഹിസ്റ്റോൺ ഒക്ടാമർ ഫോമിങ് എ ന്യൂക്ലിയോസോം. അപ്പോൾ ഈ ഡി എൻ എ ഈ ഹിസ്റ്റോൺ ഒക്ടാമറിൻ്റെ ചുറ്റും ഇങ്ങനെ വൗണ്ട് ചെയ്യും, അതായത് ഇങ്ങനെ ലൂപ്പ് ചെയ്യും അല്ലേ? അതായത് ദ ഡി എൻ എ റാപ്പ് ചെയ്ത് ഇങ്ങനെ ചുറ്റി ഈ പറയുന്ന ഈ ഒക്ടാമറിൻ്റെ ഒപ്പം ഇരിക്കും.
ഫോമിങ് എ ന്യൂക്ലിയോസോം. അങ്ങനെ ഇരിക്കുന്ന ഈ സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോസോം എന്ന് വിളിക്കും. ന്യൂക്ലിയോസോം. ഓക്കെ. ആൻഡ് എ ടിപ്പിക്കൽ ന്യൂക്ലിയോസോം ഇൻക്ലൂഡ് 200 ബേസ് പെയേഴ്സ് ഓഫ് DNA ഹെലിക്സ്. ഒരു ടിപ്പിക്കൽ ന്യൂക്ലിയോസോമിനകത്ത് ഏതാണ്ട് 200ഓളം ബേസ് പെയറുകളുണ്ടാവും. ഒരു DNA ഹെലിക്സിലെ 200 ബേസ് പെയറുകളാണ് ഒരു ന്യൂക്ലിയോസോമിൽ ഉണ്ടായിരിക്കുക. ആൻഡ് ന്യൂക്ലിയോസോംസ് ആർ റിപ്പീറ്റിംഗ് യൂണിറ്റ്സ് ഓഫ് ക്രോമാറ്റിൻ. ഈ ന്യൂക്ലിയോസോമുകൾ എന്ന് പറഞ്ഞാൽ ക്രോമാറ്റിനിൽ കാണപ്പെടുന്ന റിപ്പീറ്റിംഗ് യൂണിറ്റ്സ് ആണ്. അതുപോലെ ഈ ഒരെണ്ണേ കാണത്തുള്ളൂ, അല്ല, ഇനി അടുത്ത 200 ബേസ് പെയറുകൾ അടുത്ത ന്യൂക്ലിയോസോമിൽ ചുറ്റിയിരിക്കും, അടുത്ത 200 ബേസ് പെയറുകൾ അടുത്ത ന്യൂക്ലിയോസോമിൽ ചുറ്റിയിരിക്കും. ശരിയല്ലേ? ദ ക്രോമാറ്റിൻ സീൻ ആസ് ത്രെഡ് ലൈക്ക് ബോഡീസ് ഇൻ ദ ന്യൂക്ലിയസ് അപ്പിയേഴ്സ് ആർ എ ബീഡ് ഓൺ സ്ട്രിങ് സ്ട്രക്ചർ അണ്ടർ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ നമ്മൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കുമ്പോൾ നിങ്ങൾ നോക്കിയേ, ഇതാ ഇത്രയും വലിയൊരു ക്രോമാറ്റിൻ അത് ഒരു ന്യൂക്ലിയോസോമിനകത്ത് ഇങ്ങനെ ചുറ്റിയിരിക്കുന്നു. വീണ്ടും കുറച്ച് ദൂരം കഴിയുമ്പോൾ വീണ്ടും ഒരു എന്തിരിക്കുന്നു, ന്യൂക്ലിയോസോം ഇരിക്കുന്നു, അതിനകത്ത് ഇങ്ങനെ ചുറ്റിയിരിക്കുന്നു. അപ്പോൾ ഇതിങ്ങനെ കുറേ ദൂരം ഇങ്ങനെ കണ്ടു കഴിയുമ്പോൾ ഇതെങ്ങനെ ഇരിക്കും? ബീഡ്സ് ഇൻ എ സ്ട്രിങ് സ്ട്രക്ചർ. ഒരു സ്ട്രിങ്ങിനകത്ത്, ഒരു നൂലിനകത്ത് മുത്തുകൾ കോർത്തിട്ടതുപോലെ കാണപ്പെടും. ഓക്കെ. അപ്പോൾ ന്യൂക്ലിയോസോമുകൾ കണ്ടാൽ, ക്രോമാറ്റിൻ ചുറ്റിയിരിക്കുന്ന ന്യൂക്ലിയോസോമുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തുപോലെ ഇരിക്കും? ബീഡ്സ് ഓൺ എ സ്ട്രിങ് സ്ട്രക്ചർ. ഒരു സ്ട്രിങ്ങിനകത്ത് ബീഡ്സ് എങ്ങനെയാണോ വൗണ്ട് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ലൂപ്പ് ചെയ്തിരിക്കുന്നത് അതുപോലെയാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയുക. ഓക്കെ. ഇനി അതുപോലെ എ ടിപ്പിക്കൽ ന്യൂക്ലിയസ്, സം റീജിയൻസ് ഓഫ് ദ ക്രോമാറ്റിൻ ആർ ലൂസ്ലി പാക്ക്ഡ് ആൻഡ് സ്റ്റെയിൻസ് ലൈറ്റ് ആൻഡ് ആർ റെഫേർഡ് ആസ് യൂക്രോമാറ്റിൻ. നോക്കിയ മക്കളെ, ഒരു ന്യൂക്ലിയസ് നിങ്ങൾ എടുത്തു നോക്കുമ്പോൾ അതിലെ ചില സ്ഥലങ്ങളിൽ ക്രോമാറ്റിൻ ലൂസ്ലി പാക്ക്ഡ് ആയിരിക്കും. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് ഇത്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ, ന്യൂക്ലിയസിൻ്റെ ചില സ്ഥലങ്ങളിൽ ക്രോമാറ്റിൻ ലൂസ്ലി പാക്ക്ഡ് ആയിരിക്കും ആൻഡ് സ്റ്റെയിൻസ് ലൈറ്റ്. അത്തരം സ്ഥലങ്ങൾ എന്തായിരിക്കും? സ്റ്റെയിനിങ്ങിലും ലൈറ്റായിട്ടായിരിക്കും സ്റ്റെയിൻ ചെയ്യുന്നത്. ആൻഡ് ആർ റെഫേർഡ് ടു ആസ് യൂക്രോമാറ്റിൻ. ഈ റീജിയൻസിനെ നമ്മൾ പറയുന്ന പേരാണ് യൂക്രോമാറ്റിൻ എന്ന് പറയുന്നത്. ദ ക്രോമാറ്റിൻ ദാറ്റ് ഈസ് മോർ ഡെൻസിലി പാക്ക്ഡ്. കൂടുതൽ ഡെൻസായി പാക്ക് ചെയ്തിരിക്കുന്ന കുറേ റീജിയൻസ് നമുക്ക് കാണാൻ പറ്റും ന്യൂക്ലിയസിനകത്ത്. ക്രോമാറ്റിൻ വളരെ ഡെൻസായിട്ട് പാക്ക് ചെയ്തിരിക്കുന്ന റീജിയൻ. ആൻഡ് സ്റ്റെയിൻസ് ഡാർക്ക്. ഇത്തരം സ്ഥലങ്ങൾ എങ്ങനെ സ്റ്റെയിൻ ചെയ്തിരിക്കും? ഡാർക്കായി സ്റ്റെയിൻ ചെയ്തിരിക്കും. ആർ കോൾഡ് ഹെറ്ററോക്രോമാറ്റിൻ. ഈ റീജിയൻസിനെ നമ്മൾ എന്ത് വിളിക്കും? ഹെറ്ററോക്രോമാറ്റിൻ എന്ന് വിളിക്കും. അപ്പോൾ യൂക്രോമാറ്റിനും ഹെറ്ററോക്രോമാറ്റിനും എന്താ മക്കളെ? യൂക്രോമാറ്റിൻ ഒരു ന്യൂക്ലിയസിനകത്ത് ക്രോമാറ്റിൻ റെറ്റിക്കുലർ അല്ലെങ്കിൽ ക്രോമാറ്റിൻ ലൂസായി പാക്ക് ചെയ്തിരിക്കുന്ന സ്റ്റെയിൻ, ലൈറ്റായി സ്റ്റെയിൻ ചെയ്തിരിക്കുന്ന ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേര്. അവിടെ നമ്മൾ സ്റ്റെയിൻ ആഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ ലൈറ്റായിട്ടായിരിക്കും സ്റ്റെയിൻ പിടിക്കുന്നത്. ആ റീജിയൻസിനെ വിളിക്കുന്ന പേരാണ് യൂക്രോമാറ്റിൻ. അതുപോലെ തന്നെ ഡെൻസായി പാക്ക് ചെയ്തിരിക്കുന്ന ചില റീജിയൻസ് ഉണ്ട്, അവിടെ ഡാർക്കായി സ്റ്റെയിൻ പിടിക്കും. ആ റീജിയൻസിനെ നമ്മൾ എന്ത് വിളിക്കും? ഹെറ്ററോക്രോമാറ്റിൻ. ഇനി നോക്കിയേ, യൂക്രോമാറ്റിൻ ഈസ് സെറ്റ് ടു ബി ട്രാൻസ്ക്രിപ്ഷണലി ആക്റ്റീവ്. അപ്പോൾ ഈ യൂക്രോമാറ്റിനാണ് ട്രാൻസ്ക്രിപ്ഷണലി ആക്റ്റീവ് ആയിട്ടുള്ളത്. എന്താണ് മക്കളെ ട്രാൻസ്ക്രിപ്ഷണലി ആക്റ്റീവ് ആവുക എന്ന് പറഞ്ഞാൽ? ഞാൻ നേരത്തെ പറഞ്ഞു എന്തായിരുന്നു ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ? പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് mRNA ഫ്രം എ DNA. ഒരു DNAയിൽ നിന്ന് mRNA ഉണ്ടാകുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ട്രാൻസ്ക്രിപ്ഷൻ. ആ mRNA ഉണ്ടായാലല്ലേ അവിടുന്ന് പ്രോട്ടീൻ ഉണ്ടാവത്തുള്ളൂ, പിന്നീട് ട്രാൻസ്ലേഷൻ നടന്ന് പ്രോട്ടീൻ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന DNA ഭാഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂക്രോമാറ്റിനാണ്. ഹെറ്ററോക്രോമാറ്റിൻ ആണെങ്കിലോ വേറാസ് ഹെറ്ററോക്രോമാറ്റിൻ ഈസ് ഇനാക്റ്റീവ്, ട്രാൻസ്ക്രിപ്ഷണലി ഇനാക്റ്റീവ്. അപ്പോൾ യൂക്രോമാറ്റിൻ റീജിയൻസിനാണ് പെട്ടെന്ന് mRNA ഉണ്ടാക്കാൻ കഴിയുന്നത്, ട്രാൻസ്ക്രിപ്ഷണലി ആക്റ്റീവാണ്. എന്നാൽ ഡെൻസായി പാക്ക് ചെയ്തിരിക്കുന്ന ഹെറ്ററോക്രോമാറ്റിൻ ട്രാൻസ്ക്രിപ്ഷണലി ഇനാക്റ്റീവാണ്. അപ്പോൾ യൂക്രോമാറ്റിൻ ട്രാൻസ്ക്രിപ്ഷണലി ആക്റ്റീവാണ്, ഹെറ്ററോക്രോമാറ്റിൻ ട്രാൻസ്ക്രിപ്ഷണലി ഇനാക്റ്റീവാണ്. നോക്കൂ മക്കളെ, ഇവിടെ നിന്നുള്ള ഒരു 1-2 ചോദ്യങ്ങൾ. ഇൻ എ സെൽ യൂക്രോമാറ്റിൻ ആൻഡ് ഹെറ്ററോക്രോമാറ്റിൻ ക്യാൻ ബി ഒബ്സർവ്ഡ് അണ്ടർ മൈക്രോസ്കോപ്പ്. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ യൂക്രോമാറ്റിൻ ആൻഡ് ഹെറ്ററോക്രോമാറ്റിൻ. യൂക്രോമാറ്റിനെയും ഹെറ്ററോക്രോമാറ്റിനെയും ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് അങ്ങ് പറഞ്ഞേ. യൂക്രോമാറ്റിൻ ഈസ് ദ ലൂസ്ലി പാക്ക്ഡ് റീജിയൻസ് സീൻ ഇൻ ദ ലൂസ്ലി പാക്ക്ഡ് റീജിയൻസ് ഓഫ് ദ ക്രോമാറ്റിൻ സീൻ ഇൻ ദ ന്യൂക്ലിയസ് ആൻഡ് ഇറ്റ് സ്റ്റെയിൻസ് ലൈറ്റ് ആൻഡ് ഇറ്റ് ഈസ് ട്രാൻസ്ക്രിപ്ഷണലി ആക്റ്റീവ്. What is heterochromatin? Heterochromatin is the densely packed regions of chromatin seen in the nucleus and which stains dark. അത് സ്റ്റെയിൻ ചെയ്താൽ ഡാർക്ക് ആയിട്ടിരിക്കും അല്ലേ, സ്റ്റെയിൻസ് ഡാർക്ക് ആൻഡ് ഇറ്റ് ഈസ് ട്രാൻസ്ക്രിപ്ഷണലി ഇനാക്റ്റീവ്. ഓക്കെ, നമുക്ക് 2 മാർക്കിന് അത്ര എഴുതിയാൽ മതി. ഇനി ഒബ്സർവ് ദ ഫിഗർ ഗിവൺ ബിലോ ആൻഡ് ഐഡൻറ്റിഫൈ ദ ഫിഗർ. ഇത് എന്തിൻ്റെ ഫിഗറായി തന്നിരിക്കുന്നത്? ഞാൻ സംശയമില്ലാതെ പറയുന്നു, ദിസ് ഈസ് ന്യൂക്ലിയോസോം. ഇത് എന്തിൻ്റെ ഫിഗറാണ്? ന്യൂക്ലിയോസോമിൻ്റെ ഫിഗറാണ്. ഹൗ മെനി ഹിസ്റ്റോൺ മോളിക്യൂൾസ് ആർ പ്രസൻറ്റ് ഇൻ ഹിസ്റ്റോൺ കോർ? ഒരു ഹിസ്റ്റോൺ കോറിൽ എത്ര ഹിസ്റ്റോൺ മോളിക്യൂൾസ് ഉണ്ട്? 8
ഹിസ്റ്റോൺ മോളിക്യൂൾസ് ഉണ്ട്. അതുകൊണ്ടല്ലേ നമ്മൾ അതിനെ ഹിസ്റ്റോൺ ഒക്ടാമർ, ഒക്ട എന്ന് പറഞ്ഞാൽ 8 എന്നാണ് അല്ലേ. ഹിസ്റ്റോൺ ഒക്ടാമർ എന്ന് തന്നെ വിളിക്കാനുള്ള കാര്യം തന്നെ അതിനകത്ത് 8 മോളിക്യൂൾസ് ഉണ്ടായതുകൊണ്ടാണ്. ശരിയല്ലേ? ഇനി ഇൻ സെർച്ച് ഫോർ ജനറ്റിക് മെറ്റീരിയൽ, ഇനി നമ്മൾ കുറച്ച് എക്സ്പെരിമെൻറ്റ്സ് ആണ് പഠിക്കുന്നത്. DNA ആണ് നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ, അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ഓർഗാനിസം, ലോകത്തിലുള്ള മിക്കവാറും ജീവികളിലെല്ലാം DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ലോകത്ത് നടന്നിട്ടുള്ള ചില പരീക്ഷണങ്ങളുണ്ട്. ആ പരീക്ഷണങ്ങളെക്കുറിച്ചാണ് അടുത്ത് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇൻ സെർച്ച് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ. ആദ്യം തന്നെ ഇതുമായി ബന്ധപ്പെട്ട DNA ആണോ എന്താണ് നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി എക്സ്പെരിമെൻറ്റുകൾ സ്റ്റാർട്ട് ചെയ്ത മനുഷ്യനാണ് ഗ്രിഫിത്ത്. ഫ്രെഡറിക് ഗ്രിഫിത്ത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ ഗ്രിഫിത്ത് ചെയ്ത എക്സ്പെരിമെൻറ്റിനെ നമ്മൾ എന്ത് പറയും? ഗ്രിഫിത്ത് എക്സ്പെരിമെൻ്റ് എന്ന് പറയും. ഗ്രിഫിത്ത് എക്സ്പെരിമെൻറ്റ്. അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻ്റൽ മെറ്റീരിയൽ എന്തായിരുന്നു? ഒരു തവണ പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണ്. വിച്ച് ഈസ് ദ എക്സ്പെരിമെൻ്റൽ മെറ്റീരിയൽ ഓഫ് ഗ്രിഫിത്ത്? ഫ്രെഡറിക് ഗ്രിഫിത്തിൻ്റെ എക്സ്പെരിമെൻ്റൽ മെറ്റീരിയൽ എന്തായിരുന്നു? സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയെ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ആയിരുന്നു. ഹി ടേക്ക് എ ബാക്ടീരിയ നെയ്മഡ് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ റെസ്പോൺസിബിൾ ഫോർ ന്യൂമോണിയ. മനുഷ്യരിലും ജീവികളിലുമൊക്കെ ന്യൂമോണിയ ഉണ്ടാക്കുന്ന ഒരു ബാക്ടീരിയ, ലങ്സിനെ ബാധിക്കുന്ന ഒരു ഇൻഫെക്ഷനാണ് ന്യൂമോണിയ. ന്യൂമോണിയ ഉണ്ടാക്കുന്ന ഒരു ബാക്ടീരിയ ആയിട്ടുള്ള സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻ്റൽ മെറ്റീരിയൽ. ആൻഡ് ദ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയെ ബാക്ടീരിയ ഓൺ കൾച്ചർ പ്ലേറ്റ് എക്സിബിറ്റ് 2 കോളനി ടൈപ്സ്, സ്മൂത്ത് ഓർ ഷൈനി ഓർ റഫ്. അപ്പോൾ നോക്കിയേ, ഈ പറയുന്ന സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ 2 തരത്തിലുണ്ട്. ഒന്ന് സ്മൂത്ത് ഓർ ഷൈനി എന്ന് പറയും, അഥവാ എസ് ടൈപ്പ്. എസ് ടൈപ്പ് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ഉണ്ട്, അഥവാ റഫ് ടൈപ്പ് അഥവാ ആർ ടൈപ്പ് ന്യൂമോണിയ ഉണ്ട്. ഇതിൽ ഈ എസ് ടൈപ്പിന് രോഗമുണ്ടാക്കാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എസ് ടൈപ്പിൻ്റെ പ്രത്യേകത അതേ നോക്കിയേ, ഇതൊരു ബാക്ടീരിയ ആണെങ്കിൽ ഇതിൻ്റെ ചുറ്റും ഒരു മ്യൂക്കസ് കൊണ്ടുള്ള ഒരു കവറിങ് ഉണ്ട്. ഇതിൻ്റെ ക്യാപ്സ്യൂളിൻ്റെ ചുറ്റും ഒരു കവറിങ് ഉണ്ട്. ഇറ്റ് ഈസ് എ മ്യൂക്കസ് കവറിങ്. ഇതുണ്ടായതുകൊണ്ട് തന്നെ ഇത് വളരെ സ്മൂത്ത് ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ എസ് ടൈപ്പ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ക്യാപ്സൂളിൻ്റെ ചുറ്റും ഒരു മ്യൂക്കസ് കോട്ടിംഗ് ഉള്ള സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ നമ്മൾ വിളിക്കുന്ന പേരാണ് എസ് ടൈപ്പ്. ഇവ വിറുലൻ്റ് ആണ്. എന്താണ് വിറുലൻ്റ് എന്ന് പറഞ്ഞാൽ? രോഗമുണ്ടാക്കാൻ പറ്റും. ഇവയ്ക്ക് രോഗമുണ്ടാക്കാൻ പറ്റും. കാരണം ഈ മ്യൂക്കസ് കവറിങ് ഇതിൻ്റെ ചുറ്റും ഉണ്ടായതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ശരീരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ WBC സെല്ലുകൾക്ക് ഇവയെ റെക്കഗ്നൈസ് ചെയ്യാൻ കഴിയത്തില്ല. എന്നാൽ അടുത്ത ഒരു ടൈപ്പ് ഉണ്ട്. അവയ്ക്കാണെങ്കിൽ അവയുടെ സെല്ലിൻ്റെ ചുറ്റും എന്തില്ല? ഈ പറയുന്ന മ്യൂക്കസ് കോട്ടിംഗ് ഇല്ല. അവരുടെ ഏറ്റവും പുറമേ ഇത് ഇങ്ങനെ ക്യാപ്സ്യൂളാണ്. ബാക്ടീരിയയുടെ ഏറ്റവും പുറമേയുള്ള ലെയറല്ലേ ക്യാപ്സ്യൂളാണ്. അതിൻ്റെ പുറമേ ഈ മ്യൂക്കസ് കവറിങ് ഇല്ല. അപ്പോൾ ഇവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആർ ടൈപ്പ്. പക്ഷേ ആർ ടൈപ്പ് നമ്മുടെ ബോഡിയിൽ വന്നാലോ അവയ്ക്ക് രോഗമുണ്ടാക്കാൻ കഴിയത്തില്ല. കാരണം എന്താ? ന്യൂമോണിയ ഉണ്ടാക്കാൻ പറ്റത്തില്ല. കാരണം പെട്ടെന്ന് തന്നെ നമ്മുടെ WBC അതിനെ ഡിറ്റക്ട് ചെയ്ത് അതിനെ കൊന്നുകളയും. എന്നാൽ ഈ മ്യൂക്കസ് കോട്ടിംഗ് ഉള്ള എസ് ടൈപ്പിന്, സ്മൂത്ത് ഓർ ഷൈനി ടൈപ്പിന് നമ്മുടെ ബോഡിയിൽ രോഗമുണ്ടാക്കാം. നമ്മുടെ ആയാലും ഏത് ജീവിയുടെ ബോഡിയിലായാലും അതിന് രോഗമുണ്ടാക്കാൻ പറ്റും. ആൻഡ് ദ എസ് സ്ട്രെയിൻ ഹാസ് എ മ്യൂക്കസ് ഓർ പോളിസാക്കറൈഡ് കോട്ട് വൈൽ ആർ സ്ട്രെയിൻ ഡസ് നോട്ട്. അതാണിപ്പോൾ നമ്മൾ പറഞ്ഞത്. എസ് സ്ട്രെയിനിന് ഒരു മ്യൂക്കസ് കോട്ടിംഗ് ഉണ്ട്, എന്നാൽ ആർ സ്ട്രെയിൻ അത് ഇല്ല. അതായത് ഞാൻ ആരുടെയെങ്കിലും ശരീരത്തിലേക്ക് എസ് ടൈപ്പിലുള്ള ഒരു ബാക്ടീരിയയെ കുത്തിവെച്ച് കഴിഞ്ഞാൽ, സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയെ കുത്തിവെച്ച് കഴിഞ്ഞാൽ അയാൾ മരിച്ചു പോകും. ന്യൂമോണിയ വന്ന് മരിച്ചു പോകും. എന്നാൽ ആർ ടൈപ്പിനെയാണ് കുത്തിവെക്കുന്നതെങ്കിൽ അയാൾ മരിക്കത്തില്ല. അപ്പോൾ ഇദ്ദേഹം ഇത്തരത്തിലുള്ള എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കി. ദ മൈസ് ഇൻഫെക്റ്റഡ് വിത്ത്, അദ്ദേഹം കുറച്ച് വെള്ള എലികളെ എടുത്തു. ആൽബിനോ മൈസ്, നമ്മൾ സാധാരണ ജനറ്റിക് എക്സ്പെരിമെൻറ്റുകൾക്കൊക്കെ ഉപയോഗിക്കുന്നതല്ലേ ആൽബിനോ മൈസ്. അപ്പോൾ ഈ വെള്ള എലികളെ എടുത്തിട്ട് അതിനകത്തേക്ക് എസ്ട്രെയിൻ ഉള്ള സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയെ കുത്തിവെച്ചു. നമുക്കറിയാം അത് വിറുലൻ്റ് ആണ്, രോഗമുണ്ടാക്കാനുള്ള കഴിവ് അതിനുണ്ടല്ലേ. അപ്പോൾ എന്ത് ചെയ്യും? ആ എലി ന്യൂമോണിയ വന്ന് മരിച്ചിട്ടുണ്ടാവും. അതാണ്ട് മൈസ് ഇൻഫെക്റ്റഡ് വിത്ത് എസ് സ്ട്രെയിൻ ഡൈ ഫ്രം ന്യൂമോണിയ ആൻഡ് മൈസ് ഇൻഫെക്റ്റഡ് വിത്ത് ആർ സ്ട്രെയിൻ ഡു നോട്ട് ഡെവലപ്ഡ് ന്യൂമോണിയ. എന്നാൽ ഇദ്ദേഹം അടുത്ത ഒരു ഇലയെ എടുത്തിട്ട് അതിനകത്ത് എന്താ കുത്തിവെച്ചത്? ആർ സ്ട്രെയിനെയാണ് കുത്തിവെച്ചത്. ആർ സ്ട്രെയിനെ കുത്തിവെച്ച ബാക്ടീരിയ ആണെങ്കിൽ എന്ത് ചെയ്തിട്ടില്ല? മരിച്ചിട്ടില്ല. കാരണം എന്താ? ആർ സ്ട്രെയിനിന് രോഗമുണ്ടാകാനുള്ള കഴിവില്ല. ഇനി അപ്പോൾ എസ് സ്ട്രെയിൻ കുത്തിവെച്ചത് മരിച്ചു, ആർ സ്ട്രെയിൻ കുത്തിവെച്ചത് മരിച്ചില്ല. അതാണ് ഇവിടെ ഡയഗ്രമാറ്റിക് ആയിട്ട് വരച്ച് കാണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ഇത് എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ എസ് സ്ട്രെയിൻ ഹീറ്റ് കിൽഡിനെ കുത്തിവെച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാക്ടീരിയ എടുത്തു. എസ് സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ചുറ്റും എന്തുണ്ട് മക്കളെ? ഒരു മ്യൂക്കസ് കോട്ടിംഗ് ഇല്ലേ? ഇതിനെ എടുത്ത് ഹീറ്റ് ചെയ്തു. ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ചുറ്റുമുള്ള എന്ത് നഷ്ടപ്പെടും? ഈ മ്യൂക്കസ് കോട്ടിംഗ് അങ്ങ് അലിഞ്ഞു പോകും. ഇതാ ഇങ്ങനെ മ്യൂക്കസ് കോട്ടിംഗ് അങ്ങ് അലിഞ്ഞു പോകും. ഇതിനെ ചൂടാക്കി കഴിഞ്ഞാൽ, ഹീറ്റ് കില്ല് ചെയ്ത് കഴിഞ്ഞാൽ. ഇനി പിന്നെ അതിൻ്റെ അകത്തിരിക്കുന്ന ആ ക്യാപ്സ്യൂൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് കുത്തിവെച്ച് കഴിഞ്ഞാൽ മൈസ് മരിക്കുമോ? ഇല്ല. കാരണം എന്താ? മൈസിൻ്റെ WBC പെട്ടെന്ന് തന്നെ അവനെ റെക്കഗ്നൈസ് ചെയ്യും, ആ എസ് ടൈപ്പിനെ കൊന്നു കളയും. കാര്യം എസ് ടൈപ്പിൻ്റെ ചുറ്റും മ്യൂക്കസ് ഇരുന്നാൽ മാത്രമേ അതിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അല്ലേ. അപ്പം മൈസ് ലീവ് ചെയ്തു. ഇനി ഇദ്ദേഹം രണ്ടാമത് ചെയ്ത ഒരു കാര്യമാണ്. ഒരു ടെസ്റ്റ് ട്യൂബിനകത്ത് ഇദ്ദേഹം എന്ത് ചെയ്തു എന്നറിയാമോ? എസ് ട്രെയിനിനെ എടുത്തു. ഹീറ്റ് കിൽഡ് ആയിട്ടുള്ള എസ് ട്രെയിനിനെ എടുത്തു. അതായത് എന്തില്ലാത്ത, ഈ പറയുന്ന മ്യൂക്കസ് കോട്ടിംഗ് ഇല്ലാത്ത ഒരു എസ് സ്ട്രെയിനിനെ എടുത്തു. അതേപോലെ തന്നെ ഒരു നോർമൽ ആർ സ്ട്രെയിനിനെ എടുത്തു.
ഒരു നോർമൽ ആർ സ്ട്രെയിനിനെ എടുത്തു, എന്നിട്ട് മൈസിൽ കുത്തിവെച്ചു. പക്ഷേ മൈസ് മരിച്ചു. എന്താണ് കാരണം? ഹീറ്റ് കിൽഡ് എസ് ടൈപ്പ് അല്ലായിരുന്നു അദ്ദേഹം എടുത്തത്, മ്യൂക്കസ് ഇല്ലല്ലോ. ആർ ടൈപ്പ് അല്ലായിരുന്നു അദ്ദേഹം പിന്നീട് എടുത്തത്, ആർ ടൈപ്പിന് ഓൾറെഡി രോഗമുണ്ടാക്കാനുള്ള കഴിവില്ലല്ലോ. പക്ഷേ ഈ എസ് ടൈപ്പിൽ നിന്ന് എന്തോ ഒരു മെറ്റീരിയൽ ഈ ആർ ടൈപ്പിലേക്ക് വന്നു. അതായത് രണ്ട് ബാക്ടീരിയകൾ ഒരേ മീഡിയത്തിൽ കിടക്കുകയാണെങ്കിൽ അതിലൊരു ബാക്ടീരിയയ്ക്ക് അതിൻ്റെ ബോഡിയിലിരിക്കുന്ന ജനറ്റിക് മെറ്റീരിയൽ മറ്റൊന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഈ ഫിനോമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബാക്ടീരിയൽ ട്രാൻസ്ഫർമേഷൻ. എന്ത് വിളിക്കും ഈ ഫിനോമിനെ? ബാക്ടീരിയൽ ട്രാൻസ്ഫർമേഷൻ. ഒരേ ന്യൂട്രിയൻ്റ് സൊല്യൂഷനിൽ കിടക്കുന്ന രണ്ട് ബാക്ടീരിയകൾക്ക് ഒന്നിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ മറ്റൊന്നിന്, ഒരു കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ അവയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ മറ്റൊന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഈ ഫിനോമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ബാക്ടീരിയൽ ട്രാൻസ്ഫർമേഷൻ എന്ന് വിളിക്കും. ബാക്ടീരിയൽ ട്രാൻസ്ഫർമേഷൻ. അപ്പോൾ ഇവിടെ എന്ത് നടന്നു? ഇവിടെ അദ്ദേഹം ഒന്നിട്ടത് എന്താണ്? ഹീറ്റ് കിൽഡ് എസ് ടൈപ്പാണ്, ഹീറ്റ് കിൽഡ് എസ് ടൈപ്പ്. മറ്റൊന്നിട്ടത് എന്താണ്? ആർ ടൈപ്പാണ്. അപ്പോൾ ഈ ഹീറ്റ് കിൽഡ് എസ് ടൈപ്പിൻ്റെ ചുറ്റും ഒരു മ്യൂക്കസ് കോട്ടിംഗ് ഉണ്ടായിരുന്നു, പക്ഷേ ഹീറ്റ് കില്ല് ചെയ്തപ്പോൾ അത് പോയി അല്ലേ? എസ് ടൈപ്പിൻ്റെ ചുറ്റും ഒരു മ്യൂക്കസ് കോട്ടിംഗ് ഉണ്ടായിരുന്നു, പക്ഷേ അത് ഹീറ്റ് കില്ല് ചെയ്തപ്പോൾ പോയി. പക്ഷേ അതിൻ്റെ DNA മരിച്ചിട്ടുണ്ടോ? അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ജനറ്റിക് മെറ്റീരിയൽ മരിച്ചിട്ടുണ്ടോ? ഇല്ല. ആർ ടൈപ്പ് ആണെങ്കിൽ ലൈവാണ്, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഈ എസ് ടൈപ്പ് എന്ത് ചെയ്തു? ഇതിൻ്റെ DNA എടുത്ത് എങ്ങോട്ടങ്ങ് കൊടുത്തു? ഈ ആർ ടൈപ്പിന് അങ്ങ് കൊടുത്തു. ഈ എസ് ടൈപ്പ് ബാക്ടീരിയ അതിൻ്റെ DNA എടുത്ത് ആർ ടൈപ്പിന് അങ്ങ് കൊടുത്തു. അപ്പോൾ ആർ ടൈപ്പ് ആ DNA വാങ്ങിയതോടുകൂടി ആർ ടൈപ്പിൻ്റെ ചുറ്റും ഇനി എന്ത് ഡെവലപ്പ് ചെയ്ത് വരാൻ തുടങ്ങും? ആ DNAയുടെ എക്സ്പ്രഷൻ വഴി ചുറ്റും ഒരു മ്യൂക്കസ് കോട്ടിംഗ് ഡെവലപ്പ് ചെയ്ത് വരാൻ തുടങ്ങും. അപ്പോൾ ഇതെന്തായി മാറിയിട്ടുണ്ടാവും? ഈ ആർ ടൈപ്പ് ബാക്ടീരിയ ഇപ്പോൾ എന്തായി മാറിയിട്ടുണ്ടാവും? സ്മൂത്ത് ടൈപ്പ് ആയി മാറിയിട്ടുണ്ടാവും, എസ് ടൈപ്പായി മാറിയിട്ടുണ്ടാവും. ഇതാണ് ഇദ്ദേഹം എടുത്ത് കുത്തിവെച്ചത്. കുത്തിവെച്ചപ്പോൾ എന്ത് സംഭവിച്ചു? മൈസ് മരിച്ചുപോയി. കാരണം എന്താ? അവിടെ ഒരു എസ് ടൈപ്പ് ഉണ്ടായി. എങ്ങനെ? ബാക്ടീരിയൽ ട്രാൻസ്ഫർമേഷൻ വഴി. ഇപ്പോൾ ഈ ബാക്ടീരിയൽ ട്രാൻസ്ഫർമേഷൻ നടന്നപ്പോൾ എന്തോ ഒരു സാധനം ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടില്ലേ? പെട്ടു. അത് DNA ആണെന്നൊന്നും അദ്ദേഹത്തിന് അറിയത്തില്ല. ഇന്ന് നമുക്കറിയാം അത് ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള DNA ആണ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. ഒരു ബാക്ടീരിയ ഒരേ മീഡിയത്തിൽ കിടക്കുകയാണെങ്കിൽ, രണ്ട് ബാക്ടീരിയകൾ ഒരേ മീഡിയത്തിൽ കിടക്കുകയാണെങ്കിൽ ഒരു ബാക്ടീരിയ അതിൻ്റെ ജനറ്റിക് മെറ്റീരിയലായ DNA ആണ് മറ്റൊന്നിന് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇന്ന് നമുക്കത് അറിയാം, പക്ഷെ പണ്ട് നമുക്കത് എന്ത് ചെയ്യില്ലായിരുന്നു? അറിയില്ലായിരുന്നു. അദ്ദേഹം അന്ന് അതിനെ വിളിച്ച പേരാണ് എന്താണോ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടത്. ഈ എസ് ടൈപ്പ്, ഈ ആർ ടൈപ്പ് ബാക്ടീരിയയെ എസ് ആക്കി മാറ്റാൻ വേണ്ടി എസ്സിൽ നിന്ന് എന്താണോ ഇങ്ങോട്ടേക്ക് വന്നത് അതിനെ അന്ന് അദ്ദേഹം വിളിച്ച പേരാണ് ട്രാൻസ്ഫർമേഷൻ പ്രിൻസിപ്പിൾ എന്നാണ് വിളിച്ചത്. ട്രാൻസ്ഫർമേഷൻ പ്രിൻസിപ്പിൾ. അതിനെ അന്ന് ഗ്രിഫിത്ത് വിളിച്ച പേരാണ് മക്കളെ ട്രാൻസ്ഫർമേഷൻ പ്രിൻസിപ്പിൾ. ട്രാൻസ്ഫർമേഷൻ പ്രിൻസിപ്പിൾ. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. അതിൽ നിന്ന് അദ്ദേഹം ഒരു കൺക്ലൂഷനിൽ എത്തിച്ചേർന്നു. നോക്കിയേ, ദ ആർ സ്ട്രെയിൻ ബാക്ടീരിയ അണ്ടർവെന്റ് ട്രാൻസ്ഫർമേഷൻ ഇൻഫ്ലുവൻസ്ഡ് ബൈ ഹീറ്റ് കിൽഡ് എസ് സ്ട്രെയിൻ ബാക്ടീരിയ. അപ്പോൾ ആർ സ്ട്രെയിൻ ബാക്ടീരിയ എന്തുകൊണ്ടാണ് എസ് സ്ട്രെയിനായി മാറിയത്? ആർ സ്ട്രെയിൻ ബാക്ടീരിയ അണ്ടർവെന്റ് ട്രാൻസ്ഫർമേഷൻ. ആർ സ്ട്രെയിൻ ബാക്ടീരിയയ്ക്ക് ട്രാൻസ്ഫർമേഷൻ നടന്നു. എന്ത് കാരണം? ആരുടെ ഇൻഫ്ലുവൻസ് കാരണം? ഹീറ്റ് കിൽഡ് ആയിട്ടുള്ള എസ് സ്ട്രെയിൻ ബാക്ടീരിയയുടെ ഇൻഫ്ലുവൻസ് കാരണം. ദ ഹീറ്റ് കിൽഡ് എസ് സ്ട്രെയിൻ ട്രാൻസ്ഫേർഡ് എ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ. നോക്കൂ മക്കളെ, ഈ ഹീറ്റ് കിൽഡ് എസ് സ്ട്രെയിൻ എന്ത് ചെയ്തു? ആർ സ്ട്രെയിനിൻ്റെ ഉള്ളിലേക്ക് ഒരു ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിളിനെ ട്രാൻസ്ഫർ ചെയ്തു. ഏതോ ഒരു പ്രിൻസിപ്പിൾ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ. അതിനെ ട്രാൻസ്ഫർ ചെയ്തു. ദിസ് പ്രിൻസിപ്പിൾ അലൗഡ്, ഇതൊരു പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ നിയമമൊന്നും അല്ല കേട്ടോ, അത് ആ മെറ്റീരിയലിന് കൊടുത്ത പേരാണ് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ. ഈ പ്രിൻസിപ്പിൾ എന്ത് ചെയ്തു? അലൗഡ് എസ് സ്ട്രെയിൻ ടു സിന്തസൈസ് എ സ്മൂത്ത് പോളിസാക്കറൈഡ് കോട്ട് ആൻഡ് ബിക്കം വിറുലൻറ്റ്. ഈ ചെന്ന പ്രിൻസിപ്പിൾ, ഈ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ ആർ സ്ട്രെയിനിനെ കൊണ്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യിപ്പിച്ചു? മ്യൂക്കസ് കവറിങ്, ഒരു പോളിസാക്കറൈഡ് കോട്ട് അല്ലെങ്കിൽ മ്യൂക്കസ് കവറിങ് പ്രൊഡ്യൂസ് ചെയ്യിപ്പിച്ചു. ആർ സ്ട്രെയിൻ എന്തായി മാറി? വിറുലൻ്റായി മാറി. ഇതാണ് നമ്മൾ കണ്ടത് നേരത്തെ. ഓക്കെ, അപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായി ഈ സെല്ലിൻ്റെ ഉള്ളിൽ ഏതോ ഒരു സാധനമുണ്ട്. അതിനെ അദ്ദേഹം വിളിച്ച പേരാണ് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ. ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നൊരു സാധനം ഇതിൻ്റെ ഉള്ളിലുണ്ട്. അത് ഒരു ബാക്ടീരിയയിൽ നിന്ന് വേറൊരു ബാക്ടീരിയയിലേക്ക് വരുന്നത് വഴി ആ ബാക്ടീരിയയുടെ സ്വഭാവത്തിൽ ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന ഒരു ഫാക്ടർ സെല്ലിനകത്തുണ്ട്. അതിനെ അദ്ദേഹം കൊടുത്ത പേര് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ. അതെന്താണെന്ന് ഇതുവരെ അദ്ദേഹം ഐഡൻറ്റിഫൈ ചെയ്തില്ല. DNA ആണോ അതോ വേറെ ഏതെങ്കിലും മോളിക്യൂളാണോ പ്രോട്ടീനാണോ എന്നൊന്നും അദ്ദേഹം ഐഡൻറ്റിഫൈ ചെയ്തില്ല. ഇത് ഐഡൻറ്റിഫൈ ചെയ്ത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദ ബയോകെമിക്കൽ ക്യാരക്ടറൈസേഷൻ ചെയ്ത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത രണ്ട് സയൻറ്റിസ്റ്റുകളാണ്. അവരെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നു. നോക്കിയ ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ദ ട്രാൻസ്ഫർമേഷൻ എക്സ്പെരിമെൻറ്റ് പെർഫോംഡ് ബൈ ഫ്രെഡറിക് ഗ്രിഫിത്ത് വിത്ത് ബാക്ടീരിയ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ.
സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ഉപയോഗിച്ച് ഫ്രെഡറിക് ഗ്രിഫിത്ത് ചെയ്ത എക്സ്പെരിമെൻ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഈസി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തൂടെ നിങ്ങളെ കൊണ്ട്? ഒന്ന് പറഞ്ഞേ എന്താണ്? ആദ്യം നമ്മൾ എഴുതണം എക്സ്പെരിമെൻ്റൽ മെറ്റീരിയൽസ് എന്തൊക്കെയാണ്? സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ആൻഡ് ആൽബിനോമൈസ്. രണ്ട് കാര്യങ്ങളാണ് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്ന് പറയുന്ന ബാക്ടീരിയ, ആൽബിനോമൈസും. സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ആർ ഓഫ് 2 types, R strain and S strain. S strain is virulent and cause disease. R strain is non-virulent and does not cause any disease. The S strain have an additional mucus covering around the cell. ഇനി എന്തൊക്കെയാണ് നടന്നതെന്ന് നിങ്ങൾക്കറിയാം. ഒരു മൈസിനകത്ത് അതേ ആർ സ്ട്രെയിനെ കുത്തിവെച്ച് നോക്കി, എസ് സ്ട്രെയിനെ കുത്തിവെച്ച് നോക്കി, പിന്നെ ഹീറ്റ് കിൽഡ് എസ് സ്ട്രെയിനെ കുത്തിവെച്ച് നോക്കി. അതിനുശേഷം എന്ത് ചെയ്തു? ഹീറ്റ് കിൽഡ് എസ് സ്ട്രെയിനെയും ആർ സ്ട്രെയിനെയും കൂടെ മിക്സ് ചെയ്ത് കുത്തിവെച്ച് നോക്കി. അങ്ങനെ മിക്സ് ചെയ്ത് കുത്തിവെച്ച് നോക്കിയപ്പോൾ എന്താ സംഭവിച്ചത്? എസ് സ്ട്രെയിനിൻ്റെ ബോഡിയിൽ നിന്നും ഏതോ ചില മെറ്റീരിയലുകൾ ബാക്ടീരിയൽ ട്രാൻസ്ഫോർമേഷൻ വഴി ആരുടെ ബോഡിയിൽ എത്തിച്ചേർന്നു? ആർ സ്ട്രെയിനിൻ്റെ ബോഡിയിലേക്ക് എത്തിച്ചേർന്നു. അത് ആ ആർ സ്ട്രെയിനെ എന്താക്കി മാറ്റി? എസ് സ്ട്രെയിൻ ആക്കി മാറ്റി. ആ വന്നത് എന്താണോ അതിനെ അന്ന് ഗ്രിഫിത്ത് വിളിച്ച പേരാണ് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ. ഇത്രയും കാര്യങ്ങളൊക്കെയാണോ മക്കളെ? ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ചെയ്ത എക്സ്പെരിമെൻ്റ് ആണ് നോക്കൂ, ബയോകെമിക്കൽ ക്യാരക്ടറൈസേഷൻ ഓഫ് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ. ഇതുവരെ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്നൊന്നും നമുക്കറിയത്തില്ല, ഏത് മോളിക്യൂൾ ആണെന്നൊന്നും നമുക്കറിയത്തില്ല. ആ മോളിക്യൂൾ ഏതാണെന്ന് കൃത്യമായി കണ്ടുപിടിച്ചു. കെമിസ്ട്രി കണ്ടുപിടിച്ചു. ആ മോളിക്യൂൾ കൃത്യമായി ഏതാണെന്ന് കെമിക്കലി ഐഡൻറ്റിഫൈ ചെയ്തു. എങ്ങനെ? ഏവരി, മക്ലിയോഡ് ആൻഡ് മക്കാർത്തെ ഇൻ 1933 to 1944. 1933-44 കാലഘട്ടത്തിൽ ഏവരി എന്നും മക്ലിയോഡ് എന്നും മക്കാർത്തെ എന്നും പറയുന്ന 3 സയൻറ്റിസ്റ്റുകൾ ചില എക്സ്പെരിമെൻറ്റുകൾ നടത്തി. എയിംഡ് ടു ഐഡൻറ്റിഫൈ ദ നേച്ചർ ഓഫ് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ ഇൻ ഗ്രിഫിത്ത് എക്സ്പെരിമെൻറ്റ്. ഗ്രിഫിത്ത് ചെയ്ത എക്സ്പെരിമെൻറ്റിൽ കണ്ട ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി അവർ ശ്രമം ആരംഭിച്ചു. ദേ ഐസൊലേറ്റഡ് ബയോകെമിക്കൽസ്, പ്രോട്ടീൻസ്, DNA, RNA എക്സെട്ര ഫ്രം ഹീറ്റ് കിൽഡ് എസ് സെൽ. അവർ ആ നേരത്തെ എടുത്ത ഹീറ്റ് കിൽഡ് എസ് സ്ട്രെയിനിൽ നിന്ന് കുറേ സാധനങ്ങൾ ഐസൊലേറ്റ് ചെയ്തു. പ്രോട്ടീൻസ് ഐസൊലേറ്റ് ചെയ്തു, DNA ഐസൊലേറ്റ് ചെയ്തു, RNA ഐസൊലേറ്റ് ചെയ്തു. ടെസ്റ്റഡ് ദീസ് സബ്സ്റ്റൻസ് ടു സീ വിച്ച് കുഡ് ട്രാൻസ്ഫോം R cells into S cells. അവരെന്ത് ചെയ്തു? ഇതിൽ ഓരോന്നും ആറിനോടൊപ്പം ആഡ് ചെയ്ത് നോക്കി. ഇതാണ്ട് ഒരു ടെസ്റ്റ് ട്യൂബ് എടുത്തിട്ട് അവരിതേ ആർ സ്ട്രെയിൻ ബാക്ടീരിയ എടുത്തു, എന്നിട്ട് അതിനകത്തേക്ക് പ്രോട്ടീൻ ആഡ് ചെയ്ത് കൊടുത്തു. ആരുടെ? എസ് സ്ട്രെയിൻ്റെ പ്രോട്ടീൻ. അപ്പോൾ ഇത് ട്രാൻസ്ഫോം ചെയ്ത് എസ് ആവുന്നുണ്ടോ എന്ന് നോക്കി. അടുത്ത ടെസ്റ്റ് ട്യൂബ് എടുത്തു, അതിനകത്ത് ഇതുപോലൊരു ബാക്ടീരിയ എടുത്തു, പക്ഷേ അതിനകത്ത് അവർ ആഡ് ചെയ്ത് കൊടുത്തത് DNA ആണ്. അടുത്തതെടുത്തു, അടുത്തതിനകത്ത് അവർ ആഡ് ചെയ്ത് കൊടുത്തത് RNA ആണ്. ഏതിനായിരിക്കും ട്രാൻസ്ഫോർമേഷൻ നടന്നിട്ടുണ്ടാവുക? ഈ നടുക്കിരിക്കുന്നത് ഇതിനായിരിക്കും ട്രാൻസ്ഫോർമേഷൻ നടന്നിട്ടുണ്ടാവുക. കാര്യം DNA ആണ് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ. ടെസ്റ്റഡ് ദി സബ്സ്റ്റൻസ് ടു സീ വിച്ച് കുഡ് ട്രാൻസ്ഫോം R cells into S cells. അതായത് ആർ സെല്ലിനെ എസ് സെല്ലാക്കി മാറ്റുന്നത് പ്രോട്ടീൻ ആണോ, DNA ആണോ, RNA ആണോ എന്ന് അവർ കൃത്യമായി തിരിച്ചറിയാൻ വേണ്ട എക്സ്പെരിമെൻറ്റുകൾ ചെയ്ത് നോക്കി. ഇന്ന് നോക്കിയേ, ഡിസ്കവേർഡ് ദാറ്റ് അവർ കണ്ടുപിടിച്ചു DNA എലോൺ ഫ്രം എസ് ബാക്ടീരിയ കോസ്ഡ് ആർ ബാക്ടീരിയ ടു അണ്ടർഗോ ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, DNA ആണ് എന്ന് മനസ്സിലായി. പ്രോട്ടീൻസ് ഡൈജസ്റ്റിംഗ് എൻസൈം പ്രോട്ടിയേസ്, RNA ഡൈജസ്റ്റിംഗ് എൻസൈം RNAs ഹാഡ് നോ ഇമ്പാക്റ്റ് ഓൺ ട്രാൻസ്ഫോർമേഷൻ. അവർ പിന്നീട് ചെയ്ത് നോക്കിയത് എന്താണെന്നറിയാമോ? ഈ ആർ ടൈപ്പ് ബാക്ടീരിയ എടുത്തിട്ട് അതിൻ്റെ കൂടെ എസ് ടൈപ്പ്, ഹീറ്റ് കിൽഡ് എസ് ടൈപ്പിനെ ആഡ് ചെയ്തിട്ട് ഇതിൽ ഓരോന്നും ആഡ് ചെയ്ത് നോക്കി. പ്രോട്ടിയേസ് ആഡ് ചെയ്ത് നോക്കി. പ്രോട്ടിയേസ് ആഡ് ചെയ്ത് നോക്കുമ്പോൾ എന്തോ സംഭവിക്കുന്നത്? പ്രോട്ടീൻ, എന്തെങ്കിലും പ്രോട്ടീൻസ് ഉണ്ടെങ്കിൽ അലിഞ്ഞു പോകും. ബാക്കി അത് RNA DNA മാത്രമേ കാണൂ. ഇനി RNA ഡൈജസ്റ്റിംഗ് എൻസൈം RNAs ആഡ് ചെയ്ത് നോക്കി. അപ്പോൾ എന്ത് ചെയ്യും? RNAകളെല്ലാം അലിഞ്ഞു പോകും. ബാക്കി അതിനകത്ത് DNA പ്രോട്ടീനോ ഉണ്ടെങ്കിലേ ട്രാൻസ്ഫോർമേഷൻ നടക്കുകയുള്ളൂ. ഇനി അതേപോലെ അവസാനം DNAs യൂസ് ചെയ്ത് നോക്കി, പക്ഷേ അത് DNA ഡൈജസ്റ്റ് ചെയ്യും, പിന്നെ ട്രാൻസ്ഫോർമേഷൻ നടക്കുമോ? നടക്കത്തില്ല. അപ്പോൾ അവർക്ക് കൃത്യമായി മനസ്സിലായി. ഈ രണ്ട് എക്സ്പെരിമെൻറ്റുകൾ അവർ ചെയ്ത് നോക്കിയതിലൂടെ അവർക്ക് മനസ്സിലായി DNA തന്നെയാണ് ജനറ്റിക് മെറ്റീരിയൽ. ഇൻഹിബിറ്റഡ് ട്രാൻസ്ഫോർമേഷൻ സജസ്റ്റിംഗ് DNA ആസ് ദ കോസേറ്റീവ് ഏജൻറ്റ്. ട്രാൻസ്ഫോർമേഷന് കാരണം ആർ ടൈപ്പ് എസ് ടൈപ്പായി മാറാൻ കാരണം DNA ആണെന്ന് അവർക്ക് മനസ്സിലായി. ഇനി നോക്കിയേ, കൺക്ലൂഡഡ് ദാറ്റ് DNA ഈസ് ദ ഹെറിഡിറ്ററി മെറ്റീരിയൽ. അവർ കൺക്ലൂഡ് ചെയ്തു എങ്ങനെ? DNA തന്നെയാണ് ഹെറിഡിറ്ററി മെറ്റീരിയൽ എന്ന്. ഓക്കെ, ഇതാണ് ആരുടെ എക്സ്പെരിമെൻറ്റ്? ഏവരിയുടെയും മക്കാർത്തയുടെയും മക്ലിയോഡിൻ്റെ എക്സ്പെരിമെൻറ്റ്. എന്ത് കണ്ടുപിടിക്കാനായിരുന്നു? ഫോർ ദ ബയോകെമിക്കൽ ക്യാരക്ടറൈസേഷൻ ഓഫ് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ. ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിളിൻ്റെ ബയോകെമിക്കൽ ക്യാരക്ടറൈസേഷൻ ചെയ്യാനായിരുന്നു. ഓക്കെ, നോക്കൂ, ബയോകെമിക്കൽ ക്യാരക്ടറൈസേഷൻ കൊണ്ടും അവസാനിക്കുന്നില്ല എക്സ്പെരിമെൻറ്റുകൾ. DNA തന്നെയാണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി വീണ്ടും ഒരു എക്സ്പെരിമെൻറ്റ് നടന്നു. നമുക്ക് വളരെ ചുരുക്കി ആ കാര്യം പറഞ്ഞാൽ മതി. ഓക്കെ, ഇതേ നോക്കൂ, ആൽഫ്രഡ് ഹെർഷേ ആൻഡ് മാർത്ത ചേസ്, രണ്ടുപേര്
ഇൻ 1952 1952 DNA തന്നെയാണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് റേഡിയോ ഐസോടോപ്പിക് ടെക്നിക്ക് ഉപയോഗിച്ച് എന്തുപയോഗിച്ച് റേഡിയോ ഐസോടോപ്പിക് ടെക്നിക്ക് ഉപയോഗിച്ച് അപ്പോൾ DNA തന്നെയാണ് ജനറ്റിക് മെറ്റീരിയൽ എന്നവർ തെളിയിച്ചു. ഓക്കെ, ദ അൺഇക്വോക്കൽ പ്രൂഫ് എന്ന് വെച്ചാൽ അൺക്വസ്റ്റ്യനബിൾ proof that DNA is genetic material came from the experiments of Alfred Hershey and Martha Chase. They worked with viruses that infect bacteria called bacteriophages. എന്തായിരുന്നു അവരുടെ എക്സ്പെരിമെൻ്റൽ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ടീരിയോഫേജുകളായിരുന്നു അവരുടെ എക്സ്പെരിമെൻ്റൽ മെറ്റീരിയൽ. നോക്ക് മക്കളെ, അവർ ഇത്രേ ചെയ്തോളൂ. അപ്പോൾ അവർ 2 ബാക്ടീരിയകളെയും 2 ബാക്ടീരിയോഫേജുകളെയും എടുത്തു, ഇത്രേ ചെയ്തോളൂ. ഈ ബാക്ടീരിയോഫേജുകളുടെ ഒരു സ്വഭാവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ബാക്ടീരിയോഫേജുകൾ ഒരു ബാക്ടീരിയയെ ഇൻഫെക്റ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഒരു ബാക്ടീരിയയുടെ ദേഹത്തായിട്ട് ഒരു ബാക്ടീരിയോഫേജ് വന്ന് അറ്റാച്ച് ചെയ്തതിന് ശേഷം ഈ ബാക്ടീരിയോഫേജിൻ്റെ ബോഡിയിൽ നിന്നും അതിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ, ഇന്ന് നമുക്കറിയാം അതിൻ്റെ DNA ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, പണ്ട് അറിയത്തില്ലല്ലോ അത് DNA ആണെന്ന്. അപ്പോൾ ഈ ജനറ്റിക് മെറ്റീരിയൽ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ജനറ്റിക് മെറ്റീരിയൽ 2 എണ്ണം ആവാൻ ചാൻസ് ഉണ്ട്. ഒരു വൈറസിനെ സംബന്ധിച്ച് അതിനൊരു പ്രോട്ടീൻ കോട്ടും ഉണ്ട്, ഒരു DNA. ഈ ബാക്ടീരിയോഫേജുകൾ എന്ന് പറഞ്ഞാൽ DNA വൈറസുകളാണ്. അപ്പോൾ ഒരു DNAയും ഉണ്ട്. അപ്പോൾ അതിൽ DNA ആണോ പ്രോട്ടീൻ ആണോ ഈ ട്രാൻസ്ഫർ ചെയ്യുന്നത്, അതല്ലേ പിന്നീട് ഈ സെല്ലിനെ നശിപ്പിക്കുന്നത്. ആ സെല്ലിനെ കൊണ്ട് ഈ ബാക്ടീരിയയുടെ അല്ലെങ്കിൽ ബാക്ടീരിയോഫേജിൻ്റെ പ്രോട്ടീൻ നിർമ്മിപ്പിച്ച് ആ സെല്ലിനെ നശിപ്പിച്ച് കളയും. ഇതാണ് ഇതിൻ്റെ ഒരു മെക്കാനിസം ഓഫ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ DNA ആണോ പ്രോട്ടീൻ ആണോ ജനറ്റിക് മെറ്റീരിയൽ, ഏറ്റവും വലിയൊരു തർക്കം അതായിരുന്നു. അവരെന്ത് ചെയ്തു എന്നറിയാമോ, ഈ പ്രോട്ടീനിനെ S35 എന്ന് പറയുന്ന ഒരു റേഡിയോ ആക്റ്റീവ് സൾഫർ കൊണ്ട് എന്ത് ചെയ്തു, ലേബൽ ചെയ്തു. അപ്പോൾ ബാക്ടീരിയോഫേജിൻ്റെ പ്രോട്ടീനെ അവരെന്ത് ചെയ്തു, ആ ബാക്ടീരിയോഫേജിനെ വളർത്തിയ കൾച്ചർ പ്ലേറ്റിനകത്ത് അവരെന്തായിരുന്നു നിറച്ചു കൊടുത്തത്, ആ S35 എന്ന് പറയുന്ന റേഡിയോ ആക്റ്റീവ് സൾഫർ ആയിരുന്നു. നിങ്ങൾക്കറിയാം സൾഫർ എല്ലായ്പ്പോഴും ആരോട് പോയി ബൈൻഡ് ചെയ്യും, പ്രോട്ടീനുമായി ബൈൻഡ് ചെയ്യും, കാരണം അവിടെ ഡൈസൾഫൈഡ് ബോണ്ട് ഉണ്ട്. എന്നാൽ ഇതേ സൾഫർ DNAയുമായി ബൈൻഡ് ചെയ്തില്ല, കാരണം അവിടെ സൾഫർ എന്ന് പറയുന്ന ഒരു എലമെൻറ്റേ ഇല്ല. എന്നാൽ അവർ DNAയിൽ എന്ത് യൂസ് ചെയ്യുന്ന പറയുമ്പോൾ P32 എന്ന് പറയുന്ന റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് യൂസ് ചെയ്തു. അപ്പോൾ ഇത് രണ്ടും ഒന്ന് ഓർത്തിരിക്കണം, ചിലപ്പോൾ എക്സാമിൽ ചോദിക്കും. ഹെർഷേ ആൻഡ് ചേസ് എക്സ്പെരിമെൻറ്റിൽ ആൽഫ്രഡ് ഹെർഷയും മാർത്ത ചേസും കൂടെ ചെയ്ത എക്സ്പെരിമെൻറ്റിൽ അവർ യൂസ് ചെയ്ത റേഡിയോ ഐസോട്ടോപ്പുകൾ ഏതൊക്കെയായിരുന്നു, S35 അതേപോലെ തന്നെ P32. ഈ P32 ഫോസ്ഫറസ് അവർ ആരെ ലേബൽ ചെയ്തു, DNA ലേബൽ ചെയ്തു. കാരണം DNAയിൽ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പില്ലേ, അവിടെ അവർ ഫോസ്ഫറസ് കൊണ്ട് ലേബൽ ചെയ്തു. അതിനുശേഷം ഇവർ ഈ ബാക്ടീരിയകളെ രണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള മീഡിയത്തിൽ 2 ബാക്ടീരിയോഫേജുകളെ അവർ ആരെ ഇൻഫെക്റ്റ് ചെയ്യാൻ വിട്ടു, ബാക്ടീരിയകളെ ഇൻഫെക്റ്റ് ചെയ്യാൻ വേണ്ടി വിട്ടു. അപ്പോൾ പ്രോട്ടീൻ ആയിരുന്നു ട്രാൻസ്ഫർ ചെയ്തതെങ്കിൽ, ബാക്ടീരിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതെങ്കിൽ ആ ബാക്ടീരിയ അവിടെ നിന്ന് റേഡിയോ ആക്ടിവിറ്റി കാണിക്കത്തില്ലായിരുന്നോ, കാണിക്കും. എന്നാൽ ഈ S35 കൊണ്ട് ഇവർ ബൈൻഡ് ചെയ്ത അല്ലെങ്കിൽ ലേബൽ ചെയ്ത ബാക്ടീരിയോഫേജ് പോയി അറ്റാക്ക് ചെയ്ത ബാക്ടീരിയയ്ക്ക് ഒരു ചേഞ്ചും അവർക്ക് കാണാൻ കഴിഞ്ഞില്ല, നോ റേഡിയോ ആക്ടിവിറ്റി. അതിനർത്ഥം എന്താ, പ്രോട്ടീൻ അല്ല ബാക്ടീരിയയിലേക്ക് പോയത്, മറ്റെന്തോ ആണ്. തൊട്ടപ്പുറത്ത് കൾച്ചർ ട്യൂബിൽ അവരെന്തോ ചെയ്തത്, DNA അല്ലായിരുന്നു അവർ ഈ പറയുന്ന P32 എന്ന് പറയുന്ന ഒരു ഫോസ്ഫറസ് ഉപയോഗിച്ച് റേഡിയോ ഐസോട്ടോപ്പ് ചെയ്ത് റേഡിയോ ലേബൽ ചെയ്തത് ആണ്. അപ്പോൾ ഈ ബാക്ടീരിയോഫേജ് പോയി ഈ ബാക്ടീരിയ അറ്റാക്ക് ചെയ്തപ്പോൾ ഈ ബാക്ടീരിയ എന്ത് കാണിച്ചു, റേഡിയോ ആക്ടിവിറ്റി കാണിച്ചു. എന്ന് പറയുമ്പോൾ എന്തോ അതിൻ്റെ അർത്ഥം, റേഡിയോ ആക്ടിവിറ്റി നേരത്തെ ആർക്കേ ഉള്ളായിരുന്നു, ബാക്ടീരിയോഫേജിന് മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പോൾ ബാക്ടീരിയ റേഡിയോ ആക്ടിവിറ്റി കാണിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, ബാക്ടീരിയോഫേജിൻ്റെ ബോഡിയിൽ നിന്നും ഏതോ ഒരു സാധനം, റേഡിയോ ആക്ടിവിറ്റി ഉള്ള ഏതോ ഒരു സാധനം ബാക്ടീരിയയുടെ ബോഡിയിലേക്ക് വന്നു. എന്താണ് വന്നത്, എന്തിനെയായിരുന്നു ഈ കൾച്ചർ ട്യൂബിനകത്ത് എന്തിനെയായിരുന്നു അവർ റേഡിയോ ആക്റ്റീവ് ആക്കിയത്, DNA ആയിരുന്നു, കാര്യം ഫോസ്ഫറസ് ആയിരുന്നു അവിടെ ഉപയോഗിച്ചത്. അപ്പം നമുക്ക് മനസ്സിലായി ബാക്ടീരിയോഫേജുകളുടെ ബോഡിയിൽ നിന്നും ബാക്ടീരിയയിലേക്ക് എത്തിച്ചേരുന്ന ആരാണ്, DNA ആണ്. അപ്പോൾ DNA തന്നെയാണ് ജനറ്റിക് മെറ്റീരിയൽ, കാരണം ഈ ബാക്ടീരിയയുടെ മുഴുവൻ സ്വഭാവത്തെയും പിന്നീട് കൺട്രോൾ ചെയ്യുന്ന DNA അല്ലേ. അപ്പോൾ ക്യാരക്ടർ കൺട്രോളിങ് ഫാക്ടർ എന്ന് പറയുന്നത് ആരാണെന്ന് മനസ്സിലായി, DNA ആണെന്ന് മനസ്സിലായി. ആരുടെ എക്സ്പെരിമെൻറ്റിലൂടെ, ഹെർഷേയുടെയും ചേസിൻ്റെ എക്സ്പെരിമെൻറ്റിലൂടെ നമ്മൾ അൺക്വസ്റ്റ്യനബിൾ ആയിട്ട് പ്രൂവ് ചെയ്തു. അപ്പോൾ ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, സർ വളരെ ചുരുക്കി മാത്രമേ എക്സ്പെരിമെൻറ്റ് പറഞ്ഞിട്ടുള്ളൂ, ഇതിൻ്റെ സ്റ്റെപ്പുകൾ പോലും നമ്മൾ വ്യക്തമായിട്ടൊന്നും പറഞ്ഞില്ല. ആദ്യമേ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ബാക്ടീരിയോഫേജുകളെ കൊണ്ട് ബാക്ടീരിയ ഇൻഫെക്റ്റ് ചെയ്യിക്കുന്നു, ഇൻഫെക്ഷൻ. പിന്നീട് ബ്ലെൻഡ് ചെയ്യുന്നു, ബ്ലെൻഡിങ് എന്ന് വെച്ചാൽ ഈ ഇൻഫെക്റ്റ് ചെയ്ത ബാക്ടീരിയോഫേജുകളെ ബാക്ടീരിയയുടെ ബോഡിയിൽ നിന്ന് ഇളക്കി മാറ്റുന്നു, ഒരു ബ്ലെൻഡർ യൂസ് ചെയ്ത്, അതാണ് ബ്ലെൻഡിങ്. പിന്നീട് സെൻട്രിഫ്യൂഗേഷനിലൂടെ നമ്മൾ ഈ പറയുന്ന ബാക്ടീരിയോഫേജുകളെയും ബാക്ടീരിയയെ സെപ്പറേറ്റ് ചെയ്ത് റേഡിയോ ആക്ടിവിറ്റി ടെസ്റ്റ് ചെയ്യുന്നു. റേഡിയോ ആക്ടിവിറ്റി ടെസ്റ്റ് ചെയ്തപ്പോൾ ഈ പറയുന്ന DNA റേഡിയോ ലേബൽ ചെയ്ത DNA കൊണ്ട് ഇൻഫെക്റ്റ് ചെയ്യിപ്പിച്ച, അതായത് ആ ബാക്ടീരിയോഫേജിനെ കൊണ്ട് ഇൻഫെക്റ്റ് ചെയ്യിപ്പിച്ച ബാക്ടീരിയയിൽ മാത്രം റേഡിയോ ആക്ടിവിറ്റി കണ്ടു. അതായത് ആ DNA ആണ് ബാക്ടീരിയയുടെ ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടതെന്ന് നമുക്ക് മനസ്സിലായി.
അതായത് DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുള്ളതാണ് വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ DNA ആൻഡ് RNA. DNA RNA തമ്മിലുള്ള ഒരു കമ്പാരിസൺ നോക്കിയേ. ജനറ്റിക് മെറ്റീരിയലിൻ്റെ ലെവൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ദ DNA ഈസ് ദ പ്രൈമറി ജനറ്റിക് മെറ്റീരിയൽ ആൻഡ് സ്റ്റോർ ഇൻഫർമേഷൻ. പക്ഷേ RNA കുറിച്ച് പറയുമ്പോഴോ RNAയും ജനറ്റിക് മെറ്റീരിയലാണ്, പക്ഷേ എക്സ്പെഷ്യലി ഇൻ വൈറസസ്. മെജോറിറ്റി ഓഫ് ഓർഗാനിസങ്ങളുടെയും ജനറ്റിക് മെറ്റീരിയൽ ആര് തന്നെയാണ്? DNA ആണ്. പക്ഷേ ചില വൈറസുകളിൽ മാത്രം RNA ആണ് ജനറ്റിക് മെറ്റീരിയൽ. അപ്പോൾ ഒന്നാമത്തെ ഡിഫറൻസ് മനസ്സിലായല്ലോ? മനസ്സിലായി. അപ്പോൾ കമ്പാരിസൺ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നോക്കിയേ, സ്റ്റെബിലിറ്റി നോക്കുകയാണെങ്കിൽ DNA ഈസ് മോർ സ്റ്റേബിൾ ആൻഡ് ലെസ് പ്രോൺ ടു ചേഞ്ചസ്. DNA കൂടുതൽ സ്റ്റേബിളാണ്, അതായത് പെട്ടെന്ന് ചേഞ്ചസ്, മ്യൂട്ടേഷൻസ് പോലുള്ള ചേഞ്ചുകളൊന്നും ഉണ്ടാവത്തില്ല. എന്നാൽ ഇവിടെയാണെങ്കിലോ ലെസ് സ്റ്റേബിൾ ആൻഡ് പ്രോൺ ടു മ്യൂട്ടേഷൻസ്. RNA എന്ന് പറയുന്നത് സ്റ്റെബിലിറ്റി കുറവാണ്, അതുകൊണ്ട് തന്നെ മ്യൂട്ടേഷൻസ് പോസിബിൾ ആണ്. അതുപോലെ നോക്കിയേ, ബേസ് പെയറിംഗ് നോക്കുകയാണെങ്കിൽ ഫോംസ് സ്റ്റേബിൾ ഡബിൾ ഹെലിക്സ്. ബേസ് പെയറിംഗ് ഉണ്ടല്ലേ, DNA-ക്ക് 2 സ്ട്രാൻഡുകൾ ഉണ്ടായതുകൊണ്ട് അവിടെ ബേസ് പെയറിംഗ് ഉണ്ട്. ഫോംസ് സ്റ്റേബിൾ ഡബിൾ ഹെലിക്സ്. അവർ ഡബിൾ ഹെലിക്സ് മോഡലിൽ സ്റ്റേബിൾ ആയിട്ടാണ് DNA ഇരിക്കുന്നത്. എന്നാൽ RNA ആണെങ്കിലോ സിംഗിൾ സ്ട്രാൻഡഡ് ഓർ ക്യാൻ പെയർ അപ്പ്. മിക്കവാറും RNA-കൾ ജനറലി എന്താണ്? സിംഗിൾ സ്ട്രാൻഡഡ് ആണ്, ഓർ മേ ബി പെയർ അപ്പ്. അവർക്ക് പെയറപ്പ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും മെജോറിറ്റി ഓഫ് ഓർഗാനിസങ്ങളിലും RNA എന്താണ്? അൺപെയർഡ് ആണ്. എന്ന് വെച്ചാൽ ഡബിൾ സ്റ്റാൻഡേർഡ് അല്ല, സിംഗിൾ സ്റ്റാൻഡേർഡ് ആണ്. RNA-ക്ക് ഡബിൾ സ്റ്റാൻഡേർഡ് ആവാം, ചില വൈറസുകളിൽ മാത്രമേ അതും നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇനി റോൾ ഇൻ പ്രോട്ടീൻ സിന്തസിസ് റിലേസ് ഓൺ RNA ഫോർ പ്രോട്ടീൻ സിന്തസിസ്. നോക്കൂ മക്കളെ, DNA-ക്കാണെങ്കിൽ RNA-യുടെ സഹായത്തോടു കൂടി മാത്രമേ പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യാൻ പറ്റൂ. കാരണം നമ്മൾ സെൻട്രൽ ഡോഗ്മ പഠിച്ചതാണ്, DNA-യിൽ നിന്ന് ആദ്യം mRNA ഉണ്ടായി കഴിഞ്ഞാലല്ലേ പ്രോട്ടീൻ ഉണ്ടാകാൻ പറ്റുള്ളൂ ആണ്. എന്നാൽ RNA-ക്കാണെങ്കിലോ RNA ജനറ്റിക് മെറ്റീരിയൽ ആണെങ്കിലോ ഡയറക്ട്ലി കോഡ് ഫോർ പ്രോട്ടീൻ സിന്തസിസ്. അവയ്ക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പ്രോട്ടീൻ സിന്തസിൽ പങ്കെടുക്കാൻ പറ്റും. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആണ് അല്ലേ? DNA-യെ സംബന്ധിച്ച് DNA-ക്ക് ഒരു RNA-യുടെ സഹായത്തോടു കൂടി മാത്രമേ പ്രോട്ടീൻ സിന്തസ് ചെയ്യാൻ പറ്റൂ. എന്നാൽ mRNA എന്നാണ് RNA-യുടെ പേര്, ട്രാൻസ്ക്രിപ്ഷനിലൂടെ മാത്രമേ പ്രോട്ടീൻ സിന്തസ് ചെയ്യാൻ പറ്റൂ. എന്നാൽ RNA-യെ സംബന്ധിച്ച് അവർക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പ്രോട്ടീൻ സിന്തസിസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഫങ്ഷൻ മെയിൻലി ഫോർ ഇൻഫർമേഷൻ സ്റ്റോറേജ്. DNA-യുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ഇൻഫർമേഷൻ, ജനറ്റിക് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ RNA ആണെങ്കിലോ ഡൈനാമിക് റോൾസ് ഇൻക്ലൂഡിങ് മെസ്സഞ്ചർ ഫങ്ഷൻസ്. RNA-ക്കാണെങ്കിൽ ഡൈനാമിക് റോൾസ് ആണ്, പല പല റോളുകൾ ചെയ്യുന്ന RNA-കളുണ്ട്. അതാണ് ഡൈനാമിക് റോൾസ് ഇൻക്ലൂഡിങ് മെസ്സഞ്ചർ ഫംഗ്ഷൻ. അവയ്ക്ക് എന്തുണ്ട്? പ്രധാനമായിട്ടും അവർ ചെയ്യുന്ന ഒരു ജോലിയാണ് മെസ്സഞ്ചർ ഫംഗ്ഷൻ. ഒരു മെസ്സേജിങ് മോളിക്യൂളായിട്ട് ആക്ട് ചെയ്യും. അതുപോലെ പ്രിഫറബിൾ ഫോർ സ്റ്റോറേജ്, പ്രിഫേർഡ് ഫോർ ജനറ്റിക് ഇൻഫർമേഷൻ സ്റ്റോറേജ്, ലെസ് പ്രിഫേർഡ് ഡ്യൂ ടു ഇൻസ്റ്റെബിലിറ്റി. അപ്പോൾ DNA മോർ സ്റ്റേബിൾ ആയതുകൊണ്ട് തന്നെ ജനറ്റിക് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ മിക്കവാറും ജീവികളെല്ലാം യൂസ് ചെയ്യുന്നത് ആരെ തന്നെയാണ്? ഈ പറയുന്ന DNA തന്നെയാണ്. RNA അത്രയ്ക്ക് സ്റ്റേബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ RNA അത്ര പ്രിഫർ ചെയ്യുന്നില്ല അല്ലേ, ജനറ്റിക് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടി പ്രിഫർ ചെയ്യുന്നില്ല. ദീസ് ആർ ദ മേജർ ഡിഫറൻസസ് ബിറ്റ്വീൻ DNA ആൻഡ് RNA. DNA RNA തമ്മിലുള്ള ഒരു കമ്പാരിസൺ ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ എഴുതേണ്ടത്. ചോദിച്ചിട്ടുണ്ട് 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് പലതവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് റൈറ്റ് കമ്പാരിസൺ ബിറ്റ്വീൻ DNA ആൻഡ് RNA. DNA RNA തമ്മിലുള്ള കമ്പാരിസൺ എഴുതാൻ ആദ്യം നമ്മൾ ആ ജനറ്റിക് മെറ്റീരിയലിൻ്റെ ലെവലിൽ നമ്മൾ ആദ്യം എഴുതണം. ഒരുപാട് ജീവികളുടെയും ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് DNA ആണ്. എന്നാൽ വളരെ കുറച്ച് വൈറസുകൾ മാത്രമേ RNA ജനറ്റിക് മെറ്റീരിയലായി കാണപ്പെടുന്നുള്ളൂ. സ്റ്റെബിലിറ്റി നോക്കുകയാണെങ്കിൽ DNA ആണ് മോർ സ്റ്റേബിൾ. കാരണം എന്താണ്? അവിടെ ബേസ് പെയറിംഗ് ഉണ്ടായതുകൊണ്ട് തന്നെ അവിടെ മോർ സ്റ്റേബിൾ DNA ആണ്, ലെസ് സ്റ്റേബിൾ ആരാണ്? RNA ആണ്. ബേസ് പെയറിംഗ് നോക്കുകയാണെങ്കിൽ DNA-യിൽ ബേസ് പെയറിംഗ് ഉണ്ട്, കാരണം ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്, ബേസ് പെയറിംഗ് ഉണ്ട്. എന്നാൽ ഇവിടെ ബേസ് പെയറിംഗ് സാധാരണ സിംഗിൾ സ്റ്റാൻഡേർഡ് ആണ്. എന്നാൽ ചില കേസുകളിൽ ബേസ് പെയറിംഗ് ഉണ്ട്, താനും ഡബിൾ സ്റ്റാൻഡേർഡായും RNA കാണാറുണ്ട്. അതുപോലെ റോൾ ഇൻ പ്രോട്ടീൻ സിന്തസിസ് നോക്കുകയാണെങ്കിൽ DNA-ക്ക് എപ്പോഴും ഒരു RNA-യുടെ ഹെൽപ്പോട് കൂടി മാത്രമേ പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യാൻ പറ്റൂ. എന്നാൽ RNA-ക്കാണെങ്കിൽ ഡയറക്റ്റായി എന്ത് ചെയ്യാം? പ്രോട്ടീനെ കോഡ് ചെയ്യാൻ പറ്റും. ഇനി ഫംഗ്ഷൻ നോക്കുകയാണെങ്കിൽ മെയിൻലി സ്റ്റോറേജ് ആണ് ആരുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ DNA-യുടെ ഫംഗ്ഷൻ. RNA-ക്ക് ഡൈനാമിക് റോൾസ് ആണുള്ളത്, പ്രധാനമായിട്ടും ഒരു മെസ്സഞ്ചേഴ്സ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതുപോലെ സ്റ്റോറേജിന് പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും DNA ആയിരിക്കും, കാരണം DNA മോർ സ്റ്റേബിൾ ആണ്. എന്നാൽ RNA സ്റ്റേബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ അവയെ സ്റ്റോറേജിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നില്ല? പ്രിഫർ ചെയ്യുന്നില്ല. ഓക്കെ, ഇനി അടുത്ത മെയിനായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് DNA റെപ്ലിക്കേഷൻ. DNA-യിൽ നിന്ന് DNA ഉണ്ടാകുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് DNA റെപ്ലിക്കേഷൻ. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടെ. വാട്സൺ ആൻഡ് ക്രിക്ക് പ്രൊപ്പോസ്ഡ് ദ സെമി കൺസർവേറ്റീവ് മെത്തേഡ് ഓഫ് DNA റെപ്ലിക്കേഷൻ. DNA എങ്ങനെയാണ് റെപ്ലിക്കേറ്റ് ചെയ്യുന്നതെന്ന് വാട്സനോടും ക്രിക്കിനോടും ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും
അതിനൊരു മെത്തേഡാണ് സെമി കൺസർവേറ്റീവ് മെത്തേഡ്. അത് ശരിയാണ്. ഡി എൻ എ റെപ്ലിക്കേറ്റ് ചെയ്യുന്നത് സെമി കൺസർവേറ്റീവ് മെത്തേഡ് ഉപയോഗിച്ചാണ്. എന്ന് വെച്ചാൽ ഡ്യൂറിങ് ഡി എൻ എ റെപ്ലിക്കേഷൻ ഡി എൻ എ സ്ട്രാൻഡ് വുഡ് സെപ്പറേറ്റ് ആൻഡ് ആക്ട് ആസ് ടെംപ്ലേറ്റ്. അതായത് ഇങ്ങനെ ഒരു ഡി എൻ എ ഇതായി ഇവിടെ ഇരിക്കുകയാണ്. ദിസ് ഈസ് എ ഡി എൻ എ. എന്നാൽ ഡി എൻ എ റെപ്ലിക്കേഷന് സമയമാകുമ്പോൾ ഈ രണ്ട് ഡി എൻ എ സ്ട്രാൻഡുകളും സെപ്പറേറ്റ് ചെയ്യും. എന്നിട്ട് ഈ ഓരോ ഡി എൻ എ സ്ട്രാൻഡുകളും ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു കോംപ്ലിമെൻ്ററി സ്ട്രാൻഡിനെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഒരു ഡി എൻ എ സ്ട്രാൻഡ് രണ്ടായി മാറുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡി എൻ എ സ്ട്രാൻഡ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ ആ പുതുതായി ഉണ്ടായ ഓരോ ഡി എൻ എ സ്ട്രാൻഡ് ഒരു പേരൻ്റ് സ്ട്രാൻഡിനെ ക്യാരി ചെയ്യും. കണ്ടില്ലേടെ, ഒരു പേരൻ്റ് സ്ട്രാൻഡിനെ ക്യാരി ചെയ്യും. ഇങ്ങനെ നടക്കുന്ന ഡി എൻ എ റെപ്ലിക്കേഷനെയാണ് നമ്മൾ സെമി കൺസർവേറ്റീവ് മെത്തേഡ് ഓഫ് ഡി എൻ എ റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അതേ നോക്കിയേ, ന്യൂ കോംപ്ലിമെൻ്ററി സ്ട്രാൻഡ് വുഡ് സിന്തസൈസ്ഡ് ബേസ്ഡ് ഓൺ ദീസ് ടെംപ്ലേറ്റ്സ്. ആഫ്റ്റർ റെപ്ലിക്കേഷൻ ഈച്ച് ഡി എൻ എ മോളിക്യൂൾ വുഡ് ഹാവ് വൺ ഒറിജിനൽ ഓർ പേരൻ്റൽ സ്ട്രാൻഡ് ആൻഡ് വൺ ന്യൂലി മെയ്ഡ് സ്ട്രാൻഡ്. അപ്പോൾ ഒരു ഡി എൻ എ മുറിഞ്ഞ് രണ്ടായി അല്ലെങ്കിൽ ഒരു ഡി എൻ എ റെപ്ലിക്കേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് രണ്ട് ഡി എൻ എ ആയി മാറുമ്പോൾ അതിൽ പുതുതായി ഉണ്ടായ ഓരോ ഡോട്ടർ ഡി എൻ എക്കകത്തും പേരൻ്റൽ ഡി എൻ എയുടെ ഒരു സ്ട്രാൻഡ് ഉണ്ടാവും. ഇതിനെയാണ് സെമി കൺസർവേറ്റീവ് മെത്തേഡ് ഓഫ് ഡി എൻ എ റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഒരു തവണ ചോദിച്ചിട്ടുണ്ട്, വാട്ട് ഈസ് ദ സെമി കൺസർവേറ്റീവ് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ദ സെമി കൺസർവേറ്റീവ് മെത്തേഡ് ഓഫ് ഡി എൻ എ റെപ്ലിക്കേഷൻ. അപ്പോൾ എന്താണ് സെമി കൺസർവേറ്റീവ് മെത്തേഡ് ഓഫ് ഡി എൻ എ റെപ്ലിക്കേഷൻ? ഡ്യൂറിങ് ഡി എൻ എ റെപ്ലിക്കേഷൻ ഡി എൻ എ സ്ട്രാൻഡ് വുഡ് സെപ്പറേറ്റ് ആൻഡ് ഈച്ച് സ്ട്രാൻഡ് ആക്ട് ആസ് എ ടെംപ്ലേറ്റ് ആൻഡ് ദ ന്യൂലി സിന്തസൈസ്ഡ് ഡോട്ടർ ഡി എൻ എ ഹാവ് വൺ ഓഫ് ഇറ്റ്സ് പേരൻ്റൽ ഡി എൻ എ അല്ലെങ്കിൽ ന്യൂലി സിന്തസൈസ്ഡ് ഡോട്ടർ ഡി എൻ എ ക്യാരി വൺ സ്ട്രാൻഡ് ദാറ്റ് ഈസ് ഫ്രം ദ പേരൻ്റൽ ഡി എൻ എ. പുതുതായി ഉണ്ടാകുന്ന ഓരോ ഡോട്ടർ ഡി എൻ എകളും അവരുടെ പേരൻ്റൽ സ്ട്രാൻഡിൻ്റെ ഒരു കോപ്പി എന്ത് ചെയ്യും? ക്യാരി ചെയ്യും. അതായത് ഒരു സ്ട്രാൻഡ് ക്യാരി ചെയ്യും. ഇങ്ങനെ നടക്കുന്ന ഡി എൻ എ റെപ്ലിക്കേഷനെ നമ്മൾ പറയുന്ന പേരാണ് സെമി കൺസർവേറ്റീവ് മെത്തേഡ് ഓഫ് ഡി എൻ എ റെപ്ലിക്കേഷൻ. ഇനി അടുത്ത നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഈ സെമി കൺസർവേറ്റീവ് മെത്തേഡ് ഓഫ് ഡി എൻ എ റെപ്ലിക്കേഷന് എക്സ്പെരിമെൻ്റൽ പ്രൂഫ് നൽകിയത് ആരൊക്കെയാണ്? അതായത് ഒരു എക്സ്പെരിമെൻ്റ് ചെയ്ത് ഈ പറയുന്ന ഡി എൻ എ റെപ്ലിക്കേഷൻ ഈ രീതിയിൽ സെമി കൺസർവേറ്റീവ് മെത്തേഡിലൂടെ തന്നെയാണ് എന്ന് പ്രൂവ് ചെയ്തത് ആരാണ്? അവരുടെ പേരാണ് മാത്യു മെസൽസൺ ആൻഡ് ഫ്രാങ്ക്ലിൻ സ്റ്റോൾ. രണ്ടുപേരാണ്. ആരൊക്കെയാണ്? മാത്യു മെസൽസണും ഫ്രാങ്ക്ലിൻ സ്റ്റോളും. ഇവർ ചെയ്ത എക്സ്പെരിമെൻറ്റുകൾ നടന്നത് 1958-ലാണ്, 1958-ലാണ്. അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റുകളെ നമ്മൾ അറിയപ്പെടുന്ന പേര് മെസൽസൺ ആൻഡ് സ്റ്റോൾ എക്സ്പെരിമെൻറ്റ്. മെസൽസൺ ആൻഡ് സ്റ്റോൾ എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ദ എക്സ്പെരിമെൻ്റൽ പ്രൂഫ് ഓഫ് semi-conservative method of DNA replication was given by Messelson and Stoll in 1958. ഓക്കെ, ഇനി അതുപോലെ നമ്മൾ ശ്രദ്ധിക്കണേ, ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഡി എൻ എ റെപ്ലിക്കേഷൻ്റെ മെക്കാനിസമാണ്. കൃത്യമായും ഡി എൻ എ റെപ്ലിക്കേഷൻ എങ്ങനെയാണ് നടക്കുന്നത് വളരെ കൃത്യമായി നിങ്ങൾ കേട്ടിരിക്കുക. ഡി എൻ എ റെപ്ലിക്കേഷൻ എങ്ങനെയാണ് നടക്കുന്നത്? ഇതേ നോക്കൂ മക്കളെ, റിക്വയർമെൻറ്റ്സ്. ആദ്യം തന്നെ ഡി എൻ എ റെപ്ലിക്കേഷൻ ആവശ്യമായ റിക്വയർമെൻറ്റ് ഒന്ന്, ഒരു ടെംപ്ലേറ്റ് ഡി എൻ എ വേണം. എന്താണ് ടെംപ്ലേറ്റ് ഡി എൻ എ എന്ന് പറഞ്ഞാൽ? The DNA to be duplicated. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു ഡി എൻ എ വേണം അല്ലേ? അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടെംപ്ലേറ്റ് ഡി എൻ എ. അതിൻ്റെ പ്രത്യേകത എന്താ? അതിൻ്റെ രണ്ട് സ്ട്രാൻഡുകളും അകന്നു മാറി ആ രണ്ട് സ്ട്രാൻഡുകളും എന്തായിട്ട് ആക്ട് ചെയ്യും? ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അതായത് പുതിയ ഡി എൻ എ ഉണ്ടാകാനുള്ള ഒരു ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഇനി നെക്സ്റ്റ്, ഇനി നമുക്കൊരു ഡി എൻ എ അല്ലേ പുതുതായിട്ട് ഉണ്ടാവേണ്ട? ഒരു ഡി എൻ എയുടെ ഡോട്ടർ സ്ട്രാൻഡാണ് ഇനി പുതുതായിട്ട് ഉണ്ടാവേണ്ടത്. അപ്പോൾ എന്ത് വേണം? ഡി എൻ എ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡുകൾ കൊണ്ട്. അപ്പോൾ നമുക്ക് എന്ത് വേണം? ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡ്. നെക്സ്റ്റ് റിക്വയർമെന്റ് ഓഫ് ഡി എൻ എ റെപ്ലിക്കേഷൻ ഈസ് ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡ്സ്. നെക്സ്റ്റ് ഈസ് ആ ഡി എൻ എ അങ്ങനെ ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡുകൾ ഉപയോഗിച്ച് ഡി എൻ എ നിർമ്മിക്കാൻ ഒരു എൻസൈം വേണം അല്ലേ? ആ എൻസൈമിൻ്റെ പേരാണ് ഡി എൻ എ പോളിമറൈസ് അല്ലെങ്കിൽ ഡി എൻ എ ഡിപ്പെൻഡൻറ്റ് ഡി എൻ എ പോളിമറൈസ്. ഡി എൻ എ പോളിമറൈസ് നമ്മൾ ചുരുക്കി വിളിക്കും. അതിൻ്റെ മുഴുവൻ പേരാണ് ഡി എൻ എയിൽ നിന്നും ഡി എൻ എ ഉണ്ടാക്കുന്ന എൻസൈം. ഏതാണത്? ഡി എൻ എ ഡിപ്പെൻഡൻറ്റ് ഡി എൻ എ പോളിമറൈസ്. ഡി എൻ എയിൽ നിന്ന് ഡി എൻ എ ഉണ്ടാക്കുന്ന എൻസൈം. നെക്സ്റ്റ് ഹെലിക്കേസ് എൻസൈം. നെക്സ്റ്റ് എൻസൈമിൻ്റെ പേരാണ് ഹെലിക്കേസ് എൻസൈം. ദിസ് ഈസ് ദ ഡി എൻ എ അൺവൈൻഡിങ് എൻസൈം. ഡി എൻ എ അൺവൈൻഡ് ചെയ്യാൻ സഹായിക്കുന്ന എൻസൈമാണ് ഡി എൻ എ അൺവൈൻഡിങ് എൻസൈമാണ് ആരെന്ന് പറയുന്നത്? ഹെലിക്കേസ് എൻസൈം എന്ന് പറയുന്നത്. അപ്പോൾ ഹെലിക്കേസ് ഈസ് ദ ഡി എൻ എ അൺവൈൻഡിങ് എൻസൈം. ഡി എൻ എ അൺവൈൻഡ് ചെയ്യിപ്പിക്കുന്ന എൻസൈമാണ് ഡി എൻ എ ഹെലിക്കേസ് എൻസൈം. ഓക്കെ, നോക്കൂ. അപ്പോൾ
വാട്ട് ആർ ദ റിക്വയർമെന്റ്സ് ഓഫ് DNA replication? DNA replication ആവശ്യമായ റിക്വയർമെന്റ്സ്, ആവശ്യ വസ്തുക്കൾ എന്തൊക്കെയാണ്? ഒന്ന് ടെംപ്ലേറ്റ് DNA, the DNA to be duplicated. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു DNA നമുക്ക് വേണം. നെക്സ്റ്റ് ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡ്സ്, DNAയുടെ ബിൽഡിംഗ് യൂണിറ്റ്സ് ആയിട്ടുള്ള ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡ്സ് വേണം. ഇനി ഇതേ ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡ്സ് ഉപയോഗിച്ച് DNA നിർമ്മിക്കാൻ ആവശ്യമായ ഒരു എൻസൈം വേണം. വാട്ട് ഈസ് ദാറ്റ്? DNA പോളിമറൈസ് അല്ലെങ്കിൽ DNA ഡിപ്പെൻഡന്റ് DNA പോളിമറൈസ്. DNA പോളിമറൈസ് അല്ലെങ്കിൽ DNA ഡിപ്പെൻഡന്റ് DNA പോളിമറൈസ്. നെക്സ്റ്റ് ഈസ് ഹെലിക്കേസ് എൻസൈം. അടുത്തേതാണ് ഹെലിക്കേസ് എൻസൈം അല്ലെങ്കിൽ DNA അൺവൈൻഡിങ് എൻസൈം. ഓക്കെ, അപ്പോൾ ഇനി ശ്രദ്ധിച്ച് കേൾക്കാം. നോക്കൂ മക്കളെ, DNA റെപ്ലിക്കേഷൻ ഇൻവോൾവ് 3 സ്റ്റെപ്സ്. DNA റെപ്ലിക്കേഷൻ നടക്കുന്നത് പ്രധാനമായും 3 സ്റ്റെപ്പുകളിലൂടെയാണ്. The first step is called initiation, second step is called elongation, and third step is called termination. അപ്പോൾ പ്രധാനമായും 3 സ്റ്റെപ്പുകളിലൂടെയാണ് DNA റെപ്ലിക്കേഷൻ നടക്കുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പിന്റെ പേര് ഇനീഷിയേഷൻ, രണ്ടാമത്തെ സ്റ്റെപ്പിന്റെ പേര് ഇലോങ്ങേഷൻ, മൂന്നാമത്തെ സ്റ്റെപ്പിന്റെ പേര് ടെർമിനേഷൻ. അപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കുക. ഞാൻ പറഞ്ഞു തരാൻ വേണ്ടി പോവാണ് DNA റെപ്ലിക്കേഷൻ എങ്ങനെയാണ് നടക്കുന്നത്. ദേ നോക്കൂ മക്കളെ, ഞാനിവിടെ ഒരു DNA വരയ്ക്കുകയാണ്. ദിസ് ഈസ് എ DNA സ്ട്രാൻഡ്. ഞാൻ നിവർത്തി വരച്ചു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. DNA ഞാൻ ഇങ്ങനെ അങ്ങോട്ട് നിവർത്തി വരച്ചു. DNA ഞാൻ നിവർത്തി വരച്ചു. അപ്പം നിങ്ങൾ നോക്കുമ്പോൾ ഒരു സൈഡിൽ നിങ്ങൾക്ക് എന്ത് കാണാം? അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, അഡിനിൻ, തൈമിൻ, സൈറ്റോസിൻ, ഗ്വാനിൻ, ഇത്തരത്തിൽ എന്ത് കാണാം? ഒരുപാടധികം നൈട്രജൻ ബേസുകൾ ദാ ഇവിടെ ഇങ്ങനെ ഇരിക്കും. എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഇങ്ങനെ എഴുതുകയാണ്. കുറേ നൈട്രജൻ ബേസുകൾ ഞാൻ ഇങ്ങനെ എഴുതുകയാണ്. CTA ഇങ്ങനെ ഒരുപാട് നൈട്രജൻ ബേസുകൾ ഉണ്ടാവും. താഴെ ഇതിന് കോംപ്ലിമെൻ്ററി ആയിട്ട് അഡിനിന് കോംപ്ലിമെൻ്ററി ആയിട്ട് തൈമിന് കോംപ്ലിമെൻ്ററി ആയിട്ട് അഡിനിൻ, ഗ്വാനിന് സൈറ്റോസിൻ, അഡിനിന് തൈമിൻ, ഇങ്ങനെ താഴെ എന്തുണ്ട്? ഇതിൻ്റെ കോംപ്ലിമെൻ്ററി സ്ട്രാൻഡും നമുക്ക് കാണാൻ പറ്റും. ശരിയല്ലേ മക്കളെ? ദാ ഇത്തരത്തിൽ കോംപ്ലിമെൻ്ററി സ്ട്രാൻഡ് നമുക്ക് കാണാൻ പറ്റും. ദാ ഞാൻ എല്ലാം എഴുതുകയാണ്. ദാ കോംപ്ലിമെൻ്ററി സ്ട്രാൻഡ്. ഇങ്ങനെ ഇരിക്കുകയാണ് ഒരു DNA സ്ട്രാൻഡ്. ആദ്യം സംഭവിക്കുന്ന കാര്യം ഇനീഷിയേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പ് അല്ലേ? ഇനീഷിയേഷൻ സ്റ്റെപ്പിൽ വെച്ച് ആദ്യം സംഭവിക്കുന്ന കാര്യം ദ DNA ഹെലിക്കേസ് എൻസൈം. ആദ്യം വരുന്ന ആരാണ്? DNA ഹെലിക്കേസ് എൻസൈം. DNA അൺവൈൻഡ് ചെയ്യും. എന്നുവെച്ചാൽ DNA ചുരുളഴിച്ച് ഇങ്ങനെ നിവർത്തി വെക്കും. DNA ചുരുണ്ടിരിക്കുന്നതാണ് അല്ലേ? ഇങ്ങനെ സോറി ഇങ്ങനെ ചുരുണ്ടിരിക്കുന്ന ഒരു മോളിക്യൂളാണ് DNA. ഇങ്ങനെ ഇരിക്കുന്ന ഒരു മോളിക്യൂളിനെ നമ്മൾ ചുരുളഴിച്ച് എങ്ങനെയാക്കി? ഈ രൂപത്തിലേക്ക് മാറ്റി. ഇനി ഈ DNAയുടെ ചില പ്രത്യേക ഭാഗങ്ങൾ ഇൻവോൾവ്ഡ് ഇൻ ദ റെപ്ലിക്കേഷൻ. അതായത് ഈ DNA മൊത്തത്തിലും റെപ്ലിക്കേഷനിൽ ഒരുമിച്ചല്ല പങ്കെടുക്കുന്നത്. DNAയുടെ ചില പ്രത്യേക ഭാഗങ്ങളാണ് ആദ്യം റെപ്ലിക്കേഷനിൽ പങ്കെടുക്കുന്നത്. ദാറ്റ് റീജിയൻസ് ബിക്കം സെപ്പറേറ്റഡ്. അതായത് ആ DNA സ്ട്രാൻഡിന്റെ അത്രയും ഭാഗം മാത്രം എന്ത് ചെയ്യാൻ തുടങ്ങും? സെപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങും. ദാറ്റ് റീജിയൻ ഈസ് കോൾഡ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. അങ്ങനെ റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന DNAയിലെ റീജിയണിനെ നമ്മൾ പറയുന്ന പേരാണ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. മറന്നു പോരുത്, ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. അപ്പോൾ വാട്ട് യു മീൻ ബൈ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ? ഇറ്റ് ഈസ് ദ സെഗ്മെന്റ് ഓഫ് DNA ഫ്രം വെയർ ദ റെപ്ലിക്കേഷൻ സ്റ്റാർട്ട്സ്. റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന DNAയിലെ ഒരു പ്രത്യേക ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ദ സെഗ്മെന്റ് ഓഫ് DNA. ദ സെഗ്മെന്റ് ഓഫ് DNA ഫ്രം വെയർ ദി റെപ്ലിക്കേഷൻ സ്റ്റാർട്ട്. റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന DNAയിലെ ഒരു പ്രത്യേക സെഗ്മെന്റിനെ പറയുന്ന പേരാണ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ, അല്ലെങ്കിൽ ORI സൈറ്റ് എന്ന് വിളിക്കും. ORI സൈറ്റ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്ന സൈറ്റിൽ നിന്നും ഈ DNAയെ സെപ്പറേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ആരാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ എൻസൈം, DNA അൺവൈൻഡിങ് എൻസൈം. ആരാണ്? ഹെലിക്കേസ് എന്ന് പറയുന്ന എൻസൈം. ദേ നോക്കൂ മക്കളെ, ഹെലിക്കേസ് എന്ന് പറയുന്ന എൻസൈം അടുത്ത സ്റ്റെപ്പിൽ വെച്ച് ഹെലിക്കേസ് എന്ന് പറയുന്ന എൻസൈം ഈ DNA ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യും. നേരത്തെ നമ്മൾ ഒറ്റ സ്ട്രെച്ചായി കണ്ട DNA ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്ന പ്ലേസിൽ വെച്ച് ഇങ്ങനെ സ്പ്ലിറ്റ് ആവാൻ തുടങ്ങി.
ഇതേ കണ്ടില്ലേ, ഡി എൻ എയുടെ ഒരു പ്രത്യേക ഭാഗം എന്ത് ചെയ്യാൻ തുടങ്ങി, സ്പ്ലിറ്റ് ആകാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഇവിടെയും ഇവിടെ കോംപ്ലിമെൻ്ററി സ്ട്രാൻഡ് ഉണ്ട്. നിങ്ങൾ നോക്കിയാൽ മതി, ഇതാ ഇവിടെ എ ഉണ്ട്, ടി ഉണ്ട്. നേരത്തെ വരച്ചത് എന്താണോ അത് ഇവിടെ ഞാൻ വരയ്ക്കുകയാണ്, ജി എ ടി എന്നിങ്ങനെ ഇങ്ങോട്ടും സ്ട്രാൻഡുകളുണ്ട്. പക്ഷേ ഇവിടുന്ന് എന്ത് ചെയ്തിട്ടില്ല, ഇവിടുന്ന് വേർപിരിഞ്ഞിട്ടില്ല, സ്ട്രാൻഡുകൾ എന്ത് ചെയ്തിട്ടില്ല, വേർപിരിഞ്ഞിട്ടില്ല. എ സി ജി ഇങ്ങനെ ഇങ്ങോട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ എഴുതുകയാണ്, ഇതിൻ്റെ കോംപ്ലിമെൻ്ററി സ്ട്രാൻഡ് ഇവിടെയുണ്ട്, ടി ഉണ്ട്, എ ഉണ്ട്, സി ഉണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ അപ്പുറത്ത് വരച്ചത് ഏതാണോ അതാണ് ഇവിടെ വരയ്ക്കേണ്ടത് കേട്ടോ. ടി ഉണ്ട്, അതേപോലെ ഇവിടെ എ ഉണ്ട്. ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. എ ടി ടി ജി സി. അപ്പോൾ അതാ ഇങ്ങനെ സെപ്പറേറ്റഡ് ആയി. ഇനി സെപ്പറേറ്റഡ് ആയി മാറിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇനീഷ്യേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പായി കഴിഞ്ഞു. ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ദ സെപ്പറേറ്റഡ് ഡി എൻ എ സ്ട്രാൻഡ്സ് ഓർ ദ സെപ്പറേറ്റഡ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ് നൗ ലുക്സ് ലൈക്ക് എ ഫോർക്ക് അല്ലേ. ഇതിപ്പോൾ എന്തുപോലെ ഇരിക്കുക, ഒരു വൈ ഷേപ്പിൽ ഇരിക്കുകയാണ് അല്ലേ. ഇറ്റ് ലുക്സ് ലൈക്ക് എ വൈ ഷേപ്ഡ് സ്ട്രക്ചർ ഓർ എ ഫോർക്ക്. ദിസ് ഈസ് കോൾഡ് റെപ്ലിക്കേഷൻ ഫോർക്ക്. ഇങ്ങനെ ഉണ്ടാകുന്ന ഈ സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെപ്ലിക്കേഷൻ ഫോർക്ക് എന്ന് വിളിക്കും. ദിസ് ഈസ് കോൾഡ് റെപ്ലിക്കേഷൻ ഫോർക്ക്. അപ്പോൾ എന്താ മക്കളെ റെപ്ലിക്കേഷൻ ഫോർക്ക് എന്ന് പറഞ്ഞാൽ, the separated templated strands in the DNA, DNAയിലെ separated template strands looks like a Y-shaped structure. ഇത് എന്തുപോലെ ഇരിക്കുന്നു, ഒരു Y-shaped സ്ട്രക്ചർ പോലെ ഇരിക്കുന്നു. ദിസ് ഈസ് കാൾഡ് റെപ്ലിക്കേഷൻ ഫോർക്ക്. ഇനി എന്താ സംഭവിക്കുന്നത് നോക്കിയോ, ഇത് ഈ ഡി എൻ എയുടെ 3'5' സ്ട്രാൻഡാണ്, ഇത് ഈ ഡി എൻ എയുടെ 5'3' സ്ട്രാൻഡാണ്. നേരത്തെ വരച്ചപ്പോഴേ നിങ്ങൾ അത് നമ്മൾ വരയ്ക്കാൻ വിട്ടുപോയി. ഇത് 3'5', ഇത് 5'3'. ഇവിടെയും ഇത് 3'5', 3'5'. ഓക്കെ, ഇത്തരത്തിൽ എന്തുണ്ട്, ഡി എൻ എയുടെ സ്റ്റാൻഡുകളുണ്ട്. ഇനി നിങ്ങൾ എപ്പോഴും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഒരു ഡി എൻ എ പുതുതായിട്ടുണ്ടാകുമ്പോഴായാലും ഒരു ആർ എൻ എ പുതുതായിട്ടുണ്ടാകുമ്പോഴായാലും പുതിയ ഡി എൻ എയും ആർ എൻ എയും എല്ലായ്പ്പോഴും 5' ഡയറക്ഷനിൽ നിന്നും 3' മാത്രമേ ഉണ്ടാകൂ. 5' നിന്ന് എങ്ങോട്ട് മാത്രമേ ഉണ്ടാകത്തുള്ളൂ, 3' മാത്രമേ പുതിയ ഡി എൻ എയും പുതിയ ആർ എൻ എ. ഇനി നമ്മൾ അടുത്ത ട്രാൻസ്ക്രിപ്ഷൻ പഠിക്കുമ്പോൾ നിങ്ങൾ ആർ എൻ എയുടെ കാര്യമായിരിക്കും പഠിക്കുന്നത്. അപ്പോൾ ഒരു പുതിയ ഡി എൻ എയും ആർ എൻ എയും ഒക്കെ ഉണ്ടാകുന്നത് ഏത് ഡയറക്ഷനിൽ മാത്രമേ ഉണ്ടാവൂ, 5' നിന്ന് എങ്ങോട്ട് മാത്രമേ ഉണ്ടാവൂ, 3' മാത്രമേ ഉണ്ടാവൂ. അതായത് നോക്കൂ മക്കളെ, അപ്പോൾ 5' നിന്ന് 3' ഡി എൻ എ ഉണ്ടാകണമെങ്കിൽ അതേ ഇവിടെയാണെങ്കിൽ കുഴപ്പമില്ല അല്ലേ, കാരണം ഇവിടെ 5' വെച്ചിട്ട് 3' ഇങ്ങോട്ട് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഇവിടെ നേരെ പ്രശ്നമാണല്ലേ, ഇവിടുന്ന് 5' ഇങ്ങോട്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഇവിടെ 5' 3' ഈ ഡയറക്ഷനിൽ ഉണ്ടാക്കാൻ പറ്റും, കുഴപ്പമില്ല. കാരണം എന്താ, ഇവിടെ അതിന് കോംപ്ലിമെൻ്ററി ആണ്. കാരണം എന്താ, 3'ഉം ഇങ്ങേറ്റത് 5' ആണ്, അല്ലെങ്കിൽ ഇവിടെ 5' ആണ്, ഇവിടെ 5' ആണ് വരുന്നത്. അപ്പോൾ കുഴപ്പമില്ല, ഇവിടെ 3' 5' 3' ഡയറക്ഷനിൽ പുതിയ സ്റ്റാൻഡ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ പുതിയ കോംപ്ലിമെൻ്ററി സ്റ്റാൻഡ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഇത് ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷേ തൊട്ടപ്പുറത്തെ സ്റ്റാൻഡ് പ്രശ്നമാണ്, ഈ ഡയറക്ഷനിൽ നമുക്ക് സ്റ്റാൻഡ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. കാരണം എന്താ മക്കളെ, കാരണം ആ ഡയറക്ഷനിൽ സ്റ്റാൻഡ് ഉണ്ടാക്കിയാൽ അത് ഏത് ഡയറക്ഷനായി പോവും, 3' നിന്ന് 5' പോകും. ശരിയല്ല, കാരണം ഇതിന് കോംപ്ലിമെൻ്ററി ആയിട്ടല്ലേ, ഈ സ്റ്റാൻഡിന് കോംപ്ലിമെൻ്ററി ആയിട്ടല്ലേ പുതിയ സ്റ്റാൻഡ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഈ സ്റ്റാൻഡിന് കോംപ്ലിമെൻ്ററി ആയിട്ട് പുതിയ സ്റ്റാൻഡ് ഉണ്ടാകുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, ഇവിടുന്ന് ഇങ്ങോട്ട് മാത്രമേ ഉണ്ടാക്കാൻ പറ്റൂ. ഇതൊരു പ്രശ്നമാണ്, ഡി എൻ എ റെപ്ലിക്കേഷനിലെ ഒരു പ്രശ്നമാണ്. ഇപ്പോൾ നോക്കിക്കോണം ഈ പ്രശ്നത്തെ എങ്ങനെയാണ് നമ്മൾ പരിഹരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി 3' 5' ഡയറക്ഷനിലിരിക്കുന്ന ടെംപ്ലേറ്റ് സ്റ്റാൻഡിൽ ഒരു ഡി എൻ എ അല്ലെങ്കിൽ ഒരു ഡോട്ടർ ഡി എൻ എ കണ്ടിന്യൂസ് ഫാഷനിലുണ്ടാകും. അപ്പോൾ ഓൾറെഡി 3' 5' ഡയറക്ഷനിലിരിക്കുന്ന പേരൻ്റൽ സ്റ്റാൻഡിൽ ഒരു ഡി എൻ എ സ്റ്റാൻഡ് എങ്ങനെ ഉണ്ടാവും, കണ്ടിന്യൂസ് സ്ട്രെച്ചിലുണ്ടാകും. എന്താണ്ട് കണ്ടില്ലേ, കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്ട്രെച്ചിലുണ്ടാകും. ആരാ ഇത് ഉണ്ടാക്കുന്നത്, ഡി എൻ എ പോളിമറൈസ് എന്ന് പറയുന്ന എൻസൈം, അല്ലെങ്കിൽ ഡി എൻ എ ഡിപ്പെൻഡൻറ്റ് ഡി എൻ എ പോളിമറൈസ് എന്ന് പറയുന്ന എൻസൈം ഈ സ്ട്രാൻഡിന് കോംപ്ലിമെൻ്ററി ആയിട്ട് ഒരു സ്റ്റാൻഡിനെ പുതുതായിട്ടുണ്ടാക്കും. അതൊരു കണ്ടിന്യൂസ് സ്ട്രെച്ചിലായിരിക്കും. ആ സ്റ്റാൻഡ് ഉണ്ടാകുന്നത് കണ്ടിന്യൂസ് സ്ട്രെച്ചിലായിരിക്കും. കാരണം എന്താ, അതിന് ആ ഡയറക്ഷൻ ഒരു പ്രശ്നമല്ല. കാരണം 3' ഓപ്പോസിറ്റ് 5' വരും, ഇങ്ങേറ്റത് 5' ഓപ്പോസിറ്റ് 3' വരും, ഈ ഡയറക്ഷനിൽ ഉണ്ടാക്കും. എന്നാൽ ഇവിടെ ഈ അടുത്ത സ്റ്റാൻഡ് നിങ്ങൾ നോക്കുമ്പോൾ 5' 3' ഡയറക്ഷനിൽ റൺ ചെയ്യുന്ന സ്റ്റാൻഡ് നോക്കുമ്പോൾ, അപ്പോൾ ദ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് റണ്ണിങ് 3' 5' ഡയറക്ഷൻ, the template strand running 3' 5' direction synthesize new complementary strand
ന്യൂ കോംപ്ലിമെൻ്ററി സ്ട്രാൻഡ് ഇൻ എ കണ്ടിന്യൂസ് ഫാഷൻ. ഇൻ എ കണ്ടിന്യൂസ് ഫാഷൻ. കണ്ടിന്യൂസ് ഫാഷൻ. അപ്പോൾ 3-5 ഡയറക്ഷനിൽ ഓടുന്ന ഈ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് അതിൻ്റെ കോംപ്ലിമെൻ്ററി സ്ട്രാൻഡിനെ അഥവാ അതിൻ്റെ ഡോട്ടർ സ്ട്രാൻഡിനെ അതിൻ്റെ കോംപ്ലിമെൻ്ററി സ്ട്രാൻഡിനെ കണ്ടിന്യൂസ് ഫാഷനിൽ ഉണ്ടാക്കും. ആൻഡ് ദിസ് സ്ട്രാൻഡ് ഈസ് കാൾഡ്, ഇപ്പോൾ ഉണ്ടായ ഈ സ്ട്രാൻഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ദാറ്റ് സ്ട്രാൻഡ് ഈസ് കോൾഡ് കണ്ടിന്യൂസ് സ്ട്രാൻഡ്. എന്ത് വിളിക്കും അതിനെ? കണ്ടിന്യൂസ് ആയിട്ടുണ്ടായതുകൊണ്ട് ആ സ്ട്രാൻഡിനെ എന്ത് വിളിക്കും? കണ്ടിന്യൂസ് സ്ട്രാൻഡ് അല്ലെങ്കിൽ ലീഡിങ് സ്ട്രാൻഡ് എന്ന് വിളിക്കും. കണ്ടിന്യൂസ് സ്ട്രാൻഡ് അല്ലെങ്കിൽ ലീഡിങ് സ്ട്രാൻഡ്. കണ്ടിന്യൂസ് സ്ട്രാൻഡ് അല്ലെങ്കിൽ ലീഡിങ് സ്ട്രാൻഡ് എന്ന് വിളിക്കും. അതുപോലെ തന്നെ തൊട്ടിപ്പുറത്തെ സ്ട്രാൻഡ് എന്ന് നോക്കിയാൽ ഈ 5-3 പോകുന്ന സ്ട്രാൻഡിൽ പുതിയ സ്ട്രാൻഡ് എങ്ങനെ ഉണ്ടാവത്തില്ല? കണ്ടിന്യൂസ് ഫാഷനിൽ ഉണ്ടാവുമോ? ഉണ്ടാകത്തില്ല. അപ്പോൾ എങ്ങനെ ഉണ്ടാവുകയുള്ളൂ? സാർ ഇവിടെ എഴുതിയിരിക്കുന്ന മായ്ക്കുകയാണ്. മായ്ച്ചതിന് ശേഷം നമുക്ക് ഇവിടെ എഴുതാം. ഇവിടെ 5 നിന്ന് 3 പോകുന്ന സ്റ്റാൻഡിൽ ഒരിക്കലും കണ്ടിന്യൂസ് ഫാഷനിൽ പുതിയ കോംപ്ലിമെൻ്ററി സ്റ്റാൻഡ് ഉണ്ടാവത്തില്ല. പകരം അതെപ്പോഴും പുതിയ സ്റ്റാൻഡ് എങ്ങനെ ഉണ്ടാവുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത്? 5 നിന്ന് 3 അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ DNA പോളിമറൈസിന് വന്ന് ഇവിടെ അറ്റാച്ച് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യാമെന്നറിയാമോ? ഇങ്ങോട്ട് വന്ന് DNA പോളിമറൈസ് അറ്റാച്ച് ചെയ്തിട്ട് ചെറിയ ചെറിയ കഷണങ്ങളായി പ്രൊഡ്യൂസ് ചെയ്യും. പുതിയ സ്റ്റാൻഡിനെ കുഞ്ഞു കുഞ്ഞു സ്ട്രെച്ചുകളായി ചെറിയ ചെറിയ കഷണങ്ങളായി പ്രൊഡ്യൂസ് ചെയ്യും. ഇങ്ങനെ ഉണ്ടാകുന്ന പുതിയ സ്ട്രാൻഡ് നോക്കട്ടെ, ഇത് കണ്ടിന്യൂസ് ആയിട്ടാണ് ഉണ്ടായത്. അതായത് 3-5 ഡയറക്ഷനിൽ ഓടുന്ന ടെംപ്ലേറ്റ് സ്റ്റാൻഡിൻ്റെ കോംപ്ലിമെൻ്ററി സ്റ്റാൻഡ് കണ്ടിന്യൂസ് ഫാഷനിലാണ് ഉണ്ടായത്. എന്നാലാകട്ടെ ദ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് റണ്ണിങ്, ഞാൻ ഇങ്ങോട്ട് എഴുതുകയാണ്, ദ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് റണ്ണിങ്. ഇവിടെ എലോങ്ങേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ് എത്തിയല്ലേ? ദ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് റണ്ണിങ് 5-3 ഡയറക്ഷൻ synthesize new complementary strand in a as fragments എന്തായിട്ടാണ് ഉണ്ടാക്കുന്നത്? ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നോക്കിയാൽ മക്കളെ, കുഞ്ഞു 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 ചെറിയ ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കണ്ടില്ലേ? പരീക്ഷ എഴുതാൻ വേണ്ടി മാത്രമാണ് സാർ പറഞ്ഞിരുന്നത്, വളരെ ചുരുക്കിയാണ് പറഞ്ഞിരുന്നത്. ഈ ഒരു 5-3 ഡയറക്ഷനിൽ ഓടുന്ന സ്ട്രാൻഡിൽ ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫാഷനിലാണ് ഇതുണ്ടാകുന്നത്, അല്ലെങ്കിൽ ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ടാണ് ഉണ്ടാകുന്നത്. ആൻഡ് ദിസ് സ്ട്രാൻഡ് ഈസ് ലേറ്റർ ജോയിൻഡ്. പിന്നീട് ഇത് എന്ത് ചെയ്യും? ജോയിൻ ചെയ്താലും ഇത് ആദ്യം ഉണ്ടാകുന്ന ഡിസ്കണ്ടിന്യൂസ് ആയിട്ടല്ലേ. അതുകൊണ്ട് ഈ സ്ട്രാൻഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിസ്കണ്ടിന്യൂസ് സ്ട്രാൻഡ്. അല്ലെങ്കിൽ ഇവിടെ ഒരു ലാഗ് ഉണ്ടാവത്തില്ല. ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളുണ്ടായി ആ കഷ്ണങ്ങളെ പിന്നീട് ഒട്ടിച്ച് ചേർക്കുമ്പോൾ അവിടെ ഒരു ലാഗ് ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ അതിനെ വിളിക്കും ലാഗിങ് സ്ട്രാൻഡ് എന്ന് വിളിക്കും. ലാഗിങ് സ്ട്രാൻഡ്. അതുപോലെ തന്നെ അപ്പുറത്ത് നമ്മൾ എഴുതിയ കണ്ടിന്യൂസ് സ്ട്രാൻഡിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ലീഡിങ് സ്ട്രാൻഡ്. ലാഗിങ് സ്ട്രാൻഡിൻ്റെ ഓപ്പോസിറ്റ് ലീഡിങ് സ്ട്രാൻഡ്. ഓക്കെ, ഓർത്തോണേ. അപ്പോൾ ഇവിടെ ലാഗിങ് സ്ട്രാൻഡ്, അപ്പുറത്ത് ലീഡിങ് സ്ട്രാൻഡ്. ലാഗിങ് സ്ട്രാൻഡും ലീഡിങ് സ്ട്രാൻഡും. ഓക്കെ, ഇനി അടുത്ത കാര്യം പറയാൻ പോവാണ്. ഇങ്ങനെ കഷണങ്ങളായിട്ടല്ലേ നേരത്തെ ഉണ്ടായത്? ഇങ്ങനെ നിങ്ങൾ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് നോക്കിയേ, ഇവിടെ ഉണ്ടായ ഈ 5-3 ഡയറക്ഷനിലുണ്ടായ പുതിയ കോംപ്ലിമെൻ്ററി സ്ട്രാൻഡ് എങ്ങനെയായിരുന്നു? ഡിസ്കണ്ടിന്യൂസ് ഫാഷനിൽ ഇങ്ങനെ ചെറിയ ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ടാണ് ഉണ്ടായത്. ഈ ഓരോ ഫ്രാഗ്മെൻറ്റുകളെയും നമ്മൾ വിളിക്കുന്ന പേരാണ്, ദീസ് സിംഗിൾ ഫ്രാഗ്മെൻറ്റ്സ് ആർ കോൾഡ് ഒക്കസാക്കി ഫ്രാഗ്മെൻറ്റ്സ്. ഈ ഫ്രാഗ്മെൻറ്റുകളെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ഒക്കസാക്കി ഫ്രാഗ്മെൻറ്റ്സ് എന്ന് വിളിക്കും. ദീസ് ഫ്രാഗ്മെൻറ്റ്സ് ആർ കോൾഡ് ഒക്കസാക്കി ഫ്രാഗ്മെൻറ്റ്സ്. ഓക്കെ, കാരണം അത് ഒക്കസാക്കി എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ് കണ്ടുപിടിച്ചത്. അതുകൊണ്ട് ഒക്കസാക്കി ഫ്രാഗ്മെൻറ്റ്സ് എന്ന് വിളിക്കും. അപ്പോൾ ഒക്കസാക്കി ഫ്രാഗ്മെൻറ്റുകളെ കൂട്ടിച്ചേർത്തുണ്ടാക്കുന്ന സ്ട്രാൻഡിന് പറയുന്ന പേരെന്താണ്? ഡിസ്കണ്ടിന്യൂസ് സ്ട്രാൻഡ് അല്ലെങ്കിൽ ലാഗിങ് സ്ട്രാൻഡ്. ഇനി ഈ ഒക്കസാക്കി ഫ്രാഗ്മെൻറ്റ്സിനെ പരസ്പരം യോജിപ്പിക്കുന്നത് ആരാണ്? ദാറ്റ് ഈസ് ആൻ എൻസൈം കോൾഡ് DNA. DNA ഒട്ടിക്കുന്ന എൻസൈം ഏതാണ്? DNA ലിഗേസ് എൻസൈം. അപ്പോൾ മനസ്സിലായോ? അപ്പോൾ ഇനിഷ്യേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? DNA ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ച് DNA സെപ്പറേറ്റഡ് ആവും. അതിനുശേഷം DNA പോളിമറൈസ് എന്ന് പറയുന്ന എൻസൈം വരുമ്പോൾ എന്തോ അവിടെ നടക്കുന്ന കാര്യം? DNA പോളിമറൈസ് എൻസൈം
ഈ 3' നിന്ന് 5' റൺ ചെയ്യുന്ന സ്ട്രാൻഡിൽ സിന്തസൈസ് ദ ന്യൂ കോംപ്ലിമെൻ്ററി സ്ട്രാൻഡ് ഇൻ എ കണ്ടിന്യൂസ് ഫാഷൻ ആൻഡ് ദാറ്റ് സ്ട്രാൻഡ് ഈസ് കാൾഡ് ലീഡിങ് സ്ട്രാൻഡ് ഓർ കണ്ടിന്യൂസ് സ്ട്രാൻഡ്. എന്ത് വിളിക്കും? ലീഡിങ് സ്ട്രാൻഡ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് സ്ട്രാൻഡ് എന്ന് വിളിക്കും. ആൻഡ് ഇൻ ദ നെക്സ്റ്റ് സ്ട്രാൻഡ് ഓർ ദ സ്ട്രാൻഡ് റണ്ണിങ് ഇൻ 5' to 3' ഡയറക്ഷൻ, 5' നിന്ന് 3' പോകുന്ന ടെംപ്ലേറ്റ് സ്ട്രാൻഡിൽ the new complementary DNA or the complementary strand is synthesized in a discontinuous fashion or are fragments. That fragments are called Okazaki fragments. After some time, the Okazaki fragments were ligated or it become joined by DNA ligase enzyme and form a strand. That strand is called lagging strand or discontinuous strand. ഈ ചിത്രമാണ് നിങ്ങളുടെ പുസ്തകത്തിൽ ദാ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു DNA ഉണ്ട്. ആ DNA എന്ത് ചെയ്തു? സെപ്പറേറ്റ് ചെയ്തു. ഏത് സ്ഥലത്ത് വെച്ചാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്? ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. എന്താണ് മക്കളെ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ? ഒന്നുകൂടെ പറഞ്ഞേ, വാട്ട് ഈസ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ? ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളത് കൊണ്ടാണ് പറയുന്നത്. വാട്ട് ഈസ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ? ബോട്ടണിയിലും ഈ ക്വസ്റ്റ്യൻ ചോദിക്കും. ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ അഥവാ ORI സൈറ്റ്. നിങ്ങൾ ബയോടെക് പഠിച്ച സമയത്ത് നിങ്ങൾ അവിടെ പഠിച്ചിട്ടുണ്ടാവും ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ അല്ലെങ്കിൽ ORI സൈറ്റ്. ഇറ്റ് ഈസ് ദ ഫ്രാഗ്മെന്റ് ഓഫ് ഓർ സെഗ്മെന്റ് ഓഫ് DNA ഫ്രം വെയർ ദ റെപ്ലിക്കേഷൻ സ്റ്റാർട്ട്. റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന DNA ഫ്രാഗ്മെൻറ്റ് അല്ലെങ്കിൽ സെഗ്മെൻറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ORI സൈറ്റ്. അപ്പോൾ ORI സൈറ്റിൽ വെച്ച് DNA എന്താവുന്നു? സെപ്പറേറ്റഡ് ആവുന്നു ബൈ യൂസിങ് ദ എൻസൈം. ഏത് എൻസൈം യൂസ് ചെയ്തുകൊണ്ട്? ഹെലിക്കേസ് എന്ന് പറയുന്ന എൻസൈം ഉപയോഗിച്ചുകൊണ്ട്. DNA അങ്ങനെ അൺവൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടേക്ക് ഒരു എൻസൈം വരുന്നു. ഏതാണ് ആ എൻസൈം? DNA പോളിമറൈസ് അല്ലെങ്കിൽ DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറൈസ് എത്തിച്ചേരുന്നു. ആ DNA പോളിമറൈസ് ഈ 3' നിന്ന് 5' പോകുന്ന ടെംപ്ലേറ്റ് സ്ട്രാൻഡിൽ വന്ന് അറ്റാച്ച് ചെയ്തിട്ട് അവിടെ ഒരു കണ്ടിന്യൂസ് ഫാഷനിൽ ഒരു സ്ട്രാൻഡ് ഉണ്ടാക്കുന്നു. അതിനെ നമ്മൾ എന്ത് വിളിക്കും? കണ്ടിന്യൂസ് സിന്തസിസിലൂടെ ഉണ്ടാകുന്ന സ്ട്രാൻഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കണ്ടിന്യൂസ് സ്ട്രാൻഡ് എന്ന് വിളിക്കും. കണ്ടിന്യൂസ് സ്ട്രാൻഡ് അല്ലെങ്കിൽ ലീഡിങ് സ്ട്രാൻഡ്. കണ്ടിന്യൂസ് സ്ട്രാൻഡ് അല്ലെങ്കിൽ ലീഡിങ് സ്ട്രാൻഡ്. അതുപോലെ തന്നെ തൊട്ട് ഓപ്പോസിറ്റ് സ്ട്രാൻഡിൽ 5' to 3' ഡയറക്ഷനിൽ. അപ്പോൾ അവിടുന്ന് ഒരിക്കലും ഇങ്ങോട്ട് സിന്തസൈസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താ? പുതുതായി ഉണ്ടാകുന്ന DNA എപ്പോഴും 5' നിന്ന് 3' അപ്പോൾ 5' നിന്ന് 3' ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ടുണ്ടാക്കും. ഇങ്ങനെ ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ടുണ്ടാകുന്ന DNAകളെ നമ്മൾ വിളിക്കുന്നത് ദീസ് ഫ്രാഗ്മെൻറ്റ്സ് ആർ കോൾഡ് ഒക്കസാക്കി ഫ്രാഗ്മെൻറ്റ്സ്. These fragments are called Okazaki fragments. After joining this Okazaki fragments, ഈ Okazaki ഫ്രാഗ്മെൻറ്റുകളെ ജോയിൻ ചെയ്ത് there is another strand is made അല്ലെങ്കിൽ another complementary strand to the 5' 3' direction. 5' 3' ഡയറക്ഷനിലുള്ള ടെംപ്ലേറ്റ് സ്റ്റാൻഡിന് ഒരു കോംപ്ലിമെൻ്ററി സ്റ്റാൻഡ് നമ്മൾ ബിൽഡ് ചെയ്ത് കൊടുക്കും. ഏതാണ് ആ സ്റ്റാൻഡിൻ്റെ പേര്? ലാഗിങ് സ്റ്റാൻഡ് അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂസ് സ്റ്റാൻഡ്. ഓക്കെ ആണോ പറഞ്ഞത്? ആണ്. അങ്ങനെയാണെങ്കിൽ ഈ DNA ഒരു എൻ്റയർ സച്ച് ഓഫ് DNAക്കും റെപ്ലിക്കേഷൻ. അപ്പോൾ ഇവിടെ റെപ്ലിക്കേഷൻ ഫോർക്ക് ഫോം ചെയ്തു. പിന്നെ ഇത് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വരും. അങ്ങനെ ഈ DNA മുഴുവൻ റെപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ടെർമിനേറ്റ് ചെയ്യപ്പെടും. DNA തീരുമ്പോൾ DNA റെപ്ലിക്കേഷൻ എന്ത് ചെയ്യപ്പെടും? ടെർമിനേറ്റ് ചെയ്യപ്പെടും. DNA റെപ്ലിക്കേഷൻ കഴിഞ്ഞു. ഓക്കെ. അപ്പോൾ ഇവിടെ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. അതേ നോക്കും മക്കളെ. ദ ഡയഗ്രാം റെപ്രസെൻറ്റ് DNA റെപ്ലിക്കേഷൻ പ്രോസസ്. താഴെ കൊടുത്തിരിക്കുന്ന ഡയഗ്രാം എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു? DNA റെപ്ലിക്കേഷൻ പ്രോസസ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. റീഡ്രോ ദ ഡയഗ്രാം, റെക്ടിഫൈ എനി മിസ്റ്റേക്ക്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് തിരുത്തി വരയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്. എന്താണ് മിസ്റ്റേക്ക് എന്ന് നമുക്ക് നോക്കാം. എന്താണ് മിസ്റ്റേക്ക് എന്ന് നമുക്ക് മനസ്സിലായി. ഇതാണ് നോക്കട്ടെ. 3' 5' ഡയറക്ഷനിൽ പോകുന്നത് ഈ സ്റ്റാൻഡിൽ കണ്ടിന്യൂസ് ആയിട്ടായിരുന്നു പുതിയ സ്റ്റാൻഡ് ഉണ്ടാക്കേണ്ടത്. പക്ഷേ ഇവിടെ ഡിസ്കണ്ടിന്യൂസ് ആയിട്ടല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നിട്ട് കണ്ടിന്യൂസ് എന്ന് എഴുതിയിട്ടുണ്ടല്ലേ. അപ്പോൾ അത് തെറ്റാണ്. ഇങ്ങോട്ട് നോക്കൂ, നമുക്ക് വരയ്ക്കാം. ഈ സ്റ്റാൻഡ് 3' നിന്ന് 5' പോകുന്നതാണ്. ഈ സ്റ്റാൻഡ് 5' നിന്ന് 3' പോകുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഡയറക്ഷനിൽ കണ്ടിന്യൂസ് ആയിട്ടാണ് ഉണ്ടാകുന്നത്. ഈ ഡയറക്ഷനിലാണ് ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുണ്ടാകുന്നത്. ശരിയല്ലേ? ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ പറഞ്ഞോളൂ. ഈ സ്റ്റാൻഡിനെ എന്ത് വിളിക്കും? കണ്ടിന്യൂസ് സ്റ്റാൻഡ് അല്ലെങ്കിൽ ലീഡിങ് സ്റ്റാൻഡ് എന്ന് വിളിക്കും. ദിസ് ഈസ് ദ ലീഡിങ് സ്റ്റാൻഡ്. അപ്പുറത്തെ സ്റ്റാൻഡിനെ എന്ത് വിളിക്കും? ഒക്കസാക്കി ഫ്രാഗ്മെൻറ്റ്സ് ഇത് ജോയിൻ ചെയ്തുണ്ടാകുന്ന സ്റ്റാൻഡിനെ നമ്മൾ എന്ത് വിളിക്കും? ലാഗിങ് സ്റ്റാൻഡ്. ലാഗിങ് സ്റ്റാൻഡ്. അപ്പോൾ നമ്മൾ തിരുത്തി വരച്ചു. നെയിം ദ 2 എൻസൈം ഇൻവോൾവ്ഡ് ഇൻ DNA റെപ്ലിക്കേഷൻ പ്രോസസ്. DNA റെപ്ലിക്കേഷൻ പ്രോസസ്സിൽ പങ്കെടുക്കുന്ന 2 എൻസൈമുകളുടെ പേരെഴുതുക. ഒന്നാമത്തെ എൻസൈം ഹെലിക്കേസ് എൻസൈം. രണ്ടാമത്തെ എൻസൈം DNA പോളിമറൈസ് എൻസൈം. DNA പോളിമറൈസ് എൻസൈം. DNA പോളിമറൈസ് എൻസൈം. ശരിയല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദ എൻസൈം ദാറ്റ് ജോയിൻസ് DNA ഫ്രാഗ്മെൻറ്റ്സ് ഇൻ ഡിസ്കണ്ടിന്യൂസ് സ്റ്റാൻഡ് ഡ്യൂറിങ് റെപ്ലിക്കേഷൻ. റെപ്ലിക്കേഷൻ്റെ സമയത്ത് ഡിസ്കണ്ടിന്യൂസ് സ്റ്റാൻഡുകൾ അഥവാ ഒക്കസാക്കി ഫ്രാഗ്മെൻറ്റുകളെ പരസ്പരം ഒട്ടിക്കുന്ന, പരസ്പരം ജോയിൻ ചെയ്യുന്ന എൻസൈമിൻ്റെ പേരെന്താണ്? എന്താണ്? DNA ലിഗേസ്.
DNA ligase. Okay. Next is transcription. ഓക്കെ മക്കളെ, അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നു ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. ട്രാൻസ്ക്രിപ്ഷൻ നമ്മൾ സെൻട്രൽ ഡോഗ്മ ഇൻ മോളിക്കുലാർ ബയോളജി പഠിച്ചത് നിങ്ങൾ ഓർക്കുമെന്ന് ഞാൻ കരുതുന്നു. DNA-യിൽ നിന്ന് DNA ഉണ്ടാകുന്ന പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് റെപ്ലിക്കേഷൻ. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. റെപ്ലിക്കേഷൻ്റെ റിക്വയർമെൻറ്റ്സ് എന്താണെന്ന് നോക്കി, റെപ്ലിക്കേഷനിൽ പങ്കെടുക്കുന്ന എൻസൈംസ് ഏതൊക്കെയാണെന്ന് നോക്കി, DNA റെപ്ലിക്കേഷൻ എന്ന് പറയുന്ന മെക്കാനിസം എങ്ങനെയാണ് നടക്കുന്നതെന്ന് വളരെ ഷോർട്ടായിട്ട് നമ്മൾ പഠിച്ചു. ഇത് മതിയാവും പരീക്ഷ എഴുതാനായിട്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചാൽ മതി. ഇനി അടുത്തതാണ് ട്രാൻസ്ക്രിപ്ഷൻ. മക്കളെ, നമുക്കറിയാം DNA എന്ന് പറയുന്ന മോളിക്യൂൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ്, ശരിയല്ലേ? ഇനി നമ്മുടെ ക്യാരക്ടറുകൾ കൺട്രോൾ ചെയ്യപ്പെടുന്നത് പ്രോട്ടീനുകൾ ഉണ്ടായിട്ടാണ്. അത് നിങ്ങൾക്കറിയാം. DNA-യിലിരിക്കുന്ന ഇൻഫർമേഷൻസിന് അനുസരിച്ച് പ്രോട്ടീനുകൾ ഉണ്ടാകുന്നതിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ സെല്ലിൽ നമ്മുടെ ക്യാരക്ടേഴ്സ് കൺട്രോൾ ചെയ്യപ്പെടുന്നത്. അപ്പോൾ പ്രോട്ടീനുകൾ ഉണ്ടാക്കുന്നത് എവിടെയാണ്? റൈബോസോമിൽ. അത് നമ്മൾ പഠിച്ചതാണ്. ഫസ്റ്റ് ഇയറിൽ തന്നെ നമ്മൾ പഠിച്ചതാണ്. പ്രോട്ടീൻസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ പ്രോട്ടീൻ സിന്തസൈസിങ് സെൻറ്റേഴ്സ് കോൾഡ് ഓർ പ്രോട്ടീൻ ഫാക്ടറീസ് കോൾഡ് റൈബോസോംസ്, അല്ലേ? അപ്പോൾ റൈബോസോമുകൾ ഇരിക്കുന്ന സെല്ലിൻ്റെ ഏത് ഭാഗത്താണ്? ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണോ? അല്ല, സൈറ്റോപ്ലാസത്തിലാണ്. അപ്പോൾ DNA-യിലിരിക്കുന്ന ഇൻഫർമേഷൻസ് സൈറ്റോപ്ലാസത്തിലേക്ക് എത്തിച്ചേർന്നാൽ മാത്രമേ ആ ഇൻഫർമേഷൻസ് നോക്കി റൈബോസോമിന് എന്ത് നിർമ്മിക്കാൻ കഴിയൂ? പ്രോട്ടീൻ നിർമ്മിക്കാൻ കഴിയൂ, ശരിയല്ലേ? അപ്പോൾ DNA-ക്ക് എന്തായാലും ഡയറക്റ്റായി ന്യൂക്ലിയസിൽ നിന്ന് പുറത്തു വരാൻ കഴിയില്ലല്ലോ, കഴിയില്ല. അപ്പോൾ DNA-യിൽ നിന്നും ഒരു മെസ്സഞ്ചർ ഉണ്ടാകണം. DNA ഡു നോട്ട് ഡയറക്ട്ലി ടേക്ക് പാർട്ട് ഇൻ പ്രോട്ടീൻ സിന്തസിസ്. DNA ഒരിക്കലും ഡയറക്റ്റായി എവിടെ ടേക്ക് പാർട്ട് ചെയ്യത്തില്ല? പ്രോട്ടീൻ സിന്തസിസിൽ പങ്കെടുക്കത്തില്ല. നമ്മൾ നേരത്തെ DNA-യുടെയും RNA-യുടെയും വ്യത്യാസം പറഞ്ഞപ്പോൾ തന്നെ അത് പറഞ്ഞു. DNA-ക്ക് ഡയറക്റ്റായി എവിടെ പങ്കെടുക്കാനുള്ള കഴിവില്ല? പ്രോട്ടീൻ സിന്തസിസിൽ പങ്കെടുക്കാനുള്ള കഴിവില്ല. അതിന് ആരുടെയെങ്കിലും സഹായം വേണം. അതിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട ആളാണ് mRNA. DNA-ക്ക് പ്രോട്ടീൻ സിന്തസിസിൽ ഡയറക്റ്റായി പങ്കെടുക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ DNA-യിലിരിക്കുന്ന ഇൻഫർമേഷൻസിനെ കോപ്പി ചെയ്ത് കൊണ്ടുവരാനായ ഒരു മോളിക്യൂളുണ്ട്. ആ മോളിക്യൂളിനെ നമ്മൾ പറയുന്ന പേരാണ് mRNA. അപ്പോൾ എന്തായിരിക്കും ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ? ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് ആൻ mRNA ഫ്രം എ DNA സെഗ്മെൻറ്റ്. ഒരു DNA സെഗ്മെൻറ്റിൽ നിന്നും mRNA ഉണ്ടാകുന്ന പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് DNA ട്രാൻസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. നോക്കിയാൽ മക്കളെ, എന്താണ് ട്രാൻസ്ക്രിപ്ഷൻ? ദ പ്രോസസ് ഓഫ് കോപ്പിയിങ് ജനറ്റിക് ഇൻഫർമേഷൻ ഫ്രം വൺ സ്ട്രാൻഡ് ഓഫ് ദ DNA ഇൻറ്റു RNA ഈസ് ടേംഡ് ആസ് ട്രാൻസ്ക്രിപ്ഷൻ. അപ്പോൾ DNA-യിലെ ഏതെങ്കിലും ഒരു സ്ട്രാൻഡിലിരിക്കും. നമുക്കറിയാം RNA ജനറലി സിംഗിൾ സ്റ്റാൻഡേർഡ് ആണ്. അപ്പോൾ DNA-യുടെ രണ്ട് സ്ട്രാൻഡും കൂടെ എവിടെ പങ്കെടുക്കേണ്ട കാര്യമില്ല, ട്രാൻസ്ക്രിപ്ഷനിൽ പങ്കെടുക്കേണ്ട കാര്യമില്ല. DNA-യുടെ ഏതെങ്കിലും ഒരു സ്ട്രാൻഡ് പങ്കെടുത്താൽ മതി. ആ ഒരു സ്ട്രാൻഡിലിരിക്കുന്ന ഇൻഫർമേഷൻ, അത് ഏത് സ്ട്രാൻഡാണ് പങ്കെടുക്കുന്നതെന്നൊക്കെ നമുക്ക് പിന്നെ പറയാം. 3-5' സ്ട്രാൻഡ് ആണോ അതോ 5-3' സ്ട്രാൻഡ് ആണോ പങ്കെടുക്കുന്നതെന്നൊക്കെ നമുക്ക് പിന്നീട് പറയാം. ഏതായാലും ശരി, ഏതെങ്കിലും ഒരു സ്ട്രാൻഡ് ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്ത് അവിടെ നിന്നൊരു mRNA ഉണ്ടാകണം. DNA-യിലിരിക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് ഒരു mRNA ഉണ്ടാകണം. ആ പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇനി നോക്കിയാൽ താഴെ എന്താ പറയുന്നത്? റിക്വയർമെൻറ്റ്സ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ. ട്രാൻസ്ക്രിപ്ഷൻ്റെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്? നമുക്ക് ട്രാൻസ്ക്രിപ്ഷൻ നടത്തണമെങ്കിൽ എന്തൊക്കെ വേണം? ഒന്ന്, ഒരു ടെംപ്ലേറ്റ് DNA വേണം, ശരിയല്ലേ? അതായത് mRNA ഉണ്ടാകേണ്ട ഒരു DNA, ദ DNA ടു ബി ട്രാൻസ്ക്രിപ്റ്റഡ്. ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സ് നടക്കേണ്ട ഒരു DNA വേണം. ദാറ്റ് DNA ഈസ് കോൾഡ് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ്. DNA-യുടെ എല്ലാ ഭാഗവും കൂടെ ഒരുമിച്ചല്ല ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത്. DNA-യുടെ ഒരു പ്രത്യേക ഭാഗത്തിന് ഒരു ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു പ്രത്യേക ഭാഗമായിരിക്കും. ആ ഭാഗത്ത് നിന്നാണ് ഒരു RNA ഉണ്ടാകുന്നത്, ഒരു mRNA ഉണ്ടാകുന്നത്. ആ ഭാഗത്തെ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്ന DNA-യുടെ ആ ഭാഗത്തെ നമ്മൾ പറയുന്ന പേരാണ് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എന്ന് പറയും. എന്ത് പറയും? ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ്. ഇനി ശ്രദ്ധിച്ചേ മക്കളെ, ഇനി നമുക്ക് വേണ്ടത്, നമുക്കല്ലേ വീടുണ്ടാക്കാൻ ഇഷ്ടിക വേണമെന്ന് പറയുന്നത് പോലെ ഇനി നമുക്ക് എന്ത് വേണം? RNA നിർമ്മിക്കണമെങ്കിൽ അത് നിർമ്മിച്ചിരിക്കുന്ന യൂണിറ്റുകൾ വേണം. എന്താണ് ആ യൂണിറ്റുകൾ? നേരത്തെ നമ്മൾ പറഞ്ഞു DNA നിർമ്മിക്കാൻ ആവശ്യമായ യൂണിറ്റുകൾ ഡീഓക്സി റൈബോ ന്യൂക്ലിയോടൈഡ്സ് ആയിരുന്നു. എന്നാൽ ഇവിടെ RNA നിർമ്മിക്കാനുള്ള ന്യൂക്ലിയോടൈഡുകൾ എന്ന് പറഞ്ഞാൽ അത് റൈബോ ന്യൂക്ലിയോടൈഡുകളാണ്. ആരാണ് വേണ്ടത്? റൈബോ ന്യൂക്ലിയോടൈഡ്സ്. അതുപോലെ ഇനി ആവശ്യമുള്ളതാണ് RNA പോളിമറൈസ് എൻസൈം അല്ലെങ്കിൽ DNA ഡിപ്പെൻഡൻറ്റ് RNA പോളിമറൈസ്. RNA പോളിമറൈസ് എൻസൈം അല്ലെങ്കിൽ DNA ഡിപ്പെൻഡൻറ്റ് RNA പോളിമറൈസ്. DNA-യിൽ നിന്ന് RNA ഉണ്ടാക്കുന്ന എൻസൈം, അതാണ് DNA ഡിപ്പെൻഡൻറ്റ് RNA പോളിമറൈസ് എൻസൈം. ഓക്കെ, ഇനി ശ്രദ്ധിക്കൂ. ദ RNA പോളിമറൈസിനെ കുറിച്ച് നമുക്ക് കുറച്ച് വിശദമായിട്ട് പഠിക്കണം. DNA ഡിപ്പെൻഡൻറ്റ് RNA പോളിമറൈസ് അല്ലെങ്കിൽ RNA പോളിമറൈസ്. അപ്പോൾ ഇതിൻ്റെ തന്നെ വേറൊരു പേരാണ് DNA-യിൽ നിന്ന് mRNA ഉണ്ടാക്കുന്നവനായതുകൊണ്ട് DNA ഡിപ്പെൻഡ് ചെയ്ത് RNA ഉണ്ടാക്കുന്നവൻ. അപ്പോൾ DNA ഡിപ്പെൻഡൻറ്റ് RNA പോളിമറൈസ്.
DNA dependent RNA polymerase. It consists of 3 factors. DNA ഡിപ്പെൻഡന്റ് RNA പോളിമറൈസിന് അഥവാ RNA പോളിമറൈസിന് 3 ഫാക്ടറുകളുണ്ട്. അതായത് 3 ഫാക്ടറുകൾ ഈ എൻസൈമുമായി ബന്ധപ്പെട്ടുണ്ട്. ഒന്നാമത്തെ ഫാക്ടർ സിഗ്മ ഫാക്ടർ അല്ലെങ്കിൽ ഇനിഷിയേഷൻ ഫാക്ടർ. സിഗ്മ ഫാക്ടർ അല്ലെങ്കിൽ ഇനിഷിയേഷൻ ഫാക്ടർ. രണ്ടാമത്തെ ഫാക്ടറിന്റെ പേരാണ് കോർ എൻസൈം. രണ്ടാമത്തെ ഫാക്ടറിന്റെ പേരെന്താണ്? കോർ എൻസൈം. മൂന്നാമത്തെ ഫാക്ടറിന്റെ പേരാണ് ദാറ്റ് ഈസ് റോ ഫാക്ടർ അല്ലെങ്കിൽ ടെർമിനേഷൻ ഫാക്ടർ. റോ ഫാക്ടർ അല്ലെങ്കിൽ ടെർമിനേഷൻ ഫാക്ടർ. അപ്പോൾ അത് RNA പോളിമറൈസ് കണ്ടെയ്ൻ 3 ഫാക്ടേഴ്സ്. RNA പോളിമറൈസ് പ്രധാനമായും 3 ഫാക്ടറുകളെ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഒന്നാമത്തെ ഫാക്ടറിനെ നമ്മൾ പറയുന്ന പേരാണ് സിഗ്മ ഫാക്ടർ അല്ലെങ്കിൽ ഇനിഷിയേഷൻ ഫാക്ടർ. രണ്ടാമത്തെ ഫാക്ടറിനെ നമ്മൾ പറയുന്ന പേരാണ് കോർ എൻസൈം. മൂന്നാമത്തെ ഫാക്ടറിനെ നമ്മൾ പറയുന്ന പേരാണ് റോ ഫാക്ടർ അഥവാ ടെർമിനേഷൻ ഫാക്ടർ. ഓക്കെ ആണോ പറഞ്ഞത്? അപ്പോൾ സിഗ്മ ഫാക്ടർ, കോർ എൻസൈം, റോ ഫാക്ടർ ആർ ദ 3 ഫാക്ടേഴ്സ് പ്രസന്റ് ഇൻ ദ RNA പോളിമറൈസ് എൻസൈം. ഇനി അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കേണ്ട മറ്റൊരു കാര്യമാണ് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എന്താണ്. നമുക്കറിയാം DNA ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്ന ഭാഗത്ത് ഒരു എൻറ്റയർ സ്ട്രെച്ച് ഓഫ് DNA ഒരുമിച്ചല്ല ട്രാൻസ്ക്രിപ്ഷൻ നടത്തുക. എന്നാൽ നമ്മൾ റെപ്ലിക്കേഷൻ പഠിച്ചപ്പോൾ അങ്ങനെയല്ല പഠിച്ചത്. ഒരു DNAയുടെ പല ഭാഗങ്ങളിൽ നിന്നും ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഉണ്ടാവും. അവിടെ നിന്നെല്ലാം റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഒരു എൻറ്റയർ സ്ട്രെച്ച് ഓഫ് DNAക്ക് ഒരുമിച്ച് എന്ത് നടക്കും? റെപ്ലിക്കേഷൻ നടക്കും. എന്നാൽ ഇവിടെ അങ്ങനെയല്ല മക്കളെ. ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്ന DNAയുടെ ഒരു പ്രത്യേക ഭാഗത്തിന് മാത്രമാണ്. ആ ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ്. എ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ഇൻ DNA ഈസ് ഡിഫൈൻഡ് പ്രൈമർലി ബൈ 3 റീജിയൻസ് ഇൻ ദ DNA. നോക്കൂ, ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൽ പ്രധാനമായും 3 ഭാഗങ്ങൾ ഉണ്ടാവും. ഒന്നാമത്തെ ഭാഗത്തിന് പറയുന്ന പേര് ഒരു പ്രൊമോട്ടർ. ഇതേ നോക്കൂ, ഒരു പ്രൊമോട്ടർ വരച്ചിട്ടുണ്ട്. DNA ഒരു പ്രൊമോട്ടർ. ഇതെല്ലാം DNA സ്ട്രാൻഡാണ്. ഇവിടുന്ന് ഇവിടം വരെ വരച്ചിരിക്കുന്ന DNA സ്ട്രാൻഡാണ്. ഇത് നോക്കൂ, 5' നിന്ന് 3' സഞ്ചരിക്കുന്ന സ്ട്രാൻഡ്. ഇത് ആൻറ്റി പാരലായിട്ട് 5' നിന്ന് ഇവിടുന്ന് 3' നിന്ന് 5' സഞ്ചരിക്കുന്ന സ്ട്രാൻഡ്. ഇങ്ങനെ 2 സ്ട്രാൻഡുകളുണ്ട്. ഒരു 5' 3' സ്ട്രാൻഡും ഉണ്ട്, ഒരു 3' 5' സ്ട്രാൻഡും ഉണ്ട്. ഇതിൽ ഇവിടെ കാണുന്ന ഒരു പ്രൊമോട്ടർ റീജിയൻ ഉണ്ട്. എന്താണ് ഈ റീജിയൻ്റെ ഫംഗ്ഷൻ എന്നൊക്കെ നമ്മൾ പിന്നീട് പഠിക്കും. ഈ റീജിയനെ നമ്മൾ വിളിക്കും ടെർമിനേറ്റർ റീജിയൻ. ഈ റീജിയനെ എന്ത് വിളിക്കും? ടെർമിനേറ്റർ റീജിയൻ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഇവിടെ നിന്നായിരിക്കും ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രൊമോട്ടറിൽ നിന്നായിരിക്കും ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. എവിടെയായിരിക്കും ടെർമിനേറ്റ് ചെയ്യുന്നത്? എവിടെ ആയിരിക്കും തീരുന്നത്? ടെർമിനേറ്ററിലായിരിക്കും തീരുന്നത്. അതുപോലെ ഇവിടെ അവർ എഴുതിയിട്ടുണ്ട് ടെംപ്ലേറ്റ് സ്ട്രാൻഡ്, ഇവിടെ എഴുതിയിട്ടുണ്ട് കോഡിംഗ് സ്ട്രാൻഡ്. ഇനി സാർ ഒരു കാര്യം പറഞ്ഞുതരാൻ പോവാണ്, ശ്രദ്ധയോടെ കേട്ടിരിക്കണം കേട്ടോ. RNA പോളിമറൈസ് എൻസൈം RNA ഉണ്ടാക്കുന്ന എൻസൈം അല്ലേ? അതായത് mRNA ഉണ്ടാക്കുന്ന എൻസൈം അല്ലേ? അപ്പോൾ അതിന് ഇതിൽ ഏതെങ്കിലും ഒരു സ്ട്രാൻഡിലെ ഇൻഫർമേഷൻ പോരായോ പുതിയ RNA ഉണ്ടാക്കാൻ? മതി. അതായത് DNAയുടെ 2 സ്ട്രാൻഡും കൂടെ എന്തായിട്ട് ആക്ട് ചെയ്യേണ്ട കാര്യമില്ല, ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ സ്വാഭാവികമായ ഒരു സംശയം തോന്നും, സാർ ഈ 3' 5' സ്ട്രാൻഡ് ആയിരിക്കുമോ അതോ 5' 3' സ്ട്രാൻഡ് ആയിരിക്കുമോ ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുക? ശ്രദ്ധിച്ചു കേൾക്കണം. നമുക്ക് പുതിയ RNA ഏത് ഡയറക്ഷനിലാണ് ഉണ്ടാകേണ്ടത്? ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു തന്നു. പുതിയ DNA സ്ട്രാൻഡും പുതിയ RNA സ്ട്രാൻഡും ഏതുണ്ടായാലും ശരി തന്നെ അത് ഈ ഡയറക്ഷനിൽ മാത്രമേ ഉണ്ടാകൂ. ഏത് ഡയറക്ഷനിൽ? 5' നിന്ന് 3'ലേക്ക്. പുതിയ DNA സ്ട്രാൻഡ് ഉണ്ടായാലും ശരി, പുതിയ RNA സ്ട്രാൻഡ് ഉണ്ടായാലും ശരി, അത് ഏത് ഡയറക്ഷനിൽ മാത്രമേ ഉണ്ടാകത്തുള്ളൂ? 5' നിന്ന് 3' അല്ലെങ്കിൽ 5' നിന്ന് 3'ലേക്ക് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെ നിന്നാണ് RNAയുടെ ട്രാൻസ്ക്രിപ്ഷൻ നടക്കേണ്ടത്. അപ്പോൾ ഈ സ്ട്രാൻഡ് ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുമോ? നോക്ക്, പ്രൊമോട്ടർ ഇവിടെ ഞാൻ വരച്ചതെല്ലാം അയച്ചു കളയാണ്. ഇവിടെ ഈ സ്ട്രാൻഡ് ആയിരിക്കുമോ ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുക അതോ ഈ സ്ട്രാൻഡ് ആയിരിക്കുമോ ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുക? ഇവിടുന്നാണ് ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, പ്രൊമോട്ടറിൽ നിന്നാണ്. അപ്പോൾ ഇവിടുന്ന് ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ സ്ട്രാൻഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെയായിരിക്കും പുതിയൊരു mRNA ഉണ്ടാകുന്നത്. ആ mRNA 5' 3' ഡയറക്ഷനിൽ ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം ഇതിന് കോംപ്ലിമെൻ്ററി ആയിരിക്കത്തില്ല. കാരണം ഈ സ്റ്റാൻഡിന് ആൻറ്റി പാരലായിട്ടേ ഇത് ഉണ്ടാക്കാൻ പാടുള്ളൂ. ശരിയല്ലേ? അപ്പോൾ ഈ സ്റ്റാൻഡ് എന്തായാലും ടെംപ്ലേറ്റ് സ്റ്റാൻഡായിട്ട് ആക്ട് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. കാര്യം 5' 5' അടുത്തടുത്ത് വരും. അങ്ങനെ വരാൻ പാടില്ല. 3' വരാൻ പാടുള്ളൂ 5' അടുത്ത്. ശരിയല്ലേ? അപ്പോൾ എന്തായാലും ഈ സ്റ്റാൻഡിന് എന്തായിട്ട് ആക്ട് ചെയ്യാൻ പറ്റത്തില്ല? ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ ഏത് സ്റ്റാൻഡിനെ ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റൂ? ഈ സ്റ്റാൻഡിനെ പറ്റൂ. അപ്പോൾ ഈ സ്റ്റാൻഡാണ് ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നതെങ്കിലോ ഇവിടുന്ന് RNA പോളിമറൈസ് വന്ന് അറ്റാച്ച് ചെയ്യുന്നു, ഇവിടുന്ന് ഇങ്ങോട്ടൊരു mRNA നിർമ്മിക്കുന്നു. ശരിയല്ലേ? ഇവിടെ ഒരു mRNA നിർമ്മിക്കുന്നു. ഇവിടെ വന്ന് RNA പോളിമറൈസ് അറ്റാച്ച് ചെയ്തതിന് ശേഷം ഇവിടുന്ന് ഇങ്ങനെ ഒരു mRNA നിർമ്മിക്കുന്നു.
ഇങ്ങനെ ഒരു mRNA നിർമ്മിച്ചാൽ ഇവിടെ 5' വരും, ഇവിടെ 3' വരും. ഓക്കെ ആണോ മക്കളെ? ഇത് ആണ്. കാരണം എന്താ? 3' നേരെ ഇവിടെ വന്നിരിക്കുന്ന 5' ആണ്, ഇവിടെ 5' നേരെ 3' ആണ്. അപ്പോൾ ഈ സ്ട്രാൻഡാണ് എന്തായിട്ട് ആക്ട് ചെയ്യുക? ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ടെംപ്ലേറ്റ് സ്ട്രാൻഡായിട്ട് ആക്ട് ചെയ്യുക. ഇനി സാർ ഒരു എളുപ്പ വഴി പറഞ്ഞുതരാം. ഇങ്ങനെ 2 സ്ട്രാൻഡുകൾ തന്നാൽ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഈ പ്രൊമോട്ടറിൻ്റെ അടുത്ത് 3' വരുന്നവനായിരിക്കും ടെംപ്ലേറ്റ്. ഓർത്ത് വെച്ചിരുന്നാൽ മതി. പ്രൊമോട്ടറിൻ്റെ അടുത്ത് 3' വരുന്നവനാണ് ടെംപ്ലേറ്റ്. അപ്പോൾ ഇവനാണ് ടെംപ്ലേറ്റ്. ഇനിയിപ്പോൾ പ്രൊമോട്ടർ ഇപ്പുറത്ത് വന്നാലും പേടിക്കേണ്ട. പ്രൊമോട്ടർ ഇവിടെയാണ്, ഈ ടെർമിനേറ്ററിൻ്റെ സ്ഥലത്താണ് പ്രൊമോട്ടർ വരച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. അവിടെ നിന്ന് ഇങ്ങോട്ടാണ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത്, ഈ ഡയറക്ഷനിൽ നിന്ന് ഇങ്ങോട്ടാണ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ കൺഫ്യൂഷൻ ആവണ്ട. എൻ്റെ എളുപ്പ വഴി എന്തുവാ? നിങ്ങളൊന്ന് പറഞ്ഞേ. പ്രൊമോട്ടറിൻ്റെ അടുത്ത് 3' വരുന്നവനാണ് ടെംപ്ലേറ്റ്. പ്രൊമോട്ടർ താണ്ടേ, ടെംപ്ലേറ്റ് താണ്ടേ. ഇതാണ് പ്രൊമോട്ടറായിട്ട് വരുന്നെങ്കിൽ, ഇതിപ്പോൾ ടെർമിനേറ്റർ ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതാണ് പ്രൊമോട്ടറായിട്ട് തരുന്നത്. ഇത് ടെർമിനേറ്റർ ആയിട്ട് തന്നാലും നിങ്ങൾക്ക് തിരിഞ്ഞു പോകത്തില്ല. കാരണം എന്താ? പ്രൊമോട്ടറിൻ്റെ അടുത്ത് 3' വരുന്നവനാണ് ടെംപ്ലേറ്റ്. ഇവിടെ ആകുമ്പോൾ ഇതാണ് പ്രൊമോട്ടർ. പ്രൊമോട്ടറിൻ്റെ അടുത്ത് 3' വരുന്നവനാണ് ടെംപ്ലേറ്റ് സ്റ്റാൻഡ്. ഇനി ഈ ടെംപ്ലേറ്റ് സ്റ്റാൻഡിലെ കോഡ് ഞാനിവിടെ എഴുതുകയാണ്. ATGCATCGC ഇങ്ങനെ എഴുതുകയാണ്. ഇതിൻ്റെ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള സ്റ്റാൻഡ് എന്ന് പറഞ്ഞ് T, A, C, G, T, ഇവിടെ A, ഇവിടെ G, ഇവിടെ C, ഇവിടെ G, ഇങ്ങനെയല്ലേ വരുന്നത്? ആണ്. ഇനി ഇവിടെ നിന്നൊരു mRNA ഉണ്ടാകുന്നു. ഈ സ്റ്റാൻഡിൽ നിന്ന്, ഏത് 3' 5' സ്റ്റാൻഡിൽ നിന്നൊരു mRNA ഉണ്ടാകുന്നു. അതിൽ കോംപ്ലിമെൻ്ററി ആയിട്ടായിരിക്കത്തില്ലേ അതുണ്ടാവുന്നത്? അപ്പോൾ ഒന്ന് പറഞ്ഞേ, Tക്ക് പകരം RNA ആയതുകൊണ്ട് അവിടെ എന്ത് വരും? U വരും. ശരിയല്ലേ? U. അടുത്ത എന്ത് വരും? A. അതേപോലെ തന്നെ അടുത്തത് C, G, U, A അല്ലേ, G, C, G, ഇങ്ങനെയല്ലേ വരിക? അപ്പോൾ അതെ, ഈ സ്റ്റാൻഡ് തന്നെയല്ലേ ഇപ്പോൾ mRNA ആയിട്ടുണ്ടായിട്ടുള്ളത്. ഒറ്റ സ്ഥലത്തെ വ്യത്യാസമുള്ളൂ. ഇവിടുത്തെ തൈമിനുകളെല്ലാം മാറി എന്ത് വന്നു? അതായത് ഈ 5' 3' സ്റ്റാൻഡാണ് ഇപ്പോൾ mRNA ആയിട്ടുണ്ടായിട്ടുള്ളത്. mRNAയിലെ ഇൻഫർമേഷനും ഈ ടെംപ്ലേറ്റ് സ്റ്റാൻഡിൻ്റെ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ഈ സ്റ്റാൻഡിലെ 5' 3' സ്റ്റാൻഡിലെ ഇൻഫർമേഷനും ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ടെംപ്ലേറ്റ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റുള്ള സ്റ്റാൻഡിനെ നമ്മൾ കോഡിംഗ് സ്റ്റാൻഡ് എന്ന് പറയും. ടെംപ്ലേറ്റ്, കാരണം ഈ mRNAയിൽ ഇരിക്കുന്ന അതേ ജനറ്റിക് കോഡ് തന്നെയാണ് എവിടെ ഇരിക്കുന്നത്? ഈ കോഡിംഗ് സ്റ്റാൻഡിലും ഇരിക്കുന്നത്, അഥവാ 5' 3' സ്റ്റാൻഡിലും ഇരിക്കുന്നത്. അതിനെ നമ്മൾ എന്ത് പറയും? കോഡിംഗ് സ്റ്റാൻഡ് എന്ന് വിളിക്കും. ഓക്കെ. ഇനി ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത് എത്ര സ്റ്റെപ്പുകളിലൂടെയാണ്? ട്രാൻസ്ക്രിപ്ഷൻ ടേക്സ് പ്ലേസ് ഇൻ 3 സ്റ്റെപ്സ്. ട്രാൻസ്ക്രിപ്ഷൻ പ്രധാനമായും 3 സ്റ്റെപ്പുകളിലാണ് നടക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇനീഷിയേഷൻ, ഇലോങ്ങേഷൻ, ടെർമിനേഷൻ. ഇനീഷിയേഷൻ, ഇലോങ്ങേഷൻ, ടെർമിനേഷൻ. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തതിന് ശേഷം ട്രാൻസ്ക്രിപ്ഷൻ്റെ മെക്കാനിസം എന്താണെന്ന് പഠിപ്പിക്കാം. ദേ നോക്കൂ മക്കളെ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സ്കിമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ഈസ് ഗിവൺ. താഴെ കൊടുത്തിരിക്കുന്ന ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൻ്റെ സ്കിമാറ്റിക് റെപ്രസെൻറ്റേഷൻ ആണ്. ഫിൽ അപ്പ് ദ മിസ്സിംഗ് പാർട്ട് എ ആൻഡ് ബി. എയും ബിയും എന്താണ്? എ ആയിട്ട് കൊടുത്തിരിക്കുന്നത് എന്താ മക്കളെ? എ ഈസ് ദ ടെർമിനേറ്റർ. എ എന്താണ്? ടെർമിനേറ്റർ ആണ്. ബി ആയിട്ട് കൊടുത്തിരിക്കുന്നത് എന്താ മക്കളെ? എ ഈസ് ടെർമിനേറ്റർ ആൻഡ് ബി ഈസ്. ബി എന്തുവാ? ബി ഇവിടെ ടെംപ്ലേറ്റ് സ്റ്റാൻഡ് ഓപ്പോസിറ്റുള്ള സ്റ്റാൻഡിൻ്റെ പേരെന്തുവാ? കോഡിംഗ് സ്റ്റാൻഡ് അല്ലേ? കോഡിംഗ് സ്റ്റാൻഡ് എന്നാണ് അതിൻ്റെ പേര്. റൈറ്റ് ദ റോൾ ഓഫ് ടെംപ്ലേറ്റ് സ്റ്റാൻഡ് ഇൻ ട്രാൻസ്ക്രിപ്ഷൻ. ട്രാൻസ്ക്രിപ്ഷനിൽ ടെംപ്ലേറ്റ് സ്റ്റാൻഡിൻ്റെ ഫംഗ്ഷൻ എന്താണ്? പറഞ്ഞു. ദ ടെംപ്ലേറ്റ് സ്റ്റാൻഡ് കണ്ടെയ്ൻ ദ ജനറ്റിക് ഇൻഫർമേഷൻ ടു ബി കോപ്പീഡ് ഇൻ ടു ദ mRNA. എന്താണ്? ടെംപ്ലേറ്റ് സ്റ്റാൻഡ് കണ്ടെയ്ൻ ദ ഇൻഫർമേഷൻ ദാറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ കോപ്പിയിങ് ടു ദ mRNA. mRNAയിലേക്ക് കോപ്പി ചെയ്യാൻ ആവശ്യമായ ഇൻഫർമേഷൻസ് ഇരിക്കുന്നത് എവിടെയാണ്? ടെംപ്ലേറ്റ് സ്റ്റാൻഡിലാണ്. എവിടെയാണ്? ടെംപ്ലേറ്റ് സ്റ്റാൻഡിലാണ്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് നോക്കിയേ. അടുത്ത ചോദ്യമല്ല, അടുത്ത നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ്റെ 3 സ്റ്റെപ്പുകളാണ്. ഏതൊക്കെയാണ്? ഇനീഷിയേഷൻ, ഇലോങ്ങേഷൻ, ടെർമിനേഷൻ. ഇനീഷിയേഷൻ, ഇലോങ്ങേഷൻ, ടെർമിനേഷൻ. അപ്പോൾ നോക്കൂ മക്കളെ, ട്രാൻസ്ക്രിപ്ഷൻ ഇൻവോൾവ് 3 സ്റ്റെപ്സ്. വാട്ട് ആർ ദേ? ഇനീഷിയേഷൻ, ഇലോങ്ങേഷൻ ആൻഡ് ടെർമിനേഷൻ. ഇനീഷിയേഷനും ഇലോങ്ങേഷനും ടെർമിനേഷൻ. ശ്രദ്ധിച്ച് കേൾക്കണം. ഈ 3 സ്റ്റെപ്പുകൾ സാർ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നോക്കൂ, നമുക്കൊരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് വരയ്ക്കാം. നോക്കൂ, ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് സാർ ഇവിടെ വരയ്ക്കുകയാണ്. ഈ സ്റ്റാൻഡ് ഞാൻ പറയുന്നു 3' 5'. ഈ സ്റ്റാൻഡ് ഏതാണ്? 5' 3'. ഇനി ഇവിടെ ഞാനൊരു പ്രൊമോട്ടർ റീജിയൻ വരയ്ക്കുന്നു. ദിസ് ഈസ് ദ പ്രൊമോട്ടർ റീജിയൻ. ദിസ് ഈസ് ദ പ്രൊമോട്ടർ. ഈ ഭാഗത്ത് ഞാൻ എന്ത് വരയ്ക്കും? ടെർമിനേറ്റർ റീജിയൻ വരയ്ക്കും.
ടെർമിനേറ്റർ റീജിയൻ വരയ്ക്കും. ഇനിയാണ് നമ്മുടെ മനസ്സിലെ കൺഫ്യൂഷൻ. സാർ ഇതിൽ ഏത് സ്റ്റാൻഡാണ് ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുക? ഏതാണ് സാർ? ഒരു ഐഡിയ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തോ അത്? പ്രൊമോട്ടറിന്റെ അടുത്ത് 3' വരുന്നവനാണ് ടെംപ്ലേറ്റ്. പ്രൊമോട്ടറിന്റെ അടുത്ത് 3' വന്നത് ഇവനല്ലേ? അപ്പൊ ഇവനാണ് ടെംപ്ലേറ്റ്. ഇനി ടെംപ്ലേറ്റിന്റെ ഓപ്പോസിറ്റ് ഉള്ളവനാരാ? കോഡിംഗ് സ്റ്റാൻഡ് ആണ്. ഇനി ശ്രദ്ധിക്കണേ, ആദ്യം സംഭവിക്കുന്ന കാര്യം, ഇനീഷിയേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പ് നടക്കുമ്പോൾ, ഒന്നാമത്തെ സ്റ്റെപ്പായിട്ടുള്ള ഇനീഷിയേഷൻ നടക്കുമ്പോൾ RNA പോളിമറൈസിന് 3 ഫാക്ടർ ഉണ്ടെന്നല്ലേ നമ്മൾ പഠിച്ച? സിഗ്മ ഫാക്ടർ, കോർ എൻസൈം, റോ ഫാക്ടർ. അതിൽ ഈ സിഗ്മ ഫാക്ടർ വന്നതായി പ്രൊമോട്ടർ സൈറ്റിൽ അറ്റാച്ച് ചെയ്യും. സിഗ്മ ഫാക്ടർ വന്ന് എവിടെ അറ്റാച്ച് ചെയ്യും? പ്രൊമോട്ടർ സൈറ്റിൽ അറ്റാച്ച് ചെയ്യും. ഇതാണ്, ഇവിടെ തൊട്ടാണ് ഇനീഷിയേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ RNA പോളിമറൈസിന്റെ സിഗ്മ ഫാക്ടർ ഓർ ഇനീഷിയേഷൻ ഫാക്ടർ ബിക്കം അറ്റാച്ച്ഡ് വിത്ത് ദ പ്രൊമോട്ടർ സൈറ്റ് അറ്റ് ദ ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. പ്രൊമോട്ടർ സൈറ്റിലെ ടെംപ്ലേറ്റ് സ്ട്രാൻഡിൽ വന്ന് അറ്റാച്ച് ചെയ്യും. ദാറ്റ് ഈസ് ഫോളോഡ് ബൈ ദ കോർ എൻസൈം. ഇതിന്റെ പുറകെ ആരും വരും? ദ കോർ എൻസൈമും വന്ന് അറ്റാച്ച് ചെയ്യും. ആൻഡ് ദിസ് RNA പോളിമറൈസ് മൂവ് along the template strand in 3' to 5' ഡയറക്ഷൻ. ഏത് ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ തുടങ്ങും? ഈ ടെംപ്ലേറ്റ് സ്റ്റാൻഡിലൂടെ 3' നിന്ന് 5' മൂവ് ചെയ്യാൻ തുടങ്ങും. ആരാണ്? RNA പോളിമറൈസ്. ഈ മൂവ് ചെയ്യുന്ന സ്റ്റെപ്പാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്, എലോങ്ങേഷൻ. എലോങ്ങേഷൻ സ്റ്റെപ്പിൽ വെച്ച് ദ റൈബോന്യൂക്ലിയോടൈഡ്സ് ആർ ആഡഡ് ഇൻ 5' to ദ റൈബോന്യൂക്ലിയോടൈഡുകൾ ആഡ് ചെയ്തോടെ mRNA ഉണ്ടാവുകയാണ്. mRNA ഉണ്ടാവും. ഏത് ഡയറക്ഷനിൽ? 5' 3' ഡയറക്ഷൻ. കണ്ടോ? പുതുതായി ഉണ്ടാകുന്ന DNA സ്റ്റാൻഡ് ആകട്ടെ, പുതുതായി ഉണ്ടാകുന്ന RNA സ്റ്റാൻഡ് ആവട്ടെ, എല്ലാം ഫോളോ ചെയ്യുന്ന ഒരേ ഡയറക്ഷനാണ്. ഏതാണ് ആ ഡയറക്ഷൻ? 5' നിന്ന് 3'ലേക്ക്. 5' നിന്ന് 3' പുതിയ mRNA ഉണ്ടായി. ആൻഡ് അറ്റ് ലാസ്റ്റ്, ഏറ്റവും അവസാനം ആ ലാസ്റ്റ് സ്റ്റെപ്പ് ഏതാണ്? ടെർമിനേഷൻ ആണ്. ടെർമിനേഷൻ സ്റ്റെപ്പിൽ വെച്ച് എന്ത് ചെയ്യും? ദ RNA പോളിമറൈസ് റീച്ച് ഇൻ ദ ടെർമിനേറ്റർ റീജിയൻ. ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിന്റെ ടെർമിനേറ്റർ റീജിയനിൽ എത്തിച്ചേരും. നോക്കൂ മക്കളെ, ടെർമിനേറ്റർ റീജിയനിൽ എത്തിച്ചേർന്നു. നൗ ദ റോ ഫാക്ടർ ബിക്കം അറ്റാച്ച്ഡ് വിത്ത് ദ RNA പോളിമറൈസ്. RNA പോളിമറൈസുമായി ആര് വന്ന് അറ്റാച്ച് ചെയ്യുന്നു? റോ ഫാക്ടർ. റോ ഫാക്ടറിനെ നമ്മൾ എന്തോ വിളിക്കുന്ന? ടെർമിനേഷൻ ഫാക്ടർ. അതായത് അവിടെ വെച്ച് ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റോപ്പായി നിന്നു. ദീസ് ആർ ദ 3 steps ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ. വളരെ ചുരുക്കിയാണ് സാർ പറഞ്ഞത്. ഒന്നാമത്തെ സ്റ്റെപ്പിൽ എന്താ നടക്കുന്നത്? ഇനീഷിയേഷനിൽ പ്രൊമോട്ടർ സൈറ്റിലിരിക്കുന്ന ടെംപ്ലേറ്റ് സ്ട്രാൻഡിലേക്ക് ആര് വന്ന് അറ്റാച്ച് ചെയ്യുന്നു? RNA പോളിമറൈസിന്റെ സിഗ്മ ഫാക്ടർ അഥവാ ഇനീഷിയേഷൻ ഫാക്ടർ വന്ന് അറ്റാച്ച് ചെയ്യുന്നു. രണ്ടാമതായിട്ട് അതിൻ്റെ കൂടെ കോർ എൻസൈം വന്ന് അറ്റാച്ച് ചെയ്യുന്നു. അതിനുശേഷം ഇലോങ്ങേഷൻ സ്റ്റെപ്പിൽ വെച്ച് ഈ സിഗ്മ ഫാക്ടറും കോർ എൻസൈമും കൂടെ ഏത് വഴി മൂവ് ചെയ്യുന്നു? ടെംപ്ലേറ്റ് സ്ട്രാൻഡിലൂടെ 3' നിന്ന് 5' മൂവ് ചെയ്യുന്നു. ആ സമയത്ത് പുതിയ റൈബോന്യൂക്ലിയോടൈഡുകളെ ആഡ് ചെയ്ത് 5' നിന്ന് 3' പുതിയ mRNA സ്ട്രാൻഡ് നിർമ്മിക്കുന്നു. ഓക്കെ, ഇത് കഴിഞ്ഞ് ഏറ്റവും അവസാന സ്റ്റെപ്പായ ടെർമിനേഷനിൽ വെച്ച് RNA പോളിമറൈസ് റീച്ച് അറ്റ് ദ ടെർമിനേറ്റർ സീക്വൻസ്. ഏറ്റവും അവസാനത്തെ ടെർമിനേറ്റർ റീജിയനിലേക്ക് ആര് ചേരുന്നു? RNA polymerase എത്തിച്ചേരുന്നു. ആൻഡ് ദ റോ ഫാക്ടർ ബിക്കം അറ്റാച്ച്ഡ് വിത്ത് ഇറ്റ്, ഓർ ദ ടെർമിനേഷൻ ഫാക്ടർ ബിക്കം അറ്റാച്ച്ഡ് വിത്ത് RNA polymerase. RNA polymerase ടെർമിനേഷൻ ഫാക്ടർ അറ്റാച്ച് ചെയ്യുന്നു. ആൻഡ് ദ ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ് ഈസ് കംപ്ലീറ്റഡ്. ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ് എന്ത് ചെയ്യപ്പെടുന്നു? കംപ്ലീറ്റ് ചെയ്യപ്പെടുന്നു. ഒരു ചോദ്യം മുൻപ് ചോദിച്ചിട്ടുണ്ട് 3 മാർക്കിന്. ഡിസ്ക്രൈബ് ഡിഫറൻറ്റ് സ്റ്റേജസ് ഓർ സ്റ്റെപ്പ് ഇൻ ദ പ്രോസസ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ. ഇനി നിങ്ങൾ നമ്പർ ഇട്ട് അങ്ങോട്ട് എഴുതും അല്ലേ? ഒന്നാമത്തെ സ്റ്റെപ്പ് ഇനീഷിയേഷൻ, എന്നിട്ട് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് അങ്ങോട്ട് പറ മക്കളെ. ഒന്നാമത് ഇനീഷിയേഷനിൽ സംഭവിക്കുന്നത് എന്താണ്? ദ സിഗ്മ ഫാക്ടർ ഓഫ് ദ RNA polymerase enzyme become attached with the promoter site at template strand അല്ലേ? ടെംപ്ലേറ്റ് സ്റ്റാൻഡിലെ പ്രൊമോട്ടർ സൈറ്റിൽ വന്ന് അറ്റാച്ച് ചെയ്യുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പ് ദെൻ ദ കോർ എൻസൈം ഈസ് ഫോളോഡ് ടു ദ സിഗ്മ ഫാക്ടർ. സിഗ്മ ഫാക്ടറിനെ ഫോളോ ചെയ്ത് ആരും വരുന്നു? കോർ എൻസൈമും വരുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പ് ഹെഡിങ് എഴുതും നിങ്ങൾ, ഇലോങ്ങേഷൻ. ഇലോങ്ങേഷനിൽ വെച്ച് എന്തോ സംഭവിക്കുന്നത്? ദ RNA polymerase enzyme moves through the template strand in 3' to 5' direction, and the new mRNA is synthesized in 5' to 3' direction by adding ribonucleotides. റൈബോന്യൂക്ലിയോടൈഡുകളെ ആഡ് ചെയ്ത് പുതിയ mRNA 5' 3' ഡയറക്ഷനിൽ നിർമ്മിക്കുന്നു. മൂന്നാമത്തെ നമ്പർ ഇട്ട് നിങ്ങൾ അങ്ങോട്ട് എഴുതും, ടെർമിനേഷൻ. എന്താണ് ടെർമിനേഷനിൽ സംഭവിക്കുന്നത്? വെൻ ദ RNA polymerase reach in the terminator sequence. RNA polymerase ടെർമിനേറ്റർ സീക്വൻസിൽ എത്തിച്ചേരുമ്പോൾ ദ റോ ഫാക്ടർ ബിക്കം അറ്റാച്ച്ഡ് വിത്ത് ദ RNA polymerase. RNA polymerase റോ ഫാക്ടർ വന്ന് അറ്റാച്ച് ചെയ്യുകയും ആൻഡ് ദ ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ് ബിക്കം കംപ്ലീറ്റഡ്.
ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സ് എന്ത് ചെയ്യുകയും ചെയ്യും, കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യും. ഇനി നോക്കും മക്കളെ, അടുത്ത ചോദ്യം. സ്കിമാറ്റിക് ഡയഗ്രാം ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ഈസ് ഗിവൻ ബിലോ. ഐഡന്റിഫൈ പാർട്ട് എ ആൻഡ് ബി. ഏതാണ്, ബി ഏതാണ്? ഇതാ നോക്കട്ടെ, ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് സൈറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഏതാണ്? പ്രൊമോട്ടർ സൈറ്റ് ആണ് എ. പ്രൊമോട്ടർ സൈറ്റ് ആണ് എ. ബിയോ, ബി ഈസ് ദ ടെംപ്ലേറ്റ് സ്റ്റാൻഡ്. ടെംപ്ലേറ്റ് സ്റ്റാൻഡ് ആണ് ബി. അടുത്ത എന്താ ചോദ്യം എന്ന് നോക്കാം. വാട്ട് ഈസ് ട്രാൻസ്ക്രിപ്ഷൻ? നിങ്ങൾ തന്നെ പറഞ്ഞു, ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് ആൻ mRNA ഫ്രം എ DNA സെഗ്മെന്റ്. ഒരു DNA സെഗ്മെന്റിൽ നിന്നും ഒരു mRNA ഉണ്ടാകുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ട്രാൻസ്ക്രിപ്ഷൻ. അടുത്തത്, റൈറ്റ് ദ കോംപ്ലിമെന്ററി DNA സ്റ്റാൻഡ് ഒബ്സർവിംഗ് ദ സ്റ്റാൻഡ് ഗിവൻ ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റാൻഡിന് കോംപ്ലിമെന്ററി ആയ സ്റ്റാൻഡ് എഴുതുക. ആദ്യം ഡയറക്ഷൻ എഴുതുക, 3 5 ഡാഷിന് ഓപ്പോസിറ്റ് 3 ഡാഷാണ് വരുന്നത്. എക്ക് പകരം DNA സ്റ്റാൻഡ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. എക്ക് പകരം ടി, ടിക്ക് പകരം എ, ജിക്ക് ഓപ്പോസിറ്റ് സൈറ്റോസിൻ അല്ലേ, ഗ്വാനിന് ഓപ്പോസിറ്റ് സൈറ്റോസിൻ, സൈറ്റോസിന് ഓപ്പോസിറ്റ് ഗ്വാനിൻ, അഡിനിന് ഓപ്പോസിറ്റ് തൈമിൻ, തൈമിന് ഓപ്പോസിറ്റ് അഡിനിൻ, ഗ്വാനിന് ഓപ്പോസിറ്റ് സൈറ്റോസിൻ, സൈറ്റോസിന് ഓപ്പോസിറ്റ് ഗ്വാനിൻ, അഡിനിന് ഓപ്പോസിറ്റ് തൈമിൻ, തൈമിന് ഓപ്പോസിറ്റ് അഡിനിൻ. വീണ്ടും ഡയറക്ഷൻ എഴുതി ക്ലോസ് ചെയ്യണം. ഇതാണ് കോംപ്ലിമെന്ററി സ്റ്റാൻഡ്. ശരിയല്ലേ മക്കളെ? ഇനി ഇപ്പോൾ ആ mRNA ഉണ്ടായി അല്ലേ, ഒരു DNA-യിൽ നിന്ന് mRNA ഉണ്ടായി. ഈ mRNA-കൾ 2 തരത്തിലുണ്ട്. പ്രോക്യാരിയോട്സിലും യൂക്യാരിയോട്സിലും പരിശോധിക്കുമ്പോൾ ഈ mRNA-കൾ 2 തരത്തിലാണുള്ളത്. പോളിസിസ്ട്രോണിക് mRNA-യും മോണോസിസ്ട്രോണിക് mRNA-യും. എന്താണെന്ന് പറഞ്ഞുതരാം. എന്താണ് പോളിസിസ്ട്രോണിക് mRNA? നോക്കൂ, മോസ്റ്റ്ലി ഇൻ പ്രോക്യാരിയോട്സ്. അത് കാണുന്നത് എവിടെയാണ്? പ്രോക്യാരിയോട്സിലാണ്. പരീക്ഷയ്ക്ക് ഉറപ്പായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ പോളിസിസ്ട്രോണിക് mRNA ആൻഡ് മോണോസിസ്ട്രോണിക് mRNA? പോളിസിസ്ട്രോണിക് mRNA-യും മോണോസിസ്ട്രോണിക് mRNA-യും തമ്മിലുള്ള വ്യത്യാസം നോക്കൂ മക്കളെ. The polycistronic mRNA is the mRNA that carry the information from more than one gene. സാധാരണഗതിയിൽ mRNA ഉണ്ടാകുന്ന ഒരു സ്പെസിഫിക് ജീനിൽ നിന്നാണ്. പക്ഷേ ഒന്നിലധികം ജീനുകളുടെ ഇൻഫർമേഷൻ ക്യാരി ചെയ്യുന്ന mRNA-കളെ പറയുന്ന പേരാണ് പോളിസിസ്ട്രോണിക് mRNA. അത് ആരിലാണ് കാണപ്പെടുന്നത്? നമ്മളിലല്ല, പ്രോക്യാരിയോട്ടിക് സെല്ലുകൾ, ബാക്ടീരിയകൾ പോലുള്ള പ്രോക്യാരിയോട്ടിക് സെല്ലുകളിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ വാട്ട് ഈസ് പോളിസിസ്ട്രോണിക് mRNA? Polycistronic mRNA is the mRNA that carry the information from more than one gene. ഒന്നിലധികം ജീനിൽ നിന്നുള്ള ഇൻഫർമേഷൻ ക്യാരി ചെയ്യുന്ന mRNA-കളെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോളിസിസ്ട്രോണിക് mRNA, ആൻഡ് ഇറ്റ് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് പ്രോക്യാരിയോട്ടിക് mRNA. അതൊരു പ്രോക്യാരിയോട്ടിക് mRNA ആണ്. ഇനി യൂക്യാരിയോട്ടിക് mRNA-യുടെ പ്രത്യേകതയാണ് മോണോസിസ്ട്രോണിക് ആയിരിക്കും mRNA. എന്ന് പറഞ്ഞാൽ ക്യാരി ദ ഇൻഫർമേഷൻ ഫ്രം എ സിംഗിൾ ജീൻ. നമ്മുടെ mRNA, നമ്മുടെ DNA-യിൽ ഒരു പ്രത്യേക ജീനിൽ നിന്നൊരു mRNA ഉണ്ടാവുക എന്ന് വെച്ചാൽ ഒരു mRNA-ക്കകത്ത് ഒരു സിംഗിൾ ജീനിലുള്ള ഇൻഫർമേഷൻ മാത്രമേ കാണൂ. എന്താണ് മക്കളെ ഒരു ജീൻ? ഒരു പ്രത്യേക പ്രോട്ടീൻ ഉണ്ടാക്കാനുള്ള ഇൻഫർമേഷൻ അടങ്ങിയ, ഒരു പ്രത്യേക പ്രോട്ടീൻ ഉണ്ടാക്കാൻ ആവശ്യമായ ഇൻഫർമേഷൻ അടങ്ങിയ DNA-യുടെ ഭാഗങ്ങളെ വിളിക്കുന്ന പേരാണ് ജീൻ. അതിൽ ഒറ്റ ജീനിൻ്റെ ഇൻഫർമേഷൻ മാത്രം അടങ്ങിയ mRNA-കളെ വിളിക്കുന്ന പേരാണ് മോണോസിസ്ട്രോണിക്. മോണോ എന്ന് പറയുമ്പോൾ ഒന്ന്, സിസ്ട്രോൺ എന്ന് പറഞ്ഞാൽ ജീൻ. അപ്പോൾ മോണോസിസ്ട്രോണിക് mRNA എന്ന് പറഞ്ഞാൽ ഒരു mRNA-യിൽ ഒരു ജീനിൻ്റെ ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ. ആരിലാണ് കാണപ്പെടുന്നത്? യൂക്യാരിയോട്സ്. പക്ഷേ യൂക്യാരിയോട്സ് ഉണ്ടാകുന്ന mRNA-ക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. നോക്കൂ മക്കളെ, ഇറ്റ് കണ്ടെയ്ൻ ദ മോണോസിസ്ട്രോണിക് mRNA കണ്ടെയ്ൻ ഓർ ദ യൂക്യാരിയോട്ടിക് mRNA കണ്ടെയ്ൻ കോഡിംഗ് സീക്വൻസസ് ഇൻ്ററപ്റ്റഡ് ബൈ നോൺ കോഡിംഗ് സീക്വൻസസ്. അപ്പോൾ യൂക്യാരിയോട്സിൽ ഉണ്ടാകുന്ന mRNA-യിൽ കോഡിംഗ് സീക്വൻസും ഉണ്ട്, നോൺ കോഡിംഗ് സീക്വൻസും ഉണ്ട്. കോഡിംഗ് സീക്വൻസും ഉണ്ട്, നോൺ കോഡിംഗ് സീക്വൻസും ഉണ്ട്. ദ കോഡിംഗ് സീക്വൻസസ് ആർ കോൾഡ് എക്സോൺസ് ആൻഡ് ദ നോൺ കോഡിംഗ് സീക്വൻസസ് ആർ കോൾഡ് ഇൻട്രോൺസ്. എന്ന് വെച്ചാൽ ആവശ്യമുള്ള സീക്വൻസും ഉണ്ട്, ആവശ്യമില്ലാത്ത സീക്വൻസും ഉണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്തുവാ? ആവശ്യമുള്ള സീക്വൻസിൽ നിന്ന് ആവശ്യമില്ലാത്ത സീക്വൻസ് ഒഴിവാക്കണം. ആ സ്റ്റെപ്പിനെ നമ്മൾ പറയുന്ന പേരാണ്, ഇങ്ങനെ ഉണ്ടാകുന്ന ഈ mRNA-ക്ക് പറയുന്ന വേറൊരു പേരുണ്ട്. എക്സോൺസും ഇൻട്രോൺസും കൂടിക്കലർന്ന ഈ mRNA-യുടെ പേരാണ് ഹെറ്ററോജീനസ് ന്യൂക്ലിയർ mRNA. ഹെറ്ററോജീനസ് ന്യൂക്ലിയർ mRNA അല്ലെങ്കിൽ HNRNA എന്ന് വിളിക്കും. ഹെറ്ററോജീനസ് ന്യൂക്ലിയർ mRNA അല്ലെങ്കിൽ HNMRNA അല്ലെങ്കിൽ HNRNA. എന്താണ്? ഹിയർ ദ HNRNA ഈസ് ദ പ്രീകഴ്സർ ഫോം ഓഫ് RNA. RNA അല്ലത്, ശരിക്കും mRNA അല്ലത്. mRNA-യുടെ ഒരു പ്രീകഴ്സർ ഫോമാണ് എന്ന് പറഞ്ഞാൽ ദാറ്റ് കണ്ടെയ്ൻ കോഡിംഗ് സീക്വൻസസ് ആൻഡ് നോൺ കോഡിംഗ് സീക്വൻസസ്. ദ കോഡിംഗ് സീക്വൻസസ് ആർ കോൾഡ് എക്സോൺസ് ആൻഡ് ദ നോൺ കോഡിംഗ് സീക്വൻസസ് ആർ കോൾഡ് ഇൻട്രോൺസ്. അപ്പോൾ അതിൽ നിന്ന് ആ പറയുന്ന HNRNA ഇനി നമ്മളൊന്ന് പ്രോസസ്സ് ചെയ്യണം.
എന്ന് വെച്ചാൽ ആ നോൺ കോഡിംഗ് സീക്വൻസുകളെ കട്ട് ചെയ്ത് കളഞ്ഞ് ആരെ മാത്രം പരസ്പരം ഒട്ടിക്കണം, കോഡിംഗ് സീക്വൻസുകളെ മാത്രം പരസ്പരം ഒട്ടിക്കണം. ദിസ് പ്രോസസ് ഈസ് കോൾഡ് RNA പ്രോസസ്സിംഗ്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? RNA പ്രോസസ്സിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തിനെ കുറിച്ചാണ്? RNA പ്രോസസ്സിങ്ങിനെ കുറിച്ചാണ്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രോസസ്സിംഗ് ഓഫ് യൂക്കാരിയോട്ടിക് mRNA. നമ്മൾ പറഞ്ഞു യൂക്കാരിയോട്സിൽ ഉണ്ടാകുന്ന mRNAയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് യൂക്കാരിയോട്സിൽ ഉണ്ടാകുന്ന mRNAയുടെ പ്രത്യേകത? അത് മോണോസിസ്റ്റോണിക് mRNA ആണ് അല്ലേ. ദാറ്റ് ക്യാരി ദ ഇൻഫർമേഷൻ ഫ്രം എ സിംഗിൾ ജീൻ. ഒരു സിംഗിൾ ജീനിനകത്തുള്ള ഇൻഫർമേഷൻ മാത്രമേ ഒരു mRNAക്കകത്തുള്ളൂ. പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് mRNA ഈസ് നോട്ട് പ്രൊഡ്യൂസ്ഡ് ഇൻ ഇറ്റ്സ് ആക്റ്റീവ് ഫോം. യൂക്കാരിയോട്സിൽ mRNA ഉണ്ടാകുന്നത്, ട്രാൻസ്ക്രിപ്ഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന mRNA ഉണ്ടാകുന്നത് എങ്ങനെയല്ല? അതിൻ്റെ ആക്റ്റീവ് ഫോമിലല്ല. Instead of that, it is produced in a precursor form called HN-mRNA. അല്ലേ, അത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു പ്രീകഴ്സർ ഫോമിലാണ്. ആ പ്രീകഴ്സർ ഫോമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് HN-mRNA അല്ലെങ്കിൽ ഹെറ്ററോജീനസ് ന്യൂക്ലിയർ mRNA. അപ്പോൾ ഹെറ്ററോജീനസ് ന്യൂക്ലിയർ mRNA എന്നാണ് അതിൻ്റെ പേര് അല്ലേ. അപ്പോൾ ഈ ഹെറ്ററോജീനസ് ന്യൂക്ലിയർ mRNAയുടെ പ്രത്യേകത എന്താണ്? ദാറ്റ് കണ്ടെയ്ൻ കോഡിംഗ് റീജിയൻസ് ആൻഡ് നോൺ കോഡിംഗ് റീജിയൻ. ശരിയല്ലേ മക്കളെ? അതിനകത്ത് കോഡിംഗ് റീജിയനുകളുമുണ്ട്, നോൺ കോഡിംഗ് റീജിയനുകളുമുണ്ട്. കോഡിംഗ് റീജിയനുകളെ നമ്മൾ എക്സോൺസ് എന്ന് പറയും, നോൺ കോഡിംഗ് റീജിയൻസിനെ നമ്മൾ ഇൻട്രോൺസ് എന്ന് പറയും. അപ്പം നമ്മൾ ഇൻട്രോണുകളെ ഒഴിവാക്കി എക്സോണുകളെ മാത്രം കൂട്ടിച്ചേർക്കണം. ഇതാണ് ഇനി നമ്മുടെ ജോലി. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രോസസ്സിംഗ് ഓഫ് യൂക്കാരിയോട്ടിക് mRNA എന്ന് വിളിക്കുന്നത്. അവിടെ നമ്മൾ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്നാമത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ RNA ക്യാപ്പിംഗ്. രണ്ടാമത് ചെയ്യുന്ന കാര്യമാണ് RNA ടെയിലിംഗ്. മൂന്നാമത്തെ കാര്യമാണ് RNA സ്പ്ലൈസിംഗ്. പ്രധാനമായിട്ടും യൂക്കാരിയോട്ടിക് mRNAയുടെ പ്രോസസ്സിങ്ങിൻ്റെ സമയത്ത് നമ്മൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് RNA ക്യാപ്പിംഗ്, RNA ടൈലിംഗ്, RNA സ്പ്ലൈസിംഗ്. എന്താണ് നമുക്ക് നോക്കാം. ഇപ്പം നമുക്കൊരു ഹെറ്ററോജീനസ് ന്യൂക്ലിയർ mRNA ഉണ്ട് അല്ലേ മക്കളെ. ഇതിൽ നിന്ന് നമ്മുടെ ജോലി എന്താണ്? ഈ ഇൻട്രോൺസിനെ ഒഴിവാക്കി എക്സോൺസിനെ കൂട്ടിച്ചേർക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇൻട്രോൺസിനെ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ആ RNAയിൽ നിന്നൊരു ഭാഗം ഡൈജസ്റ്റ് ചെയ്ത് കളയണം. ശരിയല്ലേ? കട്ട് ചെയ്ത് മാറ്റണം. അങ്ങനെ കട്ട് ചെയ്ത് മാറ്റുമ്പോൾ അത് മറ്റു ഭാഗങ്ങളെ ബാധിക്കാനും പാടില്ല. ആ കട്ടിങ് മറ്റു ഭാഗങ്ങളെ, എക്സോണിൻ്റെ ഭാഗങ്ങളെ ബാധിക്കാനും പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യുന്നത് RNAയുടെ 5' എൻഡിനെ നമ്മൾ ആദ്യം സേഫ് ആക്കും. അതല്ലേ RNAയുടെ ഹെഡ് എന്നറിയപ്പെടുന്നത്. അപ്പം നമ്മുടെ തലയിൽ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഹെൽമെറ്റ് വയ്ക്കത്തില്ലേ, അല്ലെങ്കിൽ ക്യാപ്പ് വയ്ക്കത്തില്ലേ, തൊപ്പി വയ്ക്കത്തില്ലേ, അതേപോലെ നമ്മൾ RNAയ്ക്ക് ഒരു ക്യാപ്പ് വെച്ച് കൊടുക്കും. എന്താണെന്ന് നോക്കിയേ. A methyl guanosine triphosphate is added in the 5' end of the HN-RNA. ആദ്യം നമ്മൾ ചെയ്യുന്നത് ഈ പ്രൊഡ്യൂസ് ചെയ്തതാണ് HN-RNA. ഇതാ ഞാനിപ്പോൾ വരയ്ക്കാൻ ശ്രദ്ധിച്ചു. ഇത് ഇതിൻ്റെ 5' end, ഇത് ഇതിൻ്റെ 3' end. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കരുതും പോലെ ഇങ്ങനെ ഇരിക്കുകയല്ല ഈ mRNA. ഇതിനകത്ത് ദേ ഇത്രയും ഭാഗം കോഡിംഗ് സീക്വൻസ് ആണ്, ബാക്കി ഭാഗം നോൺ കോഡിംഗ് സീക്വൻസ് ആണ്. വീണ്ടും ദേ ഇത്രയും ഭാഗം കോഡിംഗ് സീക്വൻസ് ആണ്, ഇത്രയും ഭാഗം നോൺ കോഡിംഗ് സീക്വൻസ് ആണ്. ഇതാ ഇത് കോഡിംഗ് സീക്വൻസ് ആണ്, ഇത് നോൺ കോഡിംഗ് ആണ്, ഇത് കോഡിംഗ് സീക്വൻസ് ആണ്. ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതെ ഇത്രയും ഭാഗങ്ങൾ വെച്ച് നമുക്ക് കട്ട് ചെയ്ത് മാറ്റേണ്ടതായിട്ടുണ്ട് അല്ലേ. ഞാൻ എന്താ ഇപ്പോൾ അടയാളപ്പെടുത്തുന്ന ഞാനിവിടെ അടയാളപ്പെടുത്തുകയാണ് ABC. അപ്പോൾ ഈ 3 ഭാഗങ്ങൾ നമുക്ക് ആവശ്യമില്ല. കാരണം എന്താ? ഇവരെന്താണ്? ഇൻട്രോൺസ് ആണ്. ഇൻട്രോൺസിനെ കട്ട് ചെയ്ത് മാറ്റണം. കട്ട് ചെയ്ത് മാറ്റുന്നതിന് മുമ്പ് ഇനി നമ്മൾ ചെയ്യുന്ന ആദ്യത്തെ കാര്യമാണ് ഈ RNAയുടെ 5' എൻഡിൽ ഇതല്ലേ മക്കളെ 5' എൻഡ് ഇങ്ങേ അറ്റത്തിരിക്കുന്നതാ ഈ എൻഡിൽ, ഈ 5' എൻഡിൽ നമ്മളൊരു ന്യൂക്ലിയോറ്റൈഡ് ആഡ് ചെയ്ത് കൊടുക്കും. ആ ന്യൂക്ലിയോറ്റൈഡിൻ്റെ പേരാണ് മീഥൈൽ ഗ്വാനോസിൻ ട്രൈഫോസ്ഫേറ്റ്. മീഥൈൽ ഗ്വാനോസിൻ ട്രൈഫോസ്ഫേറ്റ്. അപ്പോൾ ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? RNA ക്യാപ്പിംഗ് എന്ന് പറയുന്നത്. എന്ത് പറയും? RNA ക്യാപ്പിംഗ്. അതുപോലെ രണ്ടാമത്തെ പ്രോസസ്സാണ് RNA ടെയിലിംഗ്. എന്താണ് ഈ RNA ടെയിലിംഗ് എന്ന് പറഞ്ഞാൽ? അപ്പോൾ ക്യാപ്പിംഗ് നടത്തിയത് 5' എൻഡിലാണെങ്കിൽ ടെയിലിംഗ് നടത്തുന്നത് എവിടെ ആയിരിക്കും? 3' എൻഡിലായിരിക്കും. 3' എൻഡിൽ അഡിനിലേറ്റ് റെസിഡ്യൂസ് അല്ലെങ്കിൽ അഡിനിൻ റെസിഡ്യൂസ് ആർ ആഡഡ് 3' എൻഡിനെ ടെംപ്ലേറ്റ് ഇൻഡിപെൻഡൻറ്റ് മാനർ. അപ്പോൾ ഇവിടേക്ക് ഒരുപാട് അഡിനിൻസിനെ ആഡ് ചെയ്ത് കൊടുക്കും. അഡിനിൻ 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 എന്ന് എഴുതിയ ഒരുപാട് അഡിനിൻസ് അല്ലേടെ. ഞാനിവിടെ അഡിനിൻ എന്ന് എഴുതിയെങ്കിലും ഇതെന്താണ്? അഡിനിൻ്റെ ഒരു വലിയ ടെയിൽ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതുകൊണ്ട് നമ്മൾ ഇതിനെ പറയാറുണ്ട് പോളി എ ടെയിലിംഗ് എന്ന് പറയാറുണ്ട്. ഈ പ്രോസസ്സിനെ നമ്മൾ പോളി എന്ന് പറഞ്ഞാൽ ഒന്നിലധികം എന്നല്ലേ. അപ്പോൾ പോളി എ ടെയിലിംഗ്. അപ്പോൾ നമ്മൾ കരുതുന്ന പോലെ 1, 2 അല്ല ഈ ടെയിലിങ്ങിന് യൂസ് ചെയ്യുന്ന അഡിനിൻ്റെ എണ്ണം. അഡിനിൻ ന്യൂക്ലിയോറ്റൈഡ്സ് അല്ലെങ്കിൽ അഡിനിലിക് ആസിഡ് എത്ര എണ്ണം യൂസ് ചെയ്യും? 200 മുതൽ 300 അഡിനിൻ ഇവിടെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കും.
പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി. ഇനി അടുത്ത ചെയ്യുന്നത് എന്താണ്? RNA സ്പ്ലൈസിങ്. ദ ഇൻട്രോൺസ് ആർ റിമൂവ്ഡ് ആൻഡ് എക്സോൺസ് ആർ ജോയിൻഡ് ഇൻ എ ഡെഫിനിറ്റ് ഓർഡർ. ഇനി ഇവിടുന്ന് എന്ത് ചെയ്യും? ഈ ഇൻട്രോൺസിനെ ഒഴിവാക്കും, അതിനുശേഷം എന്ത് ചെയ്യും? എക്സോൺസിനെ മാത്രം ജോയിൻ ചെയ്യും. ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് മക്കളെ നേരത്തതിൻ്റെ അത്രയും വലിപ്പമുള്ള RNA ആയിരിക്കും ഇനി നമുക്ക് കിട്ടുക? അല്ല, മറ്റേതിനെക്കാട്ടി വലിപ്പം കുറവായിരിക്കും. കാരണം എന്താ? അതിൽ നിന്നുള്ള ഇൻട്രോൺസ് എല്ലാം പോയി, നോൺ കോഡിംഗ് റീജിയൻസ് എല്ലാം പോയി. ഇനി എന്ത് മാത്രമേ ഇവിടെ ഉള്ളൂ? കോഡിംഗ് റീജിയൻസ് മാത്രമേ ഉള്ളൂ. മനസ്സിലായോ സാർ പറഞ്ഞേ? അപ്പോൾ പ്രധാനമായിട്ടും നമ്മളൊരു യൂക്കാരിയോട്ടിക് mRNA പ്രോസസ്സ് ചെയ്യുന്നതിൽ 3 സ്റ്റെപ്പുകളാണുള്ളത്. അതാണ് നമ്മളിപ്പോൾ എക്സാമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കേണ്ടത്. ഒന്നാമത്തെ സ്റ്റെപ്പ് RNA ക്യാപ്പിംഗ്, രണ്ടാമത്തെ സ്റ്റെപ്പ് RNA ടെയിലിംഗ്, മൂന്നാമത്തെ RNA സ്പ്ലൈസിങ്. RNA ക്യാപ്പിങ്ങിന്റെ സമയത്ത് നമ്മൾ ചെയ്യുന്നത് 5' എൻഡിൽ, RNAയുടെ 5' എൻഡിൽ നമ്മളൊരു മീഥൈൽ ഗ്വാനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ഒരു ന്യൂക്ലിയോടൈഡിനെ ആഡ് ചെയ്യും പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. പിന്നീട് നമ്മൾ 3' എൻഡിൽ എന്ത് ചെയ്യും? RNA ടെയിലിങ്ങിന്റെ സമയത്ത് പോളി എ ടെയിലിംഗ് നടത്തും. എന്താണ് പോളി എ ടെയിലിംഗ്? ഒന്നിലധികം അല്ലെങ്കിൽ 200-300ഓളം അഡിനിൻ ന്യൂക്ലിയോടൈഡുകളെ ആഡ് ചെയ്ത് കൊടുക്കും പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. വീണ്ടും നമ്മൾ ഇനി അടുത്ത ചെയ്യുന്നതാണ് ഇൻട്രോൺസിനെ ഒഴിവാക്കിയിട്ട് എക്സോൺസിനെ ജോയിൻ ചെയ്യും. ഈ സ്റ്റെപ്പിനെ പറയുന്ന പേര് RNA സ്പ്ലൈസിങ്. ഇത് മൂന്നുമാണ് യൂക്കാരിയോട്ടിക് mRNAയുടെ പ്രോസസ്സിങ്ങിന്റെ സമയത്ത് നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ. ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്ന മക്കളെ ജനറ്റിക് കോഡാണ്. ജനറ്റിക് കോഡ് എന്ന് വെച്ചാൽ ഒരു mRNAയിൽ ഇരിക്കുന്ന ഇൻഫർമേഷൻ, ഒരു പ്രത്യേക പ്രോട്ടീൻ അല്ലെങ്കിൽ പോളിപെപ്റ്റൈഡ് ചെയിൻ ഉണ്ടാക്കാനുള്ള ഇൻഫർമേഷൻ, ഇതിനെയാണ് നമ്മൾ ജനറ്റിക് കോഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇതൊരു പർട്ടിക്കുലർ ഒരു പ്രത്യേക പ്രോട്ടീനെ നിർമ്മിക്കുന്നത്? എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മക്കളെ, ഇതിലെ ഈ mRNAയിൽ ഇരിക്കുന്ന ഓരോ 3 നൈട്രജൻ ബേസുകളും ഓരോ അമിനോ ആസിഡിനെയാണ് കോഡ് ചെയ്യുന്നത്. ഇങ്ങനെ കുറേയധികം അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്ന കോഡോണുകൾ കൂടിച്ചേരുമ്പോഴാണ് അതൊരു ജനറ്റിക് കോഡായിട്ട് മാറുന്നത്. ഇങ്ങനെയുള്ള ജനറ്റിക് കോഡിന് കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ഇത് പരീക്ഷയ്ക്ക് എല്ലായ്പ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. വാട്ട് ആർ ദ സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ജനറ്റിക് കോഡ്? ഇതിൽ ഏതെങ്കിലും ഒക്കെ മിസ്സാക്കിയോ ഒക്കെ നമുക്ക് തരും. അപ്പോൾ ഇതെന്താണ് നമ്മളോട് ചോദിക്കും? എന്താണ് ജനറ്റിക് കോഡിൻ്റെ സാലിയന്റ് ഫീച്ചേഴ്സ്? അപ്പം നമുക്ക് പഠിക്കണ്ടായോ? അപ്പോൾ ഇങ്ങോട്ട് നോക്കിയേ, ജനറ്റിക് കോഡിൻ്റെ സാലിയന്റ് ഫീച്ചേഴ്സ്. ദ കോഡോൺ ഈസ് എ ട്രിപ്ലെറ്റ്. അപ്പോൾ ജനറ്റിക് കോഡിനകത്ത് ഞാൻ പറഞ്ഞു ഒരു അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്നത് 3 നൈട്രജൻ ബേസുകളാണ്. അപ്പോൾ അവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒരു കോഡോൺ എന്ന് വിളിക്കും. അപ്പോൾ കോഡോൺ ഈസ് ദ ഗ്രൂപ്പ് ഓഫ് 3 നൈട്രജൻ ബേസസ് ദാറ്റ് കോഡ് ഫോർ എ പർട്ടിക്കുലർ അമിനോ ആസിഡ്. ഒരു പ്രത്യേക അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്ന 3 നൈട്രജൻ ബേസുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഒരു ട്രിപ്ലെറ്റ് കോഡോൺ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു കോഡോൺ എല്ലായ്പ്പോഴും ട്രിപ്ലെറ്റ് ആയിരിക്കും. 61 കോഡോൺ കോഡ് ഫോർ അമിനോ ആസിഡ് ആൻഡ് 3 കോഡോൺ ഡു നോട്ട് കോഡ് ഫോർ എനി അമിനോ ആസിഡ്. ഹെൻസ് ദേ ഫങ്ഷൻ ആസ് സ്റ്റോപ്പ് കോഡോൺ. ആകെ നമ്മുടെ ശരീരത്ത് 64 കോഡോൺസ് ഉണ്ട്. ഈ 64 കോഡോൺസിൽ 61 എണ്ണം അമിനോ ആസിഡിനെ കോഡ് ചെയ്യും. എന്നാൽ ബാക്കി വരുന്ന 3 പേര് അമിനോ ആസിഡിനെ ഒന്നിനെയും കോഡ് ചെയ്യത്തില്ല. അവരെ നമ്മൾ അറിയപ്പെടുന്ന പേരാണ് സ്റ്റോപ്പ് കോഡോൺ എന്നറിയപ്പെടും. സ്റ്റോപ്പ് കോഡോൺ. ഇനി രണ്ടാമത്തെ ഫീച്ചർ എന്താണ് പറയുന്നത്? സം അമിനോ ആസിഡ്സ് ആർ കോഡഡ് ബൈ മോർ ദാൻ 1 കോഡോൺ സെൻ ദ കോഡ് ഈസ് ഡീജനറേറ്റ്. ഓക്കെ, അതായത് ഒന്നിലധികം കോഡോണുകൾ ഒരു അമിനോ ആസിഡിനെ തന്നെ കോഡ് ചെയ്യും. അതായത് ഒരു അമിനോ ആസിഡിനെ കോഡ് ചെയ്യാൻ ഒറ്റ കോഡോൺ അല്ല, ഒന്നിലധികം കോഡോണുകൾ ഒരേ അമിനോ ആസിഡിനെ തന്നെ കോഡ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ പറയും ജനറ്റിക് കോഡുകൾ എന്താണ്? ഡീജനറേറ്റീവ് ആണ് അല്ലെങ്കിൽ ഡീജനറേറ്റ് ആണ്. ഒന്നിലധികം ആളുകൾ ഒന്നിനെ കോഡ് ചെയ്യും. ഓക്കെ, അതുപോലെ ദ കോഡോൺ ഈസ് റീഡ് ഇൻ ദ mRNA ഇൻ എ കണ്ടിന്യൂസ് ഫാഷൻ. There are no punctuations. അതായത് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു mRNA നിങ്ങളിങ്ങനെ വരയ്ക്കുകയാണ്. അപ്പോൾ അതാ CUGAU ഇങ്ങനെ എഴുതുകയാണ്. എഴുതുന്ന സമയത്ത് നിങ്ങൾ ഒരു കോഡോണിനെ മറ്റൊന്നിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാനായി ഒരിക്കലും എന്ത് ചെയ്യേണ്ട? കോമയോ കുത്തോ അങ്ങനെ ഒന്നും ആവശ്യമില്ല. ഇതെന്താണ്? കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫാഷനിലങ്ങ് വായിച്ചാൽ AUGAAU എന്ന് പറഞ്ഞങ്ങ് വായിച്ചാൽ മതി. കണ്ടിന്യൂസ് ഫാഷനിലാണ് അത് റീഡ് ചെയ്യേണ്ടത്. പക്ഷേ അതിൽ 3 കോഡോണുകൾ ആദ്യം ഇരിക്കുന്ന 3 കോഡോണുകൾ എന്തിനെ കോഡ് ചെയ്യുന്നുള്ളതേ ഉള്ളൂ? ഓരോ അമിനോ ആസിഡിനെ കോഡ് ചെയ്യുമെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ the code is nearly universal. For example, from bacteria to human, UUU would code for phenylalanine. Some exception to this rule have been found in mitochondrial codons and in some protozoans. നോക്കിയേ മക്കളെ, അടുത്ത പറയുന്നതാണ് ജനറ്റിക് കോഡ് നിയർലി യൂണിവേഴ്സൽ ആണ്. അതായത് ഒരു പർട്ടിക്കുലർ കോഡോൺ എൻ്റെ ബോഡിയിൽ ഒരു അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്നെങ്കിൽ അത് നിങ്ങളുടെ ബോഡിയിലും മറ്റ് ജീവികൾ, മറ്റ് സ്പീഷീസുകളെ എടുത്ത് നോക്കിയാൽ, ഇപ്പോൾ ബാക്ടീരിയ എടുത്ത് നോക്കിയാലും ഒക്കെ ഈ കോഡോൺ ഈ പർട്ടിക്കുലർ അമിനോ ആസിഡിനെ തന്നെയായിരിക്കും കോഡ് ചെയ്യുക.
അതായത് വലിയ മാറ്റമില്ല. ഇപ്പം അവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട് യു കോഡ് ഫോർ ഫിനൈൽ അലാൻ എന്ന് പറയുന്ന അമിനോ ആസിഡിനെയാണ് എന്ത് ചെയ്യുന്നത് യു എന്ന് പറയുന്ന കോഡോൺ കോഡ് ചെയ്യുന്നത്. അത് ഇവൻ എല്ലാവരിലും ഒരുപോലെയാണ്. ആകെ ചില എക്സെപ്ഷൻസ് ഉള്ളത് മൈറ്റോകോൺട്രിയൽ കോഡോൺസിലും അതേപോലെ തന്നെ പ്രോട്ടോസോവൻസിലും ഒക്കെയാണ് ഇതിനൊരു ചെറിയ എക്സെപ്ഷൻ കാണാറുള്ളത്. എന്നാലും നിയർലി ഇൻ ഓൾ ഓർഗാനിസം ദ ജനറ്റിക് കോഡീസ് ഓർ ദ കോഡോൺസ് ആർ യൂണിവേഴ്സൽ. കോഡോണുകൾ എന്താണ് യൂണിവേഴ്സൽ ആണ്. അതുപോലെ അടുത്ത പറയുന്ന നോക്കിയേ AUG ഹാസ് ഡുവൽ ഫംഗ്ഷൻ. AUG എന്ന് പറയുന്ന കോഡോണിന് 2 ജോലികളുണ്ട്. ഇറ്റ് കോഡ് ഫോർ മെത്തിയോണൈൻ ആൻഡ് ഓൾസോ ആക്ട് ആസ് ഇനിഷ്യേറ്റർ കോഡോൺ. ഞാൻ നേരത്തെ ഒരു mRNA വരച്ചപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആദ്യം ഞാൻ വരച്ച കോഡോൺ ഏതാണ്? AUG ആണ്. AUG എന്ന് പറയുന്ന കോഡോണിൽ നിന്നാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ട്രാൻസ്ലേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ പറയും AUG ഈസ് ദ ഇനിഷ്യേറ്റർ കോഡോൺ. AUG എന്ന് പറയുന്നത് എന്ത് കോഡോൺ ആണ്? ഇനിഷ്യേറ്റർ കോഡോൺ ആണ്. എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേഷൻ സ്റ്റാർട്ട് ചെയ്യപ്പെടുന്നത് ഈ AUGയിൽ നിന്നാണ്. കൂടാതെ AUGക്ക് വേറൊരു ജോലികളുണ്ട്. ഡ്യുവൽ ഫംഗ്ഷൻ എന്നല്ലേ നമ്മൾ പറഞ്ഞ 2 ജോലിയുണ്ട്. ഒന്നത് ഇനിഷ്യേറ്റർ കോഡോൺ ആണ്, ട്രാൻസ്ലേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ സഹായിക്കുന്ന കോഡോൺ ആണ്. രണ്ടാമത്തെ അതിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഇറ്റ് കോഡ് ഫോർ എ പർട്ടിക്കുലർ അമിനോ ആസിഡ് കോൾഡ് മെത്തിയോണൈൻ. അത് ഇനിഷ്യേറ്റർ കോഡോൺ ആയിട്ട് ആക്ട് ചെയ്യുന്നു എന്ന് മാത്രമല്ല, അതിന് ഒരു പ്രത്യേക അമിനോ ആസിഡിനെ കൂടെ കോഡ് ചെയ്യാൻ പറ്റും. ഏതാണ് അമിനോ ആസിഡ്? മെത്തിയോണൈൻ എന്നാണ് അമിനോ ആസിഡിന്റെ പേര്. ഇനി UAA, UAG, UGA ആർ സ്റ്റോപ്പ് ഓർ ടെർമിനേറ്റർ കോഡോൺസ്. അപ്പം ഈ ഞാൻ പറഞ്ഞ 3 കോഡോണുകൾ ഏതാണ്? UAA, UAG, UGA. ഈ 3 കോഡോണുകളെ നമ്മൾ എന്തെന്ന് ആണ് അറിയപ്പെടുന്നത്? ദീസ് 3 കോഡോൺസ് ആർ കോൾഡ് സ്റ്റോപ്പ് കോഡോൺ ഓർ ടെർമിനേറ്റർ കോഡോൺ. ഈ കോഡോണുകളെ നമ്മൾ സ്റ്റോപ്പ് കോഡോൺ അഥവാ ടെർമിനേറ്റർ കോഡോൺസ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു ജനറ്റിക് കോഡിന്റെ സാലിയന്റ് ഫീച്ചേഴ്സ് ആയിട്ട് പഠിച്ചത്. ഒന്ന് നമ്മൾ പറഞ്ഞു ജനറ്റിക് കോഡുകൾ ട്രിപ്ലറ്റ് കോഡോണുകളായിട്ട് കാണപ്പെടുന്നത്. ഏകദേശം 64 കോഡോൺസ് നമ്മുടെ ബോഡിയിലുണ്ട്. ഈ 64 കോഡോണിൽ 61 പർട്ടിക്കുലർ അമിനോ ആസിഡിനെ കോഡ് ചെയ്യും. 3 എണ്ണത്തെ സ്റ്റോപ്പ് കോഡോൺ എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. കാരണം അവർ അമിനോ ആസിഡിനെ ഒന്നും കോഡ് ചെയ്യത്തില്ല. അതുപോലെ അടുത്ത നമ്മൾ പഠിച്ചു കോഡോണുകൾ ഡീജനറേറ്റീവ് ആണ്. എന്ന് പറഞ്ഞാൽ ഒന്നിലധികം കോഡോണുകൾ ഒരു അമിനോ ആസിഡിനെ കോഡ് ചെയ്യാറുണ്ട്. അടുത്ത നമ്മൾ പഠിച്ചു ഒരു mRNAയിൽ കാണപ്പെടുന്ന കോഡോണുകളെ കണ്ടിന്യൂസ് ഫാഷനിലാണ് നമ്മൾ വായിക്കേണ്ടത്. ഇടയ്ക്ക് പങ്ക്ച്വേഷൻസ് ഒന്നും തന്നെ ഇല്ല. അടുത്ത നമ്മൾ പഠിച്ചു ജനറ്റിക് കോഡ് യൂണിവേഴ്സൽ ആണ്. ഒരു പർട്ടിക്കുലർ കോഡോൺ എൻ്റെ ബോഡിയിൽ എന്ത് കോഡ് ചെയ്യുന്നു അത് തന്നെയാണ് മിക്കവാറും എല്ലാ സ്പീഷീസുകളിലും കാണിക്കാറുള്ളത്. ആകെ അവിടെ എക്സെപ്ഷൻ വരുന്ന ചില മൈറ്റോകോൺട്രിയൽ കോഡോണുകളുടെ കേസും ചില പ്രോട്ടോസോവൻസിൻ്റെ കോഡോണുകളുടെ കേസിലും മാത്രമാണ് ചെറിയ ചില വ്യത്യാസങ്ങൾ വരുന്നത്. അതുപോലെ AUG എന്ന് പറയുന്ന കോഡോണിന്റെ പ്രത്യേകതയാണ് അടുത്ത് നമ്മൾ പറഞ്ഞ AUGക്ക് ഡുവൽ ഫംഗ്ഷൻ ഉണ്ട്. ഒന്നത് മെത്തിയോണൈനെ കോഡ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഫംഗ്ഷൻ. രണ്ടാമത്തെ ജോലി അതൊരു ഇനിഷ്യേറ്റർ കോഡോണാണ്. ട്രാൻസ്ലേഷൻ സ്റ്റാർട്ട് ചെയ്യപ്പെടുന്നത് ഈ കോഡോണിൽ നിന്നാണ്. അടുത്ത മൂന്നാമത്തെ അതിൻ്റെ പ്രത്യേകതയായിട്ട് നമ്മൾ പറഞ്ഞതാണ് UAA, UAG, UGA പോലുള്ള കോഡോണുകളെ നമ്മൾ എന്തെന്നറിയപ്പെടുന്നു? സ്റ്റോപ്പ് കോഡോൺ അഥവാ ടെർമിനേറ്റർ കോഡോൺ എന്നറിയപ്പെടുന്നു. ദീസ് ആർ ദ സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് കോഡോൺസ്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം മക്കളെ എന്താണ് ആ ചോദ്യമെന്ന്. ഒബ്സർവ് ദ ഫിഗർ ഓഫ് mRNA ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്ന ഒരു mRNAയുടെ ചിത്രമാണ്. എന്നിട്ട് താഴെ നിന്ന് അതിൻ്റെ ചോദ്യങ്ങളുടെ ഉത്തരം എഴുതുക. ഫൈൻഡ് ദ സ്റ്റാർട്ട് കോഡോൺ ആൻഡ് സ്റ്റോപ്പ് കോഡോൺ. സ്റ്റാർട്ട് കോഡോണും കണ്ടുപിടിക്കുക, സ്റ്റോപ്പ് കോഡോണും കണ്ടുപിടിക്കുക. ഇതാ കിടക്കും മക്കളെ സ്റ്റാർട്ട് കോഡോൺ AUG. ഇതാണ് സ്റ്റാർട്ട് കോഡോൺ. ഇനി സ്റ്റോപ്പ് കോഡോൺ എവിടെ? UAGയോ UGAയോ അതേപോലെ തന്നെ UAGയോ ഒക്കെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയാൽ UAA, UGA ഉണ്ടോ? ഒന്ന് നോക്കിയേ മക്കളെ. നമുക്ക് നോക്കാം എവിടെയെങ്കിലും സ്റ്റോപ്പ് കോഡോൺ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. UAG ഇവിടെ ഉണ്ടല്ലോ, UAG ഉണ്ടല്ലോ. UAG ഈസ് എ സ്റ്റോപ്പ് കോഡോൺ. കണ്ടില്ലേ മക്കളെ? UAG ഇവിടെ ഉണ്ട് സ്റ്റോപ്പ് കോഡോൺ. ഇനി ഹൗ മെനി അമിനോ ആസിഡ്സ് വിൽ ബി പ്രസന്റ് ഇൻ ദ പ്രോട്ടീൻ ട്രാൻസ്ലേറ്റഡ് ഫ്രം ദിസ് mRNA. ഈ mRNAയിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്ന ഒരു പ്രോട്ടീനകത്ത് എത്ര അമിനോ ആസിഡ്സ് ഉണ്ടാവും നോക്കാം നമുക്ക്. ഇവിടുന്നല്ലേ mRNA അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആണ്. അപ്പോൾ ഇവിടുന്ന് ഒരു അമിനോ ആസിഡ് ഇവിടെ AUGയിൽ നിന്ന് ഒരു അമിനോ ആസിഡ് ഉണ്ട്. UUUയിൽ നിന്ന് അടുത്ത അമിനോ ആസിഡ് ഫിനൈൽ അലാനിനുണ്ട്. ആദ്യം മെത്തിയോണൈൻ കിട്ടി, ഫിനൈൽ അലാൻ കിട്ടി. പിന്നെ CGAയിൽ നിന്ന് അടുത്ത അമിനോ ആസിഡ് ഉണ്ട്. അതുപോലെ CUU ഇവിടുന്ന് അടുത്ത അമിനോ ആസിഡ് ഉണ്ട്. UAG അമിനോ ആസിഡിനെ ഒന്നും കോഡ് ചെയ്യുന്നില്ല. അപ്പോൾ എത്ര അമിനോ ആസിഡ് ഉണ്ട്? 1 2 3 4 4 അമിനോ ആസിഡുകളെയാണ് കോഡ് ചെയ്യുന്നത് അല്ലേ? 4 അമിനോ ആസിഡുകളെ. അല്ല അത് മുഴുവൻ ഇരുന്ന് എണ്ണരുത്. കാരണം എന്താ? സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെ നിന്നാണ് നമ്മൾ നോക്കണം. AUGയിൽ നിന്നേ ഒരു mRNA സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇവിടെ തൊട്ടേ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുകയുള്ളൂ. അതുപോലെ ഇവിടെ വരുമ്പോൾ സ്റ്റോപ്പ് ആവുകയും ചെയ്യും. UAG കഴിയുമ്പോൾ സ്റ്റോപ്പ് ആവുകയും ചെയ്യും. ഇവിടെ വെച്ച് സ്റ്റോപ്പ് ആവുകയും ചെയ്യും. അപ്പോൾ എത്രയേ ഉള്ളൂ? ഇതിൻ്റെ ഇടയ്ക്ക് 4 അമിനോ ആസിഡുകളെ മാത്രമേ ഇത് കോഡ് ചെയ്യത്തുള്ളൂ അല്ലേ? ഇനി
അടുത്താണ് tRNA, ദ അഡാപ്റ്റർ മോളിക്യൂൾ അല്ലെങ്കിൽ അഡാപ്റ്റർ RNA എന്നൊക്കെ നമ്മൾ അറിയപ്പെടും. അഡാപ്റ്റർ RNA അല്ലെങ്കിൽ സോളുബിൾ RNA എന്നൊക്കെ അറിയപ്പെടുന്ന ആരെയാണ്? ഈ പറയുന്ന tRNA ആണ്. എന്താണ് മക്കളെ ഈ tRNAയുടെ ജോലി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ട്രാൻസ്ഫർ ദ അമിനോ, tRNAയുടെ ഫുൾ ഫോം തന്നെ ട്രാൻസ്ഫർ RNA എന്നാണ്. അപ്പോൾ ഇറ്റ് ട്രാൻസ്ഫർ ദ അമിനോ ആസിഡ്സ് ഇൻ ടു ദ സൈറ്റ് ഓഫ് പ്രോട്ടീൻ ഫോർമേഷൻ. ട്രാൻസ്ലേഷൻ്റെ സമയത്ത് അമിനോ ആസിഡുകളെ അത് കിടക്കുന്ന സ്ഥലത്ത് നിന്നും പ്രോട്ടീൻ ഉണ്ടാകുന്ന സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഏതാണ് മക്കളെ പ്രോട്ടീൻ ഉണ്ടാകുന്ന സ്ഥലം? പ്രോട്ടീൻ ഉണ്ടാകുന്ന സ്ഥലം റൈബോസോമാണ്. റൈബോസോമിന്റെ അടുത്തേക്ക് mRNAയിലുള്ള ഇൻഫർമേഷൻ നോക്കി റൈബോസോമിന് പ്രോട്ടീനുകൾ നിർമ്മിക്കണമെങ്കിൽ അമിനോ ആസിഡ് ആവശ്യമാണ്. ആ അമിനോ ആസിഡിനെ ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ജോലി? tRNAയുടെ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ അമിനോ ആസിഡിന്റെ ട്രാൻസ്ഫർ നോക്കൂ മക്കളെ, ഇതിനു വേണ്ടി mRNAയിലിരിക്കുന്ന ഇൻഫർമേഷനെ ആര് നോക്കണം? tRNA നോക്കണം. അതിനു വേണ്ടി ഒരു പ്രത്യേക ഭാഗം നമ്മുടെ tRNAയിലുണ്ട്. ആ ഭാഗത്തെ നമ്മൾ ആന്റികോഡോൺ സൈറ്റ് എന്നറിയപ്പെടും. ആന്റികോഡോൺ സൈറ്റ്, ഇതാണ് മക്കളെ ആന്റികോഡോൺ സൈറ്റ്. അപ്പോൾ mRNAയിൽ ഏത് കോഡോണാണ് ഇരിക്കുന്നതെന്ന് കൃത്യമായി റീഡ് ചെയ്യുന്നത് ആരാണ്? ഈ ആന്റികോഡോൺ സൈറ്റാണ്. ഇനി ഇതിന്റെ തൊട്ട് ഓപ്പോസിറ്റ് സൈഡിൽ ഒരു അമിനോ ആസിഡ് ബൈൻഡിങ് സൈറ്റ് ഉണ്ട്. കണ്ടോ, സെറീൻ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡ് ആണ് ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ ടൈറോസിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് ആണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ അമിനോ ആസിഡിന് വന്ന് ബൈൻഡ് ചെയ്യാനുള്ള ഒരു സ്ഥലവും എവിടെയുണ്ട്? tRNAയിലുണ്ട്. അപ്പോൾ tRNAയിൽ പ്രധാനമായിട്ട് 2 റീജിയൻസ് ആണുള്ളത്. ഏതൊക്കെയാ? ഒന്ന് mRNAയിൽ ഇരിക്കുന്ന ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ കോഡോൺസിന് കോംപ്ലിമെന്ററി ആയ ഒരു റീജിയൻ ഉണ്ട്. അതിനെ നമ്മൾ എന്ത് വിളിക്കും? ആന്റികോഡോൺ സൈറ്റ് എന്ന് വിളിക്കും. അടുത്തത് ഒരു അമിനോ ആസിഡിന് വന്ന് ബൈൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്. ദാറ്റ് ഈസ് കാൾഡ് അമിനോ ആസിഡ് ബൈൻഡിങ് സൈറ്റ്. ഈ സ്ഥലത്തെ നമ്മൾ വിളിക്കും അമിനോ അസൈൽ സൈറ്റ് അല്ലെങ്കിൽ അമിനോ അസൈൽ സൈറ്റ് അല്ലെങ്കിൽ അമിനോ ആസിഡ് ബൈൻഡിങ് സൈറ്റ്. അമിനോ ആസിഡ് ബൈൻഡിങ് സൈറ്റ് എന്ന് നമ്മൾ വിളിക്കും. അമിനോ ആസിഡ് ബൈൻഡിങ് സൈറ്റ്. ഓക്കെ, ദെൻ അടുത്തത് ട്രാൻസ്ലേഷൻ പ്രോസസ്. അടുത്ത നമ്മുടെ പ്രോസസ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. അടുത്ത കാര്യമാണ് ഇപ്പോൾ tRNA ആയി mRNA ആയി റൈബോസോം നിർമ്മിച്ചിരിക്കുന്ന rRNA ഉണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ചാപ്റ്ററിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്, rRNA കുറിച്ചൊക്കെ. ഇനി ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന കാര്യം. ട്രാൻസ്ലേഷൻ എന്താണ് മക്കളെ? ട്രാൻസ്ലേഷൻ ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് പ്രോട്ടീൻ ഫ്രം ദ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ദ ഇൻഫർമേഷൻ ഫ്രം ദ mRNAയിൽ ഇരിക്കുന്ന ഇൻഫർമേഷൻസ് നോക്കി പ്രോട്ടീനുകൾ ഉണ്ടാക്കുക, റൈബോസോമുകൾ പ്രോട്ടീൻ ഉണ്ടാക്കുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ട്രാൻസ്ലേഷൻ. അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാണ് പ്രോട്ടീൻ സിന്തസിസ്. എന്ത് വിളിക്കും മകളെ? പ്രോട്ടീൻ സിന്തസിസ് എന്ന് വിളിക്കും. പ്രോട്ടീൻ സിന്തസിസ്. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നോക്കിയാൽ, ഒന്നാമത് നടക്കുന്ന കാര്യം ആക്ടിവേഷൻ ഓഫ് അമിനോ ആസിഡ് അല്ലെങ്കിൽ അമിനോ ആസിഡ് ആക്ടിവേഷൻ. അവിടെ എന്താ നടക്കുന്നത്? അമിനോ ആസിഡ്സ് ചാർജ്ഡ് ഇൻ ATP പ്രസൻസ് ലിങ്ക്ഡ് ടു ദ കോഗ്നേറ്റ് tRNA ചാർജിങ് ഓഫ് tRNA. അപ്പോൾ നോക്കൂ, ഇവിടെ പ്രധാനമായിട്ട് നടക്കുന്ന കാര്യം ATPയുടെ പ്രസൻസിൽ അമിനോ ആസിഡ് എവിടെ പോയി ബൈൻഡ് ചെയ്യും? കോഗ്നേറ്റ് tRNA, അതായത് അതിൻ്റെ തന്നെ മെയിനായിട്ട് ആ അമിനോ ആസിഡിനെ ക്യാരി ചെയ്യാൻ വേണ്ടി പ്രത്യേക tRNA ഉണ്ട്. ഒരു പർട്ടിക്കുലർ അമിനോ ആസിഡിനെ എപ്പോഴും ക്യാരി ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ tRNA ആയിരിക്കും. ആ tRNAയുമായി പോയി ബൈൻഡ് ചെയ്യുന്നു. അങ്ങനെയുള്ള tRNAകളെ വിളിക്കുന്ന പേരാണ് കോഗ്നേറ്റ് tRNA. ഇപ്പോൾ എക്സാമ്പിൾ, സെറീൻ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡിനെ കൊണ്ടുപോകാൻ ഒരു പ്രത്യേക tRNA കാണും. ആ tRNA കൊണ്ട് വേറെ ഒന്നിനെയും പോയി ബൈൻഡ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ വേറൊരു അമിനോ ആസിഡിനെയും ക്യാരി ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇത്തരത്തിൽ ഒരു പ്രത്യേക അമിനോ ആസിഡിനെ ക്യാരി ചെയ്യുന്ന tRNA, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോഗ്നേറ്റ് tRNA എന്ന് വിളിക്കുന്നത്. അപ്പോൾ കോഗ്നേറ്റ് tRNA ആയിട്ട് അറ്റാച്ച് ചെയ്യുന്നു. ഇതിനെ നമ്മൾ എന്ത് പറയും? ചാർജിങ് ഓഫ് tRNA എന്നറിയപ്പെടും. tRNAയുടെ ചാർജിങ്. നെക്സ്റ്റ് എന്താ നടക്കുന്നത്? സിന്തസൈസസ് പ്രോട്ടീൻ വിത്ത് സ്ട്രക്ചറൽ RNAs ആൻഡ് 18+ പ്രോട്ടീൻസ്. ഇൻ ഇനാക്റ്റീവ് സ്റ്റേറ്റ് ഹാസ് ലാർജ് ആൻഡ് സ്മോളർ സബ് യൂണിറ്റ്. നോക്കൂ മക്കളെ, അപ്പോൾ ഇവിടെ റൈബോസോമുകളാണ് പ്രോട്ടീൻ ഉണ്ടാക്കേണ്ടത്, ശരിയല്ലേ? അപ്പോൾ ഈ റൈബോസോമിൻ്റെ സ്മോളർ സബ് യൂണിറ്റും ലാർജർ സബ് യൂണിറ്റും രണ്ട് സ്ഥലത്തായിട്ടായിരിക്കും കിടക്കുക. അപ്പോൾ റൈബോസോമുകൾ ഒരിക്കലും ലാർജർ സബ് യൂണിറ്റും സ്മോളർ സബ് യൂണിറ്റും വെറുതെ അങ്ങ് ഒരുമിച്ചിരിക്കത്തില്ല. ഡ്യൂറിംഗ് ദ ടൈം ഓഫ് പ്രോട്ടീൻ സിന്തസിസ് ഇറ്റ് ഓൺലി കംസ് ടുഗദർ. അവർ രണ്ടുപേരും ഒരുമിച്ച് വരണമെങ്കിൽ എപ്പോൾ മാത്രമേ അവർ ഒരുമിച്ച് വരികയുള്ളൂ? പ്രോട്ടീൻ സിന്തസിൻ്റെ സമയത്ത് മാത്രമേ അവർ ഒരുമിച്ച് വരികയുള്ളൂ. അപ്പോൾ അങ്ങനെ ഇരിക്കവേ ട്രാൻസ്ലേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനീഷിയേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പ് നടക്കുകയാണ്. എങ്ങനെയാണ് ഇനീഷിയേഷൻ നടക്കുന്നതെന്ന് നോക്കിയേ. ദ സ്മോൾ സബ് യൂണിറ്റ് എൻകൗണ്ടേഴ്സ് mRNA ഇനിഷ്യേറ്റിംഗ് ട്രാൻസ്ലേഷൻ. അപ്പോൾ നോക്കൂ മക്കളെ, ഒരു mRNA ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അതിൽ ആദ്യം ഇരിക്കുന്ന കോഡോൺ നിങ്ങളെല്ലാവർക്കും ഒരു AUG ആണ്. പിന്നീട് അങ്ങോട്ട് ഒരുപാട് കോഡോൺസ് ഉണ്ടാവും. UUU, അതുപോലെ CCU,
ഇങ്ങനെ ഒരുപാട് കോഡോൺസ് ഉണ്ടാവും അല്ലേ. GCG UAG ഇവിടെ അവസാനിക്കുകയാണ്, UAGയിൽ അവസാനിക്കുകയാണ്. ഇത് 5' ഉണ്ട്, ഇത് 3' ഉണ്ട്. അപ്പോൾ ഇവിടെ ആദ്യം വന്ന് ബൈൻഡ് ചെയ്യുന്നത് റൈബോസോമിൻ്റെ സ്മോളർ സബ് യൂണിറ്റ് ആണ്. ഇനിഷ്യേറ്റർ കോഡോണുമായി ആദ്യം വന്ന് ബൈൻഡ് ചെയ്യുന്നത് റൈബോസോമിൻ്റെ സ്മോളർ സബ് യൂണിറ്റ് ആണ്. ഇതോടുകൂടി എന്ത് സ്റ്റാർട്ട് ചെയ്യുകയാണ്? ട്രാൻസ്ലേഷൻ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ എപ്പോഴാണ് മക്കളെ ട്രാൻസ്ലേഷൻ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ദ സ്മോളർ സബ് യൂണിറ്റ് എൻകൗണ്ടേഴ്സ് mRNA, ദാറ്റ് ഈസ് ഇനിഷ്യേഷൻ ഓഫ് ട്രാൻസ്ലേഷൻ. റൈബോസോം ബൈൻഡ് ടു സ്റ്റാർട്ട് കോഡോൺ റെക്കഗ്നൈസ്ഡ് ബൈ ദ ഇനിഷ്യേറ്റർ tRNA. ഇനിഷ്യേറ്റർ tRNA ഇനി വന്ന് ഇവിടെ അറ്റാച്ച് ചെയ്യും. ആരാണ് ഇനിഷ്യേറ്റർ tRNA? മെത്തിയോണൈനുമായി വരുന്ന tRNA ആണ് ഇനിഷ്യേറ്റർ tRNA. The tRNA that carry methionine. കാരണം എന്താ? അവനല്ലേ ഇനിഷ്യേറ്റർ കോഡോൺ. ഇനിഷ്യേറ്റർ കോഡോൺ AUG എന്തിനെയാണ് കോഡ് ചെയ്യുന്നത്? ഏത് അമിനോ ആസിഡിനെയാണ് കോഡ് ചെയ്യുന്നത്? മെത്തിയോണൈൻ. ആ മെത്തിയോണൈനും കൊണ്ടുവരുന്ന tRNA വന്ന് ഇവിടെ അറ്റാച്ച് ചെയ്യുന്നതോടുകൂടി ട്രാൻസ്ലേഷൻ പ്രോസസ്സ് ആരംഭിച്ചു. ഇനി അടുത്ത എന്താ സംഭവിക്കുന്നത്? ട്രാൻസ്ലേഷനിലെ ഇലോങ്ങേഷൻ ആണ്. രണ്ടാമത്തെ സ്റ്റെപ്പായി ഇലോങ്ങേഷൻ. എന്താ സംഭവിക്കുക? അമിനോ ആസിഡ് ആഡഡ് സീക്വൻഷ്യലി ടു mRNA കോഡോൺസ്. അമിനോ ആസിഡുകൾ ഇങ്ങനെ സീക്വൻഷ്യലായിട്ട് എവിടെ ആഡ് ചെയ്തുകൊണ്ടിരിക്കും? mRNAയിലെ കോഡോണുകളിലേക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കും. റൈബോസോം മൂവ്സ് അലോങ് ദ mRNA ഫോമിങ് പോളിപെപ്റ്റൈഡ്. അപ്പോൾ ഈ റൈബോസോമിൻ്റെ ലാർജർ സബ് യൂണിറ്റും സ്മോളർ സബ് യൂണിറ്റും കൂടെ എന്ത് ചെയ്യുമെന്നറിയാമോ? ഇതുവഴി ഇങ്ങനെ മൂവ് ചെയ്യാൻ തുടങ്ങും, ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. മൂവ് ചെയ്യുന്നതോടുകൂടി ഓരോ കോഡോണുകളും റീഡ് ചെയ്യും. tRNA അമിനോ ആസിഡിനെ കൊണ്ടുവരും. ആ അമിനോ ആസിഡിനെ ചേർത്ത് പോളിപെപ്റ്റൈഡ് ചെയിൻ ഉണ്ടാക്കി, അല്ലെങ്കിൽ പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്ത് വലിയ നീളമുള്ള ഒരു പ്രോട്ടീൻ ചെയിനായിട്ട് മാറുകയും ചെയ്യും. ശരിയല്ലേ? The termination of translation, അവസാനം എന്താണ്? ടെർമിനേഷൻ ഓഫ് ട്രാൻസ്ലേഷൻ അവസാനിക്കുകയാണ്. റിലീസ് ഫാക്ടർ ബൈൻഡ്സ് ടു സ്റ്റോപ്പ് കോഡോൺ. ഏറ്റവും അവസാനം എന്ത് ചെയ്യുന്നു? സ്റ്റോപ്പ് കോഡോണിൻ്റെ അടുത്ത് എത്തിച്ചേരുന്നു ഈ പറയുന്ന റൈബോസോം. അപ്പോൾ റിലീസിങ് ഫാക്ടർ അവിടെ വന്ന് അറ്റാച്ച് ചെയ്യുന്നു. ടെർമിനേറ്റ്സ് ദ ട്രാൻസ്ലേഷൻ റിലീസിങ് ദ പോളിപെപ്റ്റൈഡ്. ഈ സമയത്ത് എന്ത് ചെയ്യുന്നു? പോളിപെപ്റ്റൈഡിനെ റിലീസ് ചെയ്തുകൊണ്ട് ട്രാൻസ്ലേഷൻ അവസാനിക്കുന്നു. ട്രാൻസ്ലേഷണൽ യൂണിറ്റ് ഫ്ലാങ്ക്ഡ് ബൈ AUG, സ്റ്റാർട്ട് AUG ആൻഡ് സ്റ്റോപ്പ് കോഡോൺ. അപ്പോൾ ഒരു mRNAയുടെ ട്രാൻസ്ലേഷൻ യൂണിറ്റിനെ നമുക്ക് എങ്ങനെ മനസ്സിലാവും? സ്റ്റാർട്ട് ചെയ്യുന്നപ്പോഴും AUGയിലായിരിക്കും, അവസാനിക്കുന്നപ്പോഴും ഒരു സ്റ്റോപ്പ് കോഡോണിലായിരിക്കും. അൺട്രാൻസ്ലേറ്റഡ് റീജിയൻ അറ്റ് 5' ആൻഡ് 3' ആൻഡ് ഫോർ എഫിഷ്യൻസി. നോക്കൂ മക്കളെ, ഈ mRNAയിൽ നിങ്ങൾ കരുതുന്ന പോലെ ഇവിടം തൊട്ടേ എന്തല്ല, ട്രാൻസ്ലേഷൻ റീജിയൻ അല്ല. അൺട്രാൻസ്ലേറ്റഡ് റീജിയൻസ് ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ പ്രൊട്ടക്റ്റിംഗ് ദ mRNA. അഥവാ mRNAയിൽ എന്തെങ്കിലും എറർ സംഭവിച്ചാലും ഈ അറ്റത്തിരിക്കുന്നതൊന്നും കോഡിംഗ് സീക്വൻസുകളായിരിക്കത്തില്ല. എന്ന് വെച്ചാൽ ട്രാൻസ്ലേഷൻ നടക്കുന്ന സീക്വൻസുകളായിരിക്കത്തില്ല. അതുകൊണ്ട് കുറച്ച് സ്ഥലം ഇവിടെ ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് ഇട്ടേക്കും. നിങ്ങൾ വരയ്ക്കുമ്പോഴും കുറച്ച് സ്ഥലം ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് ഇട്ടേക്കണം. കാരണം അത് അൺട്രാൻസ്ലേറ്റഡ് റീജിയൻസ് ആണ്. ഈ mRNA പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി 5' 3' അൺട്രാൻസ്ലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് റീജിയൻസ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ട്രാൻസ്ലേഷനുമായി ബന്ധപ്പെട്ട് പഠിച്ചു. എങ്കിൽ അവിടെ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങൾ ചെയ്യാം. A DNA sequence for coding a polypeptide chain is given below. ഒരു DNA സീക്വൻസ് താഴെ തന്നിട്ടുണ്ട്. ഓക്കെ, DNA-യുടെ സീക്വൻസ് ആണ്. mRNA അല്ല തന്നേക്കുന്നത്, DNA ആണ് തന്നേക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ അത് കോഡ് ചെയ്യുന്ന കുറച്ച് അമിനോ ആസിഡുകളും തന്നിട്ടുണ്ട്. റൈറ്റ് ദ കോംപ്ലിമെൻ്ററി mRNA കോഡിംഗ് സീക്വൻസ് ഫോർ ഇറ്റ്. ഇതിൻ്റെ കോംപ്ലിമെൻ്ററി mRNA വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. നമുക്ക് വരയ്ക്കാം. 5' ഉണ്ട്, 3' ഉണ്ട്. ഓക്കെ, നമുക്ക് വരയ്ക്കാം. അവിടെ സിയുടെ നേരെ ആര് വരും? G. എക്ക് നേരെ പറഞ്ഞോളൂ, ഓരോന്നായിട്ട് നിങ്ങൾ തന്നെ പറഞ്ഞോളൂ. ഇവിടെ U വരും, വീണ്ടും U വരും അല്ലേ. ജിക്ക് പകരം C വരും. പിന്നെ U വരും, A വരും. അതേപോലെ തന്നെ 3A ഉണ്ട്, അതിന് പകരം U എന്ന് വരും. ശരിയല്ലേ? അതിനുശേഷം അടുത്ത പറഞ്ഞോ TT. അപ്പോൾ A എന്ന് വരും ഇവിടെ അല്ലേ. GAGക്ക് പകരം എന്ത് വരും മക്കളെ? GAGക്ക് പകരം CUC എന്ന് വരും അല്ലേ. അടുത്ത GACക്ക് പകരം ഏത് വരും? Gക്ക് പകരം C, Aക്ക് പകരം T അല്ലേ. Aക്ക് പകരം U, അതേപോലെ Cക്ക് പകരം G. ഇനി TC ഏറ്റവും അവസാനം TC ഉണ്ട്. Tക്ക് പകരം എന്ത് വരും? ആഡിനിൻ വരും. അതേപോലെ തന്നെ ഇവിടെ സൈറ്റോസിന് പകരം ഗ്വാനിനും വരും. ഓക്കെ, നമുക്ക് നോക്കാം. Write the complementary mRNA coding sequence for it. Find out the amino acid sequence of the polypeptide chain using the codon given in the hints. അപ്പോൾ ഇവിടെ നിന്നുള്ള അമിനോ ആസിഡിൻ്റെ ചെയിൻ, അമിനോ ആസിഡുകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം.
അപ്പോൾ ഇവിടെ നമുക്ക് AUG ഒന്നും നിങ്ങൾ തപ്പി നടക്കണ്ട. ഇവിടുന്ന് അല്ല നമ്മൾ അങ്ങ് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. ഇവിടുന്നുള്ള അമിനോ ആസിഡുകൾ ഏതൊക്കെയാണെന്ന് അങ്ങ് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. ഇതാ ആദ്യം GUU ഉണ്ടോ നോക്കിയാൽ മക്കളെ. GUU ഉണ്ട്, വലൈനാണ് ആദ്യത്തത്. രണ്ടാമത്തത് CAU ഉണ്ടോ മക്കളെ. CAU ഉണ്ട്, ഹിസ്റ്റഡിനാണ്. HIS ഹിസ്റ്റഡിനാണ് അമിനോ ആസിഡ്. അടുത്തത് ഏതാണ്? GUU കഴിഞ്ഞു, CAU കഴിഞ്ഞു. അടുത്തത് UUA ലൂസിനാണ്. LEU ലൂസിനാണ്. അടുത്തത് ACU ത്രിയോണിനാണ് അമിനോ ആസിഡ്. ACU. അടുത്തത് CCU പ്രൊലൈനാണ് അമിനോ ആസിഡ്. PRO പ്രൊലൈനാണ്. അടുത്തത് GAG ഉണ്ടല്ലോ, ഗ്ലൂട്ടാമിക് ആസിഡാണ്. GLU ഗ്ലൂട്ടാമിക് ആസിഡ്. അപ്പോൾ ഇവിടുന്ന് കിട്ടിയ എന്ത് നമ്മൾ എഴുതി? അപ്പോൾ എയുടെ ആൻസർ എഴുതി, ബിയുടെ ആൻസർ എഴുതി. ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ല, റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ. ജീൻ എക്സ്പ്രഷൻ എങ്ങനെയൊക്കെ റെഗുലേറ്റ് ചെയ്യാം? നമുക്കറിയാം നമ്മുടെ ഒരു സെല്ലിനകത്ത് എല്ലാ ജീനുകളും ഉണ്ട്. എൻ്റെ ശരീരത്തിലെ എല്ലാ ജീനും എല്ലാ സെല്ലുകളിലും ഉണ്ട്. പക്ഷേ ഈ എല്ലാ ജീനുകൾക്കും എല്ലാ സെല്ലുകളിലും പ്രവർത്തിക്കേണ്ട കാര്യമില്ല. ചില സെല്ലുകളിൽ മാത്രം ചില പർട്ടിക്കുലർ ജീനുകൾക്ക് പ്രവർത്തിച്ചാൽ മതി. അങ്ങനെയുള്ളപ്പോൾ ഈ ജീനിനെ എങ്ങനെ റെഗുലേറ്റ് ചെയ്യും നമ്മൾ? നോക്കൂ മക്കളെ, ഒന്ന് നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റിയ ഫസ്റ്റ് ലെവലാണ്. വാട്ട് ആർ ദ ലെവൽസ് ഓഫ് റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ? ജീൻ എക്സ്പ്രഷനെ ഏതൊക്കെ ലെവലിൽ നമുക്ക് റെഗുലേറ്റ് ചെയ്യാമെന്നുള്ള ഒരു ചോദ്യമാണ്. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പ്രധാനമായിട്ടും 4 ലെവലുകളിൽ നമുക്ക് കൺട്രോൾ ചെയ്യാം. ഒന്ന് ട്രാൻസ്ക്രിപ്ഷണൽ ലെവൽ, അതായത് ഒരു ജീനിന് ട്രാൻസ്ക്രിപ്ഷൻ നടക്കാതെ നോക്കിയാൽ മതി ആ ജീൻ എക്സ്പ്രസ് ചെയ്യാതിരിക്കാൻ. ഇപ്പോൾ എക്സാമ്പിൾ, എൻ്റെ കയ്യിലോ കാലിലോ ഒക്കെ ഉള്ള ജീനുകളിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാവേണ്ട കാര്യമില്ല. ഒരുപാട് ഹെയർ എൻ്റെ തലമുടിയിലിരിക്കുന്ന എൻ്റെ സ്കാൽപ്പ് അല്ലെങ്കിൽ തലയിലെ സ്കാൽപ്പിലിരിക്കുന്ന സെല്ലുകളിൽ നിന്ന് മാത്രം തലമുടി വളർന്നാൽ മതി. ബാക്കി സ്ഥലത്തു നിന്നും തലമുടി വളരേണ്ട കാര്യമില്ല. അപ്പോൾ ആ ജീനിനെ അവിടെ ഇൻഹിബിറ്റ് ചെയ്യപ്പെടണം. അപ്പോൾ അതിന് കുറേ മാർഗങ്ങളുണ്ട്. എന്നാൽ ഒന്നതിന് ട്രാൻസ്ക്രിപ്ഷൻ നടക്കാതെ നോക്കിയാൽ മതി. ട്രാൻസ്ക്രിപ്ഷണൽ ലെവലിൽ നമുക്ക് കൺട്രോൾ ചെയ്യാം. 2 പ്രോസസ്സിംഗ് ലെവലിൽ നമുക്ക് കൺട്രോൾ ചെയ്യാം. നിങ്ങൾക്കറിയാം യൂക്കാരിയോട്സിൽ RNA ഉണ്ടാകുന്ന സമയത്ത് HNRNA ആയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് പിന്നീട് എന്ത് ചെയ്യും? പ്രോസസ്സ് ചെയ്താൽ മാത്രമേ അതൊരു ആക്റ്റീവ് mRNA ആയിട്ട് മാറുള്ളൂ. അപ്പോൾ ആ ലെവലിൽ വെച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാം. മൂന്നാമത് നോക്കിയേ, ട്രാൻസ്പോർട്ട് ഓഫ് mRNA ഫ്രം ന്യൂക്ലിയസ് ടു ദ സൈറ്റോപ്ലാസം. ഇനി ഇവിടെ എങ്ങും വെച്ച് ആ ജീനിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, ഓൾറെഡി mRNA ഉണ്ടായിപ്പോയി എങ്കിൽ ആ mRNA ഇനി എങ്ങോട്ട് വരാതെ നോക്കിയാൽ മതി? സൈറ്റോപ്ലാസ്റ്റിൽ കിടക്കുന്ന റൈബോസോമിൻ്റെ അടുത്തേക്ക് വരാതെ നോക്കിയാൽ മതി. അതായത് ട്രാൻസ്പോർട്ട് ഓഫ് mRNA ഫ്രം ന്യൂക്ലിയസ് ടു സൈറ്റോപ്ലാസം. ന്യൂക്ലിയസിൽ നിന്ന് സൈറ്റോപ്ലാസത്തിലേക്ക് mRNA വരുന്ന ആ ഒരു പ്രോസസ്സ് എന്ത് ചെയ്താൽ മതി? ഇൻഹിബിറ്റ് ചെയ്താൽ മതി. 4ാമത്തെ പ്രോസസ്സ് ട്രാൻസ്ലേഷണൽ ലെവൽ. എങ്ങനെയും നമുക്ക് കൺട്രോൾ ചെയ്യാം. ട്രാൻസ്ലേഷണൽ ലെവലിലും കൺട്രോൾ ചെയ്യാം. എന്താണ് മക്കളെ ട്രാൻസ്ലേഷണൽ ലെവൽ? പ്രോട്ടീൻ ഉണ്ടാകാതെ നോക്കിയാൽ പോരെ, റൈബോസോം ഈ mRNA ട്രാൻസ്ലേറ്റ് ചെയ്യാതിരുന്നാൽ മതി. അപ്പോൾ ഈ 4 ലെവലുകളിലാണ് പ്രധാനമായിട്ട് ഒരു ജീനിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ റെഗുലേറ്റ് ചെയ്യുന്നത്. എങ്ങനെയൊക്കെയാണ്? 1 ട്രാൻസ്ക്രിപ്ഷണൽ ലെവൽ, 2 പ്രോസസ്സിംഗ് ലെവൽ, 3 by inhibiting the transport of mRNA from nucleus to the cytoplasm, and the 4th level is translational level. ഓക്കെ ആണോ? ഈ 4 ലെവലുകളും നമുക്ക് കൺട്രോൾ ചെയ്യാം. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ലാക് ഓപ്പറോൺ. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ആദ്യം നമ്മൾ അറിയേണ്ടത് എന്താണ് ഓപ്പറോൺ എന്ന് നമ്മൾ അറിയണം. ഓപ്പറോൺ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ മക്കളെ. ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ജീൻസ്. ഒരു ഗ്രൂപ്പ് ജീൻസ് ആണ്. ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ജീൻസ് അസോസിയേറ്റഡ് വിത്ത് കൺട്രോളിങ് എ സ്പെസിഫിക് ക്യാരക്ടർ. നമ്മുടെ ശരീരത്തിലെ ഒരു പ്രത്യേക ക്യാരക്ടറിൻ്റെ കൺട്രോളുമായി ബന്ധപ്പെട്ട ഒരു കൂട്ടം ജീനുകളെ, ഒരു ഗ്രൂപ്പ് ഓഫ് ജീൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓപ്പറോൺ. What is an operon? Operon is a group of genes which are associated with control of a specific character. ശരീരത്തിൽ ഒരു പ്രത്യേക ക്യാരക്ടറിൻ്റെ കൺട്രോളുമായി ബന്ധപ്പെട്ട ശരീരത്തിൽ കാണപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ജീൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഓപ്പറോൺ എന്ന് വിളിക്കുന്നത്. ഈ ഓപ്പറോൺ കൺസെപ്റ്റ് ആദ്യമായി കൊണ്ടുവന്നവരാണ് ജേക്കബ് ആൻഡ് മൊണോഡ്. അവരുടെ മുഴുവൻ പേരാണ് ഫ്രാങ്കോയിസ് ജേക്കബ് ആൻഡ് ജാക്ക് മൊണോഡ്. ഫ്രാങ്കോ ജേക്കബ് ആൻഡ് ജാക്ക് മൊണോഡ്. ഇവർ രണ്ടുപേരുമാണ് ആദ്യമായിട്ട് ഈ ഓപ്പറോൺ കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. അതായത് ഒരു പ്രത്യേക ക്യാരക്ടർ കൺട്രോൾ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ജീനിൻ്റെ എക്സ്പ്രഷൻ എങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യുന്നത്? ഒരു ജീനിൻ്റെ എക്സ്പ്രഷൻ റെഗുലേറ്റ് ചെയ്യാൻ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. നമ്മളിവിടെ പറഞ്ഞു 4 മാർഗ്ഗങ്ങളുണ്ട്. എന്നാൽ ഒരു പ്രത്യേക ക്യാരക്ടർ കൺട്രോൾ ചെയ്യുന്ന ഒരു കൂട്ടം ജീനുകളുടെ ആ ഒരു എക്സ്പ്രഷൻ എങ്ങനെ റെഗുലേറ്റ് ചെയ്യാം? ശ്രദ്ധിച്ച് കേൾക്കണം. അവർ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചത് ലാക് ഓപ്പറോൺ എന്ന് പറയുന്ന ഒരു ഓപ്പറോണിനെയാണ്. എന്താണ് ഓപ്പറോൺ? ഞാൻ നേരത്തെ പറഞ്ഞത് ഗ്രൂപ്പ് ഓഫ് ജീൻ അസോസിയേറ്റഡ് വിത്ത് കൺട്രോളിങ് ഓഫ് എ സ്പെസിഫിക് ക്യാരക്ടർ. ഒരു പ്രത്യേക ക്യാരക്ടറിൻ്റെ കൺട്രോളുമായി ബന്ധപ്പെട്ട ഒരു കൂട്ടം ജീനുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓപ്പറോൺ.
ഈ ലാക്ക് ഓപ്പറോൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈക്കോളിയിൽ കാണപ്പെടുന്ന ഒരു പ്രത്യേക ഗ്രൂപ്പ് ഓഫ് ജീൻസ് ആണ്. ദീസ് ജീൻസ് ആർ അസോസിയേറ്റഡ് വിത്ത് ദ ലാക്ടോസ് മെറ്റബോളിസം. അപ്പൊ ഈ ജീനുകൾ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ലാക്ടോസിന്റെ മെറ്റബോളിസവുമായി ബന്ധപ്പെട്ട ജീനുകളാണ്. പ്രധാനമായിട്ടും ഈ ഗ്രൂപ്പിൽ 3 ജീനുകൾ വരുന്നുണ്ട്. പ്രധാനപ്പെട്ട 3 ജീനുകൾ, ബാക്കി കൺട്രോളർ ജീനുകളാണ്. ബാക്കി ജീനുകളെ നമ്മൾ കൺട്രോളർ ജീനുകൾ എന്ന് വിളിക്കും. ക്യാരക്ടറിന്റെ എക്സ്പ്രഷനുമായി ബന്ധപ്പെട്ട് ഈ 3 ജീനുകളാണുള്ളത്. ഒന്ന് ലാക്ക് ഇസഡ് ജീൻ, ഒന്ന് ലാക്ക് വൈ ജീൻ, ഒന്ന് ലാക്ക് എ ജീൻ. ഇങ്ങനെ 3 ജീനുകളാണ്. അതിൽ ലാക്ക് ഇസഡ് ജീൻ കോഡ് ഫോർ ബീറ്റാ ഗാലക്ടോസിഡേസ് എൻസൈം റെസ്പോൺസിബിൾ ഫോർ ലാക്ടോസ് ഹൈഡ്രോളിസിസ്. അതായത് ഈ ഈക്കോളി ലാക്ടോസ് ഉള്ള മീഡിയത്തിൽ കിടക്കുന്ന സമയത്ത് ആ ലാക്ടോസിനെ ഡൈജസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ലാക്ടോസിന്റെ മെറ്റബോളിസവുമായി ബന്ധപ്പെട്ടതാണ് ഈ 3 ജീനുകൾ. അതിൽ ഒന്നാമത്തെ ജീനിന്റെ ജോലി, അതായത് ലാക്ടിസഡിന്റെ ജോലി, ബീറ്റാ ഗാലക്ടോസിഡേസ് എന്ന് പറയുന്ന ഒരു എൻസൈമിനെ പ്രൊഡ്യൂസ് ചെയ്യും, ലാക്ടോസിന്റെ മെറ്റബോളിസത്തിന് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. രണ്ടാമത്തെ ജീൻ ലാക്ക് വൈ ജീനാണ്. ലാക്ക് വൈ ജീന്റെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് കോഡ് ഫോർ പെർമിയേസ്, ഇൻക്രീസിംഗ് ദ സെൽ പെർമിയബിലിറ്റി ഓഫ് ബീറ്റാ ഗാലക്ടോസിഡേസ്. ബീറ്റാ ഗാലക്ടോസിഡേസിന്റെ സെൽ പെർമിയബിലിറ്റി കൂട്ടുന്ന മറ്റൊരു എൻസൈമിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഏതാണ് ആ എൻസൈം? പെർമിയേസ് എന്നാണ് ആ എൻസൈമിന്റെ പേര്, പെർമിയേസ്. ഇനി മൂന്നാമത്തെ ജീന്റെ പേര് ലാക്ക് എ ജി. ഇറ്റ് എൻകോഡ്സ് ഫോർ ട്രാൻസ് അസറ്റൈലേസ്. അത് കോഡ് ചെയ്യുന്ന എൻസൈമിന്റെ പേരാണ് ട്രാൻസ് അസറ്റൈലേസ്. അപ്പോൾ ഈ പറയുന്ന 3 എൻസൈമുകളാണ് പ്രധാനമായിട്ടും ലാക്ടോസിന്റെ മെറ്റബോളിസവുമായി ബന്ധപ്പെട്ട 3 കീ ഫാക്ടേഴ്സ്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനുകളാണ് ലാക്ക് ഇസഡ്, ലാക്ക് വൈ, ലാക്ക് എ. ഇനി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ ഈക്കോളി എന്ന് പറയുന്ന ബാക്ടീരിയ ലാക്ടോസ് ഉള്ള മീഡിയത്തിൽ കിടക്കുമ്പോൾ മാത്രം ഈ 3 ജീനുകൾ വർക്ക് ചെയ്താൽ പോരെ? മതി. ലാക്ടോസ് ഇല്ലെങ്കിൽ പിന്നെ ഇവരുടെ ആവശ്യമില്ല. ബീറ്റാ ഗാലക്ടോസിഡേസിന്റെ ആവശ്യമില്ല, പെർമിയസിന്റെ ആവശ്യമില്ല, ട്രാൻസ് അസറ്റൈലേസിന്റെ ആവശ്യമില്ല. അപ്പൊ ഇവരെല്ലാം വേണ്ടത് ലാക്ടോസ് ഉള്ള മീഡിയത്തിൽ ഈക്കോളി കിടക്കുമ്പോഴാണ്. അപ്പോൾ ഈ ലാക്ടോസ് എന്ന് പറയുന്നത് ഈ പറയുന്ന ജീനുകളുടെ ഒരു ഇൻഡ്യൂസറാണ്. ഇൻഡ്യൂസർ ഇവിടെ ആരാണ്? ലാക്ടോസ് ആണ്. ലാക്ടോസ് ഉണ്ടെങ്കിൽ മാത്രമേ ലാക്കോപ്പറോൺ സ്വിച്ച് ഓൺ ആവുകയുള്ളൂ. എന്നാൽ ലാക്ടോസ് ഇല്ലെങ്കിൽ ലാക്കോപ്പറോൺ എന്തായിരിക്കും? സ്വിച്ച് ഓഫ് കണ്ടീഷനിലായിരിക്കും. അപ്പൊ ശ്രദ്ധിച്ച് കേൾക്കുക. ഇതാ ഇവിടെ ഞാൻ അതാണ് കാണിച്ചിരിക്കുന്നത്. ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇൻഡ്യൂസർ, ഇൻഡ്യൂസറിന്റെ ആബ്സെൻസിൽ നോക്ക് മക്കളെ, ആ ജീൻ ഇരിക്കുന്നത് ലാക്ക് ഇസഡ് ദേ ഇരിക്കുന്നു, ലാക്ക് വൈ ദേ ഇരിക്കുന്നു, ലാക്ക് എ ദേ ഇരിക്കുന്നു. ഇതിന്റെ മുമ്പിൽ ഒരു ഓപ്പറേറ്റർ റീജിയണും ഉണ്ട്, ഒരു പ്രൊമോട്ടർ റീജിയൻ ഉണ്ട്. നമുക്കറിയാം ഒരു സ്ട്രക്ചറൽ ജീനിന്റെ മുന്നിലായി പ്രൊമോട്ടർ റീജിയൻ ഉണ്ടാവും, അതിന് ശേഷം ഒരു ഓപ്പറേറ്റർ റീജിയനും ഉണ്ടാവും. ഈ ഓപ്പറേറ്റർ റീജിയനിൽ ഒരു പ്രത്യേക പ്രോട്ടീൻ ഇങ്ങനെ ബൈൻഡ് ചെയ്തിരിക്കുകയാണ്. ഇൻഡ്യൂസർ ആബ്സെന്റ് ആണെങ്കിൽ, അതായത് ലാക്ടോസ് ആബ്സെന്റ് ആണെങ്കിൽ, ലാക്ടോസ് എന്ന് പറയുന്ന സാധനം മീഡിയത്തിൽ ഇല്ലെങ്കിൽ ഈ mRNAയിലെ ഓപ്പറേറ്റർ റീജിയനിൽ ഒരു പ്രത്യേക പ്രോട്ടീൻ ഇങ്ങനെ ബൈൻഡ് ചെയ്തിരിക്കും. ദാറ്റ് പ്രോട്ടീൻ ഈസ് കോൾഡ് റിപ്രസർ പ്രോട്ടീൻ. ആ പ്രോട്ടീനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിപ്രസർ പ്രോട്ടീൻ. അപ്പോൾ നോക്കുമ്പോഴേ ഈ റിപ്രസർ പ്രോട്ടീൻ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഇവിടേക്ക് RNA പോളിമറൈസ് എൻസൈം വന്നു എന്നിരിക്കട്ടെ. ഇതാണ് RNA പോളിമറൈസ് എൻസൈം. ഈ RNA പോളിമറൈസിന് ഈ പ്രൊമോട്ടർ റീജിയനിൽ നിന്ന് ഈ ജീനുകളുടെ അടുത്തേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. കാരണം ഓപ്പറേറ്റർ റീജിയനിൽ ഒരു പ്രത്യേക പ്രോട്ടീൻ ഇരിപ്പുണ്ട്, റിപ്രസർ പ്രോട്ടീൻ. അപ്പൊ റിപ്രസർ പ്രോട്ടീൻ ഇവിടെ പ്രസന്റ് ആയിരിക്കും. ഇൻഡ്യൂസർ ആബ്സെന്റ് ആണെങ്കിൽ ഓപ്പറേറ്റർ സൈറ്റ് ഈസ് ഇന്ററപ്റ്റഡ് ബൈ എ പ്രോട്ടീൻ കോൾഡ് റിപ്രസർ പ്രോട്ടീൻ. റിപ്രസർ പ്രോട്ടീൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ഓപ്പറേറ്റർ റീജിയനിൽ ഇന്ററപ്റ്റഡ് ആയിരിക്കും. So the RNA polymerase cannot move through the genes or operons, lack operons. ഇപ്പൊ ലാക്ക് ഓപ്പറോൺസിന്റെ മുകളിലൂടെ ആർക്ക് മൂവ് ചെയ്യാൻ കഴിയില്ല? ഈ പറയുന്ന RNA പോളിമറൈസിന് മൂവ് ചെയ്യാൻ കഴിയില്ല. So the beta galactosidase enzyme do not produce, അല്ലേ? And the permease enzyme and also the trans-acetylase enzyme, ഇവർ വല്ലതും ഉണ്ടാകുമോ? ഇവിടുന്ന് mRNA ഉണ്ടാകുമോ? ഇല്ല. ഇവിടെ ട്രാൻസ്ലേഷൻ പ്രോസസ്സേ നടക്കില്ല, ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും നടക്കില്ല. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത് റിപ്രസർ ബൈൻഡ് ടു ദ ഓപ്പറേറ്റർ റീജിയൻ, ഹെൻസ് പ്രിവെന്റ് ദ RNA പോളിമറൈസ് ഫ്രം ട്രാൻസ്ക്രൈബിംഗ് ദ ഓപ്പറോൺ. ഈ ഓപ്പറോണിൽ നിന്ന് mRNA ഉണ്ടാകില്ല. ലാക്ടോസ് ആബ്സെന്റ് ആണെങ്കിൽ ഇതിൻ്റെ ഒന്നിൻ്റെയും ആവശ്യമില്ല. അപ്പം ഇതാണ് ഇതിൻ്റെ സ്വിച്ച് ഓഫ് കണ്ടീഷൻ. എന്നാൽ ഇപ്പോൾ ഈ മീഡിയത്തിലേക്ക് ലാക്ടോസ് വന്നു എന്നിരിക്കട്ടെ. ലാക്ടോസ് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ദ റിപ്രസർ പ്രോട്ടീൻ ഇൻ ദ ഓപ്പറേറ്റർ റീജിയൻ, നേരത്തെ നമ്മുടെ ഓപ്പറേറ്റർ റീജിയനിൽ ഇരുന്ന റിപ്രസർ പ്രോട്ടീൻ ഉണ്ടല്ലോ, ഡിസോൾവ്ഡ് ഇൻ ദ ലാക്ടോസ്. ലാക്ടോസിൽ എന്ത് ചെയ്യപ്പെടും? ഡിസോൾവ് ചെയ്യപ്പെടും. ആൻഡ് ദ ഓപ്പറേറ്റർ റീജിയൻ ബിക്കം ഫ്രീ. നേരത്തെ ഇന്ററപ്റ്റ് ചെയ്ത് ആര് ഇരിപ്പുണ്ടായിരുന്നു? റിപ്രസർ ഇരിപ്പുണ്ടായിരുന്നു.
ഇപ്പം അവിടെ റിപ്രസർ ഇല്ല. സോ ദിസ് RNA പോളിമറൈസ് ക്യാൻ മൂവ് ത്രൂ ഈ RNA പോളിമറൈസിന് ഇപ്പോൾ ഏത് വഴി മൂവ് ചെയ്യാം? ലാക്ക് ഇസഡിലൂടെ, ലാക്ക് വൈയിലൂടെ, ലാക്ക് എയിലൂടെ മൂവ് ചെയ്യാം. സോ ഇറ്റ് പ്രൊഡ്യൂസ്, ഇപ്പോൾ ലാക്ടോസ് ഉണ്ട്, ഇപ്പോൾ ലാക്ടോസിൽ ഡിസോൾവ് ചെയ്ത് ആര് പോയി? റിപ്രസർ പ്രോട്ടീൻ പോയി. റിപ്രസർ പ്രോട്ടീൻ പോയപ്പോൾ ദ ഓപ്പറോൺ ബിക്കം ആക്ടിവേറ്റഡ്, ഓപ്പറോൺ ആക്റ്റീവായി, ഇറ്റ് ബിക്കം ട്രാൻസ്ക്രൈബ്ഡ്, ആ ഓപ്പറോൺ ട്രാൻസ്ക്രൈബ്ഡ് ആയി ആൻഡ് പ്രൊഡ്യൂസ് ദ എൻസൈംസ് ബീറ്റാ ഗാലക്ടോസിഡേസ്, പെർമിയേസ് ആൻഡ് ട്രാൻസ് അസറ്റൈലേസ്. ദീസ് എൻസൈംസ് വിൽ ആക്റ്റീവ്ലി ഇൻവോൾവ്ഡ് ഇൻ ദ മെറ്റബോളിസം ഓഫ് ലാക്ടോസ്. ഈ എൻസൈമുകൾ പോയി ആരെ മെറ്റബോളൈസ് ചെയ്യാൻ സഹായിക്കും? ലാക്ടോസിനെ മെറ്റബോളൈസ് ചെയ്യാൻ സഹായിക്കും. അപ്പോൾ ലാക്ടോസ് ഉള്ളപ്പോൾ മാത്രമേ ലാക്ക് ഓപ്പറോൺ എന്ന് പറയുന്ന ഓപ്പറോൺ വർക്കിംഗ് ആയിരിക്കത്തുള്ളൂ, അഥവാ സ്വിച്ച് ഓൺ കണ്ടീഷനിലായിരിക്കുള്ളൂ. അപ്പോൾ ഇൻഡ്യൂസറായിട്ട് അവിടെ ആക്ട് ചെയ്യുന്ന ആരാണ്? ലാക്ടോസ് ആണ്. അപ്പം ലാക്ടോസ് എന്ന് പറയുന്ന ഇൻഡ്യൂസർ ഉണ്ട് എങ്കിൽ മാത്രം ഓപ്പറേറ്റർ റീജിയനിൽ നിന്നും റിപ്രസർ പ്രോട്ടീൻ മാറി നിൽക്കും, RNA പോളിമറൈസ് ട്രാൻസ്ക്രിപ്ഷൻ നടത്തും, ട്രാൻസ്ലേഷൻ നടക്കും, ലാക്ടോസിന്റെ മെറ്റബോളിസം നടക്കും. എന്നാൽ ഇൻഡ്യൂസറായ ലാക്ടോസ് ആബ്സെന്റ് ആണെങ്കിൽ റിപ്രസർ പ്രോട്ടീൻ എവിടെ ബൈൻഡ് ആയിരിക്കും? ഓപ്പറേറ്റർ റീജിയനിൽ ബൈൻഡ് ആയിരിക്കും. സോ ദ RNA പോളിമറൈസ് കനോട്ട് ട്രാൻസ്ക്രൈബ് ദ ഓപ്പറോൺ. RNA പോളിമറൈസ് ആരെ ട്രാൻസ്ക്രൈബ് ചെയ്യത്തില്ല? ഓപ്പറോണിനെ ട്രാൻസ്ക്രൈബ് ചെയ്യത്തില്ല. സോ ദ പ്രോട്ടീൻസ് ഓർ ദ എൻസൈംസ് ആർ നോട്ട് പ്രൊഡ്യൂസ്ഡ്. എൻസൈമുകളൊന്നും പ്രൊഡ്യൂസ് ചെയ്യപ്പെടത്തില്ല. ഇങ്ങനെ സ്വിച്ച് ഓഫ് കണ്ടീഷനിലിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ഹിൻസ് ഓഫ് ലാക്ക് ഓപ്പറോണോ ഇസ് ഗിവൺ ബിലോ. ലാക്ക് ഓപ്പറോണുമായി ബന്ധപ്പെട്ട ചില ഹിൻറ്റുകൾ താഴെ കൊടുക്കുന്നു. ഇൻഡ്യൂസർ, റിപ്രസർ, സ്ട്രക്ചറൽ ജീൻ, ഓപ്പറേറ്റർ, റെഗുലേറ്ററി ജീൻ. ഓക്കെ, വിച്ച് സബ്സ്റ്റൻസ് ഈസ് ആക്ടിങ് ആസ് ഇൻഡ്യൂസർ ഇൻ ദിസ് ഓപ്പറോൺ? ഈ ഓപ്പറോണിൽ ഇൻഡ്യൂസറായിട്ട് ആക്ട് ചെയ്യുന്ന ആരാണ്? ലാക്ടോസ് ആണ്. എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് ഓപ്പറോൺ ഇൻ ദ പ്രസൻസ് ഓഫ് ഇൻഡ്യൂസർ. ഇൻഡ്യൂസറിന്റെ പ്രസൻസിൽ ഇതിന്റെ വർക്കിംഗ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. വെൻ ദ ഇൻഡ്യൂസർ ഈസ് പ്രസന്റ്, ഇൻഡ്യൂസർ പ്രസന്റ് ആണ് എങ്കിൽ ഈ ചിത്രം നമ്മൾ വരയ്ക്കണം. വരച്ചതിന് ശേഷം എക്സ്പ്ലെയിൻ ചെയ്യണം. In the presence of inducer, the repressor protein detached from the operator region. ഒന്നാമത്തെ പോയിന്റ് അതാണ്. റിപ്രസർ പ്രോട്ടീൻ എവിടെ നിന്ന് ഡിറ്റാച്ച് ചെയ്യും? ഓപ്പറേറ്റർ റീജിയനിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യുകയും ദ ഓപ്പറേറ്റർ റീജിയൻ ബിക്കം ഫ്രീ. ഓപ്പറേറ്റർ റീജിയൻ എന്താവുകയും ചെയ്യും? ഫ്രീ ആവുകയും ചെയ്യും. സോ ദ RNA polymerase enzyme can freely pass through the structural gene. ഈ RNA polymerase enzyme ഏത് വഴി പാസ് ചെയ്യാൻ പറ്റും? സ്ട്രക്ചറൽ ജീനുകളായ ലാക്ക് ഇസഡിലൂടെയും, ലാക്ക് വൈയിലൂടെയും, ലാക്ക് എയിലൂടെയും ട്രാവൽ ചെയ്യാൻ പറ്റും. So it produced 3 enzymes, beta galactosidase, permease and trans acetylase. ഈ 3 എൻസൈമുകളെ അത് പ്രൊഡ്യൂസ് ചെയ്യും. So the lactose metabolism will takes place. ലാക്ടോസ് മെറ്റബോളിസം നടക്കും. ഇതാണ് നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് അവിടെ നിന്നുള്ള അടുത്ത ചോദ്യമാണ്. ഒബ്സർവ് ദ ഫോളോയിങ് ഡയഗ്രാം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഡയഗ്രമാറ്റിക്കലി റെപ്രസെന്റ് ചേഞ്ചസ് ടേക്സ് പ്ലേസ് ഇൻ ദ ലാക്ടോസ് ഈസ് ആഡഡ് ടു ദ മീഡിയം. ഈ മീഡിയത്തിലേക്ക് ലാക്ടോസ് ആഡ് ചെയ്യുമ്പോഴുള്ള ചേഞ്ച് നമ്മളിപ്പോൾ പറഞ്ഞ അതേ ചോദ്യം തന്നെയാണ്. വാട്ട് ഈസ് ദ റോൾ ഓഫ് ഇസഡ്, വൈ ആൻഡ് എ ജീൻ ഇൻ ദ മെറ്റബോളിക് പാത്വേ? ഈ മെറ്റബോളിക് പാത്വേയിൽ ലാക്ക് ഇസഡിൻ്റെയും വൈയുടെയും എയുടെയും ജോലി എഴുതാൻ. ലാക്ക് ഇസഡ് ബീറ്റാ ഗാലക്ടോസിഡേസിനെ പ്രൊഡ്യൂസ് ചെയ്യും, ലാക്ക് വൈ പെർമിയേസിനെ പ്രൊഡ്യൂസ് ചെയ്യും, ലാക്ക് എ ട്രാൻസ് അസറ്റൈലേസിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഈസി അല്ലേ? ഈ 3 കാര്യങ്ങൾ മാത്രം നമ്മൾ എഴുതിയാൽ മതി. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ചാപ്റ്ററിൻ്റെ ഏറ്റവും അവസാന ഭാഗമാണ്. ഇവിടുന്ന് നമുക്ക് സ്പെസിഫിക് ആയി ചില ചോദ്യങ്ങൾ ചോദിക്കാൻ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് ആൻഡ് DNA ഫിംഗർ പ്രിൻറ്റിംഗ്. ഇതാണ് പ്രധാനപ്പെട്ട 2 ഭാഗങ്ങളെന്ന് പറയുന്നത്. അതിൽ ആദ്യം ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്. ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് നിങ്ങൾക്കറിയാം, ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് കാര്യങ്ങൾ കിടപ്പുണ്ട്. പക്ഷെ നമുക്കതിൽ നിന്ന് സ്പെസിഫിക് ആയി 2 കാര്യങ്ങൾ പഠിക്കണം. ഒന്ന്, ഗോൾസ് ഓഫ് HGP-യുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്. 2, സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ ജീനോം, മനുഷ്യന്റെ ജീനോമിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്. ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 1990-ൽ സ്റ്റാർട്ട് ചെയ്ത ഒരു പ്രൊജക്റ്റാണ്. മനുഷ്യന്റെ മുഴുവൻ കംപ്ലീറ്റ് ജനറ്റിക് മെറ്റീരിയലിനെ പറ്റി പഠിക്കുക എന്നുള്ളതായിരുന്നു ആ പ്രൊജക്റ്റിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അതായത് മനുഷ്യന്റെ ശരീരത്തുള്ള എല്ലാ ജീനുകളെയും ഐഡന്റിഫൈ ചെയ്യുക, അവരുടെ ഫങ്ഷൻസ് ഐഡന്റിഫൈ ചെയ്യുക മുതലായവയായിരുന്നു HGP-യുടെ ഫങ്ഷൻ. കുറേയധികം വർഷങ്ങളുടെ പ്രയത്നഫലമായിട്ട് ഏകദേശം 50% ജീനുകളുടെ, ഫങ്ഷണൽ ജീനുകളുടെ ഒക്കെ പ്രോപ്പർട്ടി നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കുകയാണ്, വാട്ട് ആർ ദ ഗോൾസ് ഓഫ് HGP ആരംഭിച്ച സമയത്ത് അതിൻ്റെ ഗോളുകൾ എന്തൊക്കെയാണ്. നോക്കൂ മക്കളെ, ഐഡന്റിഫൈ ഓൾ ദ അപ്രോക്സിമേറ്റ്ലി 20,000 to 25,000 ജീൻസ് ഇൻ ഹ്യൂമൻ DNA. അപ്പോൾ ഒന്നാമത്തെ അതിൻ്റെ ഗോൾ എന്ന് പറയുന്നത് ഇതായിരുന്നു. മനുഷ്യന്റെ DNAയിലെ 20,000 മുതൽ 25,000 വരെ വരുന്ന ഫങ്ഷണൽ ജീനുകളെ കുറിച്ച് പഠിക്കുക.
2. Determine the sequence of 3 billion chemical base pairs that make up human DNA. മനുഷ്യന്റെ DNA നിർമ്മിച്ചിരിക്കുന്ന 3 ബില്യൺ ബേസ് പെയറുകൾ ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. അപ്പോൾ ഫംഗ്ഷൻ പഠിക്കേണ്ടത് 20,000 മുതൽ 25,000 വരെ ജീനുകളുടെ ഫംഗ്ഷനെ നമുക്ക് പഠിക്കാനുള്ളൂ. പക്ഷേ ഏകദേശം 3 ബില്യണോളം ജീനുകൾ അല്ലെങ്കിൽ 3 ബില്യണോളം ബേസ് പെയറുകൾ ഏതൊക്കെയാണെന്ന് കൃത്യമായ ഓർഡറിൽ ഐഡന്റിഫൈ ചെയ്യാം. സ്റ്റോർ ദിസ് ഇൻഫർമേഷൻ ഇൻ ഡാറ്റാബേസ്. എല്ലാവർക്കും ആക്സസബിൾ ആയിട്ടുള്ള രീതിയിൽ ഒരു സോഫ്റ്റ്വെയറിൽ ഇതെല്ലാം സ്റ്റോർ ചെയ്യുക, ഒരു ഡാറ്റാബേസിൽ ഇത് സ്റ്റോർ ചെയ്യുക. ഇംപ്രൂവ് ടൂൾസ് ഫോർ ഡാറ്റ അനാലിസിസ്. ഒരു സോഫ്റ്റ്വെയറിൽ ഒരു സ്റ്റോറേജ് ഡിവൈസിൽ സ്റ്റോർ ചെയ്താൽ മാത്രം പോരാ, ഈ ഡാറ്റ അനാലിസിസിന് വേണ്ടി പ്രത്യേക ടൂളുകൾ നിർമ്മിക്കുക. ആൻഡ് ട്രാൻസ്ഫർ റിലേറ്റഡ് ടെക്നോളജീസ് ടു അതർ സെക്ടേഴ്സ് സച്ച് ആസ് ഇൻഡസ്ട്രീസ്. ഇവിടെ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻസിനെ മറ്റ് ഇൻഡസ്ട്രീസുമായി ഷെയർ ചെയ്യുക. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഇൻസുലിൻ ജീൻ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ആ ഇൻസുലിൻ ജീൻ ഏതാണെന്നുള്ള വിവരം നമ്മൾ സൂക്ഷിച്ചു വെച്ചിരുന്നിട്ട് കാര്യമില്ല. അത് ഉപയോഗപ്രദമായ ഏതെങ്കിലും കമ്പനിക്ക് നൽകണം. എങ്കിൽ മാത്രമേ ബയോടെക്നോളജിക്കലി നമ്മൾ വികസിക്കുകയുള്ളൂ. അപ്പോൾ ഇതായിരുന്നു അടുത്ത ലക്ഷ്യം. അടുത്തത്, അഡ്രസ് ദ എത്തിക്കൽ, ലീഗൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂസ് ദാറ്റ് മേ അറൈസ് ഫ്രം ദ പ്രോജക്റ്റ്. ഈ പ്രൊജക്റ്റ് മൂലം ഉണ്ടാകുന്ന എത്തിക്കലും ലീഗലും സോഷ്യൽ ഇഷ്യൂസിനെ എന്ത് ചെയ്യുക, അഡ്രസ്സ് ചെയ്യുക, അതായത് അതിനെ സോൾവ് ചെയ്യുക. ഇവയൊക്കെ ആയിരുന്നു ഈ പ്രൊജക്റ്റിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രൊജക്റ്റിൻ്റെ പ്രധാനപ്പെട്ട 6 ലക്ഷ്യങ്ങളുണ്ട്. ഈ 6 ലക്ഷ്യങ്ങളും നമ്മൾ നന്നായി ഒന്ന് പഠിച്ചിരിക്കുക. അപ്പോൾ ഇവിടുന്ന് സാറ് 2 കാര്യങ്ങളെ പഠിക്കാൻ പറയുന്നുള്ളൂ. ഒന്ന് ഗോൾസ് ഓഫ് HGP ആണ്. HGPയുടെ ഗോൾസ് ആണ്. ഒന്നെന്താണ്, മനുഷ്യൻ്റെ ശരീരത്തിൽ ഏകദേശം 20,000 മുതൽ 25,000 ഫങ്ഷണൽ ജീനുകളെക്കുറിച്ച് പഠിക്കുക. അതുപോലെ മനുഷ്യൻ്റെ DNA-യിലുള്ള 3 ബില്യണിലധികം ബേസ് പെയേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക. മൂന്നാമത് ഇതൊരു ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്യുക. ആ ഡാറ്റാബേസിൽ വെച്ച് ഈ ഡാറ്റ അനാലിസിസിനുള്ള ടൂൾസ് നിർമ്മിക്കുക. അതുപോലെ തന്നെ ഈ ഒരു ഇൻഫർമേഷൻ കൊണ്ട് ഉപയോഗപ്രദമായ ഇൻഡസ്ട്രീസിനും അതേപോലെ അതോറിറ്റീസിനും ഒക്കെ ഇത് കൈമാറുക, ഈ ഡാറ്റ കൈമാറുക. അതുപോലെ തന്നെ അടുത്ത ഇതുകൊണ്ടുള്ള ഒരു ഏറ്റവും വലിയൊരു ഗോളായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായേക്കാവുന്ന എത്തിക്കൽ, ലീഗൽ, സോഷ്യൽ ഇഷ്യൂസിനെയൊക്കെ പരിഹരിക്കുക. ഇതാണ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിൻ്റെ പ്രധാനപ്പെട്ട 6 ലക്ഷ്യങ്ങൾ. ഇനി ഇവർ കണ്ടുപിടിച്ചതിൽ നിന്ന് ഇവർ കുറേ കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തു. ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിൽ നിന്ന് കുറേ കാര്യങ്ങൾ കണ്ടുപിടിച്ചു. അതിൽ ഹ്യൂമൻ ജീനോമിൻ്റെ സാലിയൻ്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നോക്കൂ മക്കളെ. ദ ഹ്യൂമൻ ജീനോം കണ്ടെയ്ൻസ് 3,164.7 ബില്യൺ ബേസ് പെയർസ്. ഏതാണ്ട് 3,164.7 ബില്യൺ ബേസ് പെയറുകളാണ് നമ്മുടെ ഒരു DNA-യിൽ, ഒരു ജീനോമിലുള്ളത്. ആൻഡ് ദ ആവറേജ് ജീൻ കൺസിസ്റ്റ് ഓഫ് 3,000 bases, but sizes vary greatly, with the largest known human gene being dystrophin at 2.4 million bases. സാധാരണഗതിയിൽ മനുഷ്യൻ്റെ ഒരു ജീനിൽ അപ്രോക്സിമേറ്റ്ലി 3,000 ബേസസ് ഉണ്ടായിരിക്കും. ഒരു സിംഗിൾ ജീനിൻ്റെ കാര്യമാണ് പറയുന്നത്. ഒരു സിംഗിൾ ജീനിൽ അപ്രോക്സിമേറ്റ്ലി 3,000 ബേസസ് ഉണ്ടായിരിക്കും. എന്നാൽ ഇത് നല്ല രീതിയിൽ ഗ്രേറ്റ്ലി വേരി ചെയ്യുന്നുണ്ട്. ഇപ്പം ഡിസ്ട്രോഫിൻ എന്ന് പറയുന്ന ഒരു ജീനിൻ്റെ കാര്യം നമ്മൾ എടുത്താൽ അതിൽ 2.4 മില്യൺ ബേസസ് ഉണ്ട്. ഒരു ജീനിൻ്റെ കാര്യം പറയുകയാണ്, ഏതാണ് ഡിസ്ട്രോഫിൻ എന്ന് പറയുന്ന ജീൻ. അപ്പോൾ നിങ്ങൾ കരുതരുത് എല്ലാ ജീനിലും 3000 ബേസ് പെയറേ ഉള്ളതെന്നല്ല. അതിലൊരു എക്സെപ്ഷൻ പറയുകയാണ് അവർ. ഇത് ഗ്രേറ്റ്ലി വേരി ചെയ്യും എന്ന് പറയുകയാണ്. ഇനി the total number of gene is estimated as 30,000, much lower than previous estimate 80,000 to 1,40,000 genes. നോക്കൂ, ആകെ നമ്മുടെ മനുഷ്യൻ്റെ DNA-യിൽ 30,000 ജീനുകളാണുള്ളത്. പണ്ട് കാലത്ത് ഐഡന്റിഫൈ ചെയ്തിരുന്നത് എത്രയായിരുന്നു? 80,000 മുതൽ 1,40,000 വരെ ഉണ്ട് എന്നാണ് കരുതപ്പെട്ടിരുന്നത്. പക്ഷേ അങ്ങനെയല്ല, ഏകദേശം 30,000-ഓളം ജീനുകൾ മാത്രമേ നമ്മുടെ DNA-യിലുള്ളൂ എന്ന് HGP ഐഡന്റിഫൈ ചെയ്തു. ഓൾമോസ്റ്റ് ഓൾ 99.9% ന്യൂക്ലിയേറ്റഡ് ബേസസ് ആർ എക്സാക്ട്ലി സെയിം ഇൻ ഓൾ പീപ്പിൾസ്. 99.9% ജീനുകളും നമ്മളിൽ എല്ലാവരിലും ഈക്വലാണ്. എല്ലാ പീപ്പിൾസിലും, എല്ലാ മനുഷ്യരിലും ഈക്വലാണ്. അപ്പോൾ ആ വ്യത്യാസമുള്ള 1% ഏതാണെന്നൊക്കെ നമുക്കിപ്പോൾ നോക്കാം. ഇനി ദ ഫങ്ഷൻസ് ആർ അൺനോൺ ഫോർ 50% ഓഫ് ഡിസ്കവേർഡ് ജീൻസ്. ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ട ജീനുകളിൽ 50% പേരുടെ ഫങ്ഷൻസ് മാത്രമേ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളൂ. 50% പേരുടെ ഇപ്പോഴും എന്താണ്? അൺനൗൺ ആണ്, നമ്മൾ ഇതുവരെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല. ഇനി നോക്കൂ ബാക്കി സാലിയൻ്റ് ഫീച്ചേഴ്സ്. ലെസ് ദാൻ 2% ഓഫ് ദ ജീനോം കോഡ് ഫോർ പ്രോട്ടീൻസ്. ഈ ആകെ ഉള്ള 30,000 ജീനുകളിൽ 2% മാത്രമേ പ്രോട്ടീനിനെ കോഡ് ചെയ്യുന്ന ജീനുകളുള്ളൂ. ആൻഡ് റിപ്പീറ്റഡ് സീക്വൻസസ് മേക്കപ്പ് വെരി ലാർജ് പോർഷൻ ഓഫ് ദ ഹ്യൂമൻ ജീനോം. മനുഷ്യൻ്റെ ജീനോമിൻ്റെ ഏകദേശം നല്ലൊരു ഭാഗവും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് റിപ്പീറ്റിംഗ് സീക്വൻസ് ആണ്, അല്ലെങ്കിൽ റെപ്പറ്റേറ്റീവ് സീക്വൻസസ്.
അതായത് ഒരു ജീൻ കഴിഞ്ഞ് അടുത്ത ജീനിലേക്ക് എത്തുന്നതിന് മുമ്പ് കുറേ റെപ്പറ്റേറ്റീവ് സീക്വൻസുകളുണ്ട്. ഇപ്പോൾ അഡിനിൻ 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 ഒരു 10,000 തവണ റെപ്പറ്റീഷൻ ഉണ്ട്. അപ്പോൾ ഇതാണ് കൂടുതൽ നമ്മുടെ ജീനിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ജീനോമിൻ്റെ മേജർ പാർട്ട് ഒക്കുപ്പൈ ചെയ്യുന്നത് ഈ റെപ്പറ്റേറ്റീവ് സീക്വൻസുകളാണ്. And repetitive sequences are stretches of DNA sequences that are repeated many times. Sometimes hundreds to 1,000 times. ഈ റെപ്പറ്റേറ്റീവ് സീക്വൻസുകൾ 100 മുതൽ 1000 തവണ ഇത് റിപ്പീറ്റ് ചെയ്ത് വരും. They are thought to have no direct coding function. ഇവയ്ക്കൊന്നും എന്തില്ല, കോഡിംഗ് ഫംഗ്ഷൻ ഒന്നുമില്ല. ഇവയെ നമ്മൾ വേരിയബിൾ നമ്പർ ടാൻഡം റിപ്പീറ്റ്സ് എന്ന് പറയും. പിന്നീട് നമ്മൾ ഇവയെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കും. DNA ഫിംഗർ പ്രിന്റിങ് പഠിക്കുന്ന സമയത്ത് സാർ അത് വിശദമായിട്ട് പറഞ്ഞുതരാം. വേരിയബിൾ നമ്പർ ടാൻഡം റിപ്പീറ്റ്സ്. നമ്മുടെ ഒരു ജീൻ കഴിഞ്ഞ് അടുത്ത ജീനിൽ എത്തുന്നതിനിടയ്ക്ക് കുറേ റിപ്പീറ്റഡ് സീക്വൻസുകളുണ്ട്. അവരുടെ ശരിക്കുള്ള ഫംഗ്ഷൻ നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. അവർക്ക് കോഡിംഗ് ഫംഗ്ഷൻ ഒന്നും തന്നെ ഇല്ലെന്ന് മാത്രമേ നമുക്ക് അറിയുകയുള്ളൂ. ബട്ട് ദേ ഷെഡ് ലൈറ്റ് ഓൺ ക്രോമസോം സ്ട്രക്ചേഴ്സ്, ഡൈനാമിക്സ് ആൻഡ് എവല്യൂഷൻ. അവയ്ക്ക് വേറെ കുറേ പ്രാധാന്യങ്ങളുണ്ട്. ഒന്ന് ക്രോമസോമിൻ്റെ സ്ട്രക്ചർ തീരുമാനിക്കുന്നതിലും ക്രോമസോമിൻ്റെ ഡൈനാമിക്സ് തീരുമാനിക്കുന്നതിലും എവല്യൂഷനിൽ തീരുമാനിക്കുന്നതിലുമൊക്കെ ഈ റെപ്പറ്റേറ്റീവ് സീക്വൻസുകൾക്ക് വലിയ പങ്കുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിൻ്റെ ഗോൾസും പരിശോധിച്ചു, സാലിയൻ്റ് ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ ജീനോമും പരിശോധിച്ചു. ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടും ഈ HGP ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിൽ നിന്ന് പ്രധാനമായും ചോദിക്കുന്ന 2 ചോദ്യങ്ങൾ. ഇനി അടുത്തതാണ് മക്കളെ, ഇനി മറ്റ് 1-2 ഫീച്ചേഴ്സും കൂടെ ഉണ്ട്. ക്രോമസോം ഫസ്റ്റ് ഹാസ് ദ മോസ്റ്റ് ജീൻ 2968 ആൻഡ് Y ഹാസ് ദ ഫ്യൂവസ്റ്റ് 231. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ജീനുകളുള്ള ക്രോമസോം 1 ആണ്. 2968 ജീനുകളാണ് അതിനകത്തുള്ളത്. ഏറ്റവും ഫ്യൂവസ്റ്റ്, ഏറ്റവും കുറച്ച് ജീനുകളുള്ളത് 231 ജീനുകളുള്ളത് Y ക്രോമസോമിലാണ്. ഇനി scientists have identified about 1.4 million locations where single base DNA differences, single nucleotide polymorphism pronounced as SNPs. നോക്കൂ മക്കളെ, സയൻറ്റിസ്റ്റുകൾ പിന്നെ ഐഡൻറ്റിഫൈ ചെയ്തതാണ് 1.4 മില്യൺ ലൊക്കേഷൻസ് വെയർ സിംഗിൾ ബേസ് DNA ഡിഫറൻസസ്. ഒരു ബേസിൽ മാത്രം DNAയിൽ ഡിഫറൻസ് കാണുന്ന 1.4 മില്യൺ ലൊക്കേഷൻസ് അവർ കണ്ടുപിടിച്ചു. ഇത് നമ്മൾ ഇന്ന് DNA ഫിംഗർ പ്രിന്റിങ്ങിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. SNPs എന്ന് പറയുന്ന ഈ റീജിയൻസ് occur in humans. This information promises to revolutionize the process of finding chromosomal location for disease associated sequences tracked in human history. അപ്പോൾ മനുഷ്യൻ്റെ ഹിസ്റ്ററി അറിയാനും ആൻസെസ്ട്രൽ ഹിസ്റ്ററി അറിയാനും അതേപോലെ ഏതെങ്കിലും ഒരു ഡിസീസ് ഏതെങ്കിലും ഒരു ജീനിലുണ്ടോ എന്ന് കണ്ടുപിടിക്കാനും ഒക്കെ ഈ SNPs വളരെയധികം പ്രയോജനപ്രദമാണ്. എന്താണ് SNPs എന്ന് പറഞ്ഞാൽ? സിംഗിൾ ബേസ് പെയർ, ഒരൊറ്റ ബേസിൽ മാത്രം സിംഗിൾ ബേസ് DNA ഡിഫറൻസസ് എന്നാണ് പറയുന്നത്. സിംഗിൾ ന്യൂക്ലിയേറ്റഡ് പോളിമോർഫിസം എന്ന് പറയും. ഒറ്റ ന്യൂക്ലിയേറ്റഡിൽ, അതായത് 2 മനുഷ്യരെ തമ്മിലെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അവരുടെ ചില പൊസിഷനിൽ, ചില ലൊക്കേഷനിൽ ഒറ്റ ന്യൂക്ലിയേറ്റഡ് മാത്രം വ്യത്യാസമായിട്ടിരിക്കും. അവരെ നമ്മൾ പറയുന്ന പേരാണ് സിംഗിൾ ന്യൂക്ലിയേറ്റഡ് പോളിമോർഫിസം എന്നാണ് ഇതിനെ നമ്മൾ പറയുന്നത്. ഇത് ഡിസീസുകൾ ലൊക്കേറ്റ് ചെയ്യാനും മനുഷ്യൻ്റെ ആൻസെസ്ട്രൽ ഹിസ്റ്ററി പരിശോധിക്കാനും ഒക്കെ ഈ SNPs വളരെയധികം പ്രയോജനപ്രദമാണ്. ഓക്കെ, ഇനി അടുത്തത് DNA ഫിംഗർ പ്രിന്റിംഗ്. DNA ടെസ്റ്റ്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ DNA ടെസ്റ്റ്. എന്താണിത്? നമുക്കറിയാം. The technique of DNA fingerprinting was initially developed by Alec Jeffries. Alec Jeffries എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ലോകത്തിൽ ആദ്യമായി DNA ഫിംഗർ പ്രിന്റിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നോളജി അവതരിപ്പിക്കുന്നത്. He used a satellite DNA as probe that shows very high degree of polymorphism. It was called variable number of ടാൻഡം റിപ്പീറ്റ്സ് ഓർ VNTR. അപ്പോൾ DNA ടെസ്റ്റിൽ നമ്മൾ പറഞ്ഞല്ലോ, മനുഷ്യർക്കിടയിൽ 99.9% ജീനുകളും സിമിലറാണ്. പക്ഷെ നമ്മൾ ജീനുകൾ നോക്കിയല്ല 2 പേരെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. പകരം ഇതിനിടയ്ക്കുള്ള VNTR, വേരിയബിൾ നമ്പർ ടാൻഡം റിപ്പീറ്റ്സ് നോക്കിയിട്ടാണ്. ഈ വേരിയബിൾ നമ്പർ ടാൻഡം റിപ്പീറ്റ്സുമായി ബൈൻഡ് ചെയ്യാൻ കഴിവുള്ള ചില പ്രോബുകളെ നമ്മൾ ഉണ്ടാക്കും. റേഡിയോ ലേബിൾഡ് ആയിട്ടുള്ള പ്രോബുകളെ. ആ പ്രോബുകൾ പോയി ഈ പ്രത്യേക DNA സീക്വൻസുമായി ബൈൻഡ് ചെയ്യുന്നുണ്ടോ, VNTRുമായിട്ട് ബൈൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ DNA ഫിംഗർ പ്രിന്റിങ് ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ, എൻ്റെ ശരീരത്തിൽ ഇപ്പോൾ ഒരു 100 തവണ, ഇപ്പോൾ എൻ്റെ 1ാമത്തെ ജീനിൻ്റെയും 2ാമത്തെ ജീനിൻ്റെയും ഇടയ്ക്ക് 100 പ്രാവശ്യം അഡിനിൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെന്നിരിക്കട്ടെ. 100 പ്രാവശ്യം അഡിനിൻ റിപ്പീറ്റ് ചെയ്യുന്നു. എൻ്റെ പോലെ ആയിരിക്കത്തില്ല നിങ്ങളുടെ ആരുടെയും. നമ്മളിൽ എല്ലാവരിലും അത് വ്യത്യാസമായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ അഡിനായിരിക്കും, ചിലപ്പോൾ അഡിൻ 100 തവണ റിപ്പീറ്റ് ചെയ്യത്തില്ല. അപ്പോൾ ഇത് ഞാൻ തിരിച്ചറിയാൻ, ഇപ്പോൾ എനിക്കൊരു ഒരു കുറ്റകൃത്യം നടന്ന സ്ഥലത്തു നിന്നൊരു DNA ലഭിക്കുന്നു. ആ DNAയിൽ ഞാൻ പരിശോധിക്കുന്ന സമയത്ത് ഈ 100 പ്രാവശ്യം അഡിനിൻ എന്ത് ചെയ്തിരിക്കുകയാണ്, 1ാമത്തെയും 2ാമത്തെയും ജീനിൻ്റെ ഇടയ്ക്ക് റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ DNA ആണ് കിട്ടിയത്, പക്ഷെ ഞാനാണെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ
മറ്റൊരു സാമ്പിൾ ഇതുമായിട്ട് മാച്ച് ചെയ്യണം. എന്തായിരിക്കും ചെയ്യുക? ഈ 100 തവണ അഡിനിൻ റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന അതിന്റെ കോംപ്ലിമെന്ററി VNTR പ്രോബ് നമ്മൾ ഉണ്ടാക്കും. അതായത് തൈമിൻ 100 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രോബ് നമ്മൾ ഉണ്ടാക്കും. ഉണ്ടാക്കിയതിന് ശേഷം ഈ ഒന്നാമത്തെ രണ്ടാമത്തെ ജീൻ്റെ ഇടയ്ക്കേക്ക് അതിനെ വിടുമ്പോൾ അത് പോയി ബൈൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താണ്? അവിടെ റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന അഡിനിൻ 100 പ്രാവശ്യമാണെന്ന് നമുക്ക് മനസ്സിലാവും. അത് മറ്റൊരു DNA-യിലും പോയി ബൈൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ DNA ഇതും മാച്ചിങ് ആണെന്ന് പറയാൻ പറ്റത്തില്ലേ? പറ്റും. ഇങ്ങനെയാണ് ഫോറൻസിക് ഉദ്യോഗസ്ഥരൊക്കെ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന കൃത്യമായി ഫോറൻസിക് സയൻസിൽ നമ്മളൊരു കൾപ്രിറ്റിനെയൊക്കെ തിരിച്ചറിയുന്നത് 2 DNA-കൾ തമ്മിൽ മാച്ച് ചെയ്ത് നോക്കുന്നത് VNTR നോക്കിയിട്ടാണ്. ആൻഡ് ദ ടെക്നിക് ആസ് യൂസ്ഡ് earlier involved southern blot hybridization using radio labeled VNTR as the probe. It included following methods. അപ്പോൾ നമുക്കിനി പ്രധാനമായിട്ട് പഠിക്കേണ്ടത് ഈ DNA ഫിംഗർ പ്രിൻറ്റിങ് ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മൾ DNA തിരിച്ചറിയുന്നത്, അതിൻ്റെ പ്രൊസീജിയറാണ് നമ്മൾ പഠിക്കേണ്ടത്. മക്കളെ ഒരു 6 സ്റ്റെപ്പുകൾ അടങ്ങിയ ഒരു പ്രൊസീജിയറാണ്. ഈ പ്രൊസീജിയർ ഇതേപോലെ നിങ്ങൾ പഠിക്കണം നിരവധി പ്രാവശ്യം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യും. അപ്പോൾ അത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിനകത്ത് ഈ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരുപാട് പ്രാവശ്യം ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഒന്നാമത് ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഐസൊലേഷൻ ഓഫ് DNA ആണ്. DNA ഐസൊലേറ്റ് ചെയ്യുക. അതിപ്പോൾ നിങ്ങളൊരു ഫോറൻസിക് സയൻസിലാണെങ്കിൽ നമുക്കൊരു ക്രൈം സ്പോട്ടിൽ നിന്നൊരു സെല്ല് കിട്ടി, ആ സെല്ലിൽ നിന്ന് DNA ഐസൊലേറ്റ് ചെയ്യുക. ഇനി ഡൈജഷൻ ഓഫ് ദ DNA ബൈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. ഒരു പ്രത്യേക ജീനിനെ അല്ലെങ്കിൽ ഇപ്പോൾ 2 ജീനിനിടയ്ക്കുള്ള സ്പേസിനെ നമ്മൾ അവിടെ നിന്ന് എന്ത് ചെയ്യുക, ഒരു പ്രത്യേക സെഗ്മെൻറ്റ് നമ്മൾ മുറിച്ചെടുക്കുക. അല്ലാതെ എൻ്റയർ ജീനോമ് നമുക്ക് പരിശോധിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഉപയോഗിച്ച് ആ DNA-യുടെ ഒരു പ്രത്യേക ഭാഗം നമ്മൾ മുറിച്ചെടുക്കുന്നു. സെപ്പറേഷൻ ഓഫ് ദ DNA ഫ്രാഗ്മെന്റ്സ് ബൈ ഇലക്ട്രോഫോറസിസ്. നിങ്ങൾക്കറിയാം ഒരു DNA നമ്മൾ സെഗ്മെന്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ബയോടെക്നോളജിയിൽ ഓൾറെഡി പഠിച്ചതാണ്. അവിടെ ഒരുപാട് സെഗ്മെന്റ്സ് ഉണ്ടാവുമല്ലേ. ഒരു സിംഗിൾ DNA ആയിട്ടല്ലല്ലോ നമ്മൾ കട്ട് ചെയ്യുന്നത്. കുറേയധികം സെല്ലുകളിൽ നിന്ന് DNA പുറത്തെടുക്കും, അവയെല്ലാം ഒരുമിച്ച് കട്ട് ചെയ്യും. കട്ട് ചെയ്ത് അതിൽ നിന്ന് നമുക്ക് വേണ്ട സെഗ്മെന്റിനെ മാത്രം പുറത്തെടുക്കണം. അതിനുവേണ്ടി നമ്മൾ ജെൽ ഇലക്ട്രോഫോറസിസ് ചെയ്യും. മൂന്നാമത്തെ സ്റ്റെപ്പ് അതാണ്, ജെൽ ഇലക്ട്രോഫോറസിസ്. അടുത്തത് ട്രാൻസ്ഫറിങ് ഓർ ബ്ലോട്ടിംഗ് ഓഫ് സെപ്പറേറ്റഡ് DNA ഫ്രാഗ്മെന്റ്സ് ഇൻറ്റു സിന്തറ്റിക് മെംബ്രെയിൻസ് സച്ച് ആസ് നൈട്രോസെല്ലുലോസ് ഓർ നൈലോൺ. നൈട്രോസെല്ലുലോസോ നൈലോണോ പോലുള്ള ഏതെങ്കിലും ഒരു സിന്തറ്റിക് മെംബ്രെയിനിലേക്ക് ഈ സെപ്പറേറ്റ് ചെയ്ത DNA നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. ഇപ്പോൾ ട്രാൻസ്ഫറിങ് ഓഫ് ദ സെപ്പറേറ്റഡ് DNA ഫ്രാഗ്മെന്റ്സ് ഇൻറ്റു എ മെംബ്രെയിൻ, സിന്തറ്റിക് മെംബ്രെയിൻ ഓഫ് നൈട്രോസെല്ലുലോസ് ഓർ നൈലോൺ. ദെൻ ഹൈബ്രിഡൈസേഷൻ യൂസിങ് ലേബിൾഡ് VNTR പ്രോബ്. അപ്പോൾ നമ്മളൊരു പ്രോബ് നിർമ്മിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. ആ പ്രോബുമായിട്ട് ഇതിനെ എന്ത് ചെയ്യും? ഹൈബ്രിഡൈസ് ചെയ്യും. അതായത് നേരത്തെ തന്നെ ഞാനൊരു DNA-യുടെ പ്രോബ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനത് മാച്ച് ചെയ്യാനാണല്ലോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കൊരു കൾപ്രിറ്റിൻ്റെ, അതായത് ഒരു കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് നിന്ന് എനിക്കൊരു DNA കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ DNA-യിൽ ഏതാണോ റെപ്പറ്റേറ്റീവ് VNTR, ആ VNTR-ൻ്റെ ഒരു പ്രോബ് ഞാൻ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്. ആ പ്രോബ് എനിക്കിപ്പോൾ കിട്ടിയ DNA-യുമായി ബൈൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് ഞാൻ ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്താൽ അവിടെ റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന ഒരേ യൂണിറ്റ്സ് തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാവും അല്ലേ. ഡിറ്റക്ഷൻ ഓഫ് ദ ഹൈബ്രിഡൈസ്ഡ് DNA ഫ്രാഗ്മെന്റ്സ് ബൈ ഓട്ടോ റേഡിയോഗ്രാഫി. പിന്നീട് നമ്മൾ എന്ത് ചെയ്യും? റേഡിയോഗ്രാഫി ഉപയോഗിച്ച് ഈ VNTR പോയി ബൈൻഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം കൃത്യമായി കണക്കാക്കും. കാര്യം റേഡിയോ ലേബൽ ചെയ്തിട്ടുണ്ട്, നമ്മൾ ലേബൽഡ് VNTR പ്രോബാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഓട്ടോ റേഡിയോഗ്രാഫി മെഷീൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? റേഡിയോ ലേബൽ ചെയ്ത സാധനങ്ങളെ തിളക്കത്തിൽ ഇലുമിനേഷനിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതുവഴി അത് ബൈൻഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇത് ഇത്രയുമാണ്. ഈ 6 സ്റ്റെപ്പുകൾ നിരവധി പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മിസ്സാവാതെ അത് പഠിക്കുക. അപ്പോൾ ഇവിടെ നോക്കിയേ, ദ സ്റ്റെപ്സ് ഇൻ DNA ഫിംഗർ പ്രിന്റിംഗ് ഈസ് ഗിവൺ ബിലോ. കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് A and B. നോക്കൂ, ഒരു ഫ്ലോ ചാർട്ട് ആയിരുന്നു, ഞാനത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ആ ഫ്ലോ ചാർട്ട് എന്ത് തന്നെയായാലും ചിലപ്പോൾ A ആയിട്ടും B ആയിട്ടും ഒക്കെ വരുന്നത് ഈ സ്റ്റെപ്പായിരിക്കും ചിലപ്പോൾ A ആയിട്ട് കൊടുക്കുക, ചിലപ്പോൾ ഈ സ്റ്റെപ്പായിരിക്കും B ആയിട്ട് കൊടുക്കുക. ഏതോ ആയിക്കോട്ടെ, ഈ 6 സ്റ്റെപ്പുകൾ ക്രമമായി നിങ്ങൾ പഠിച്ചു വെക്കാമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് 3 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പാണ്. നിരവധി പ്രാവശ്യം ചോദിക്കുമെന്ന്, അതായത് ഇത്തവണയും അത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാൻ നമുക്ക് ഉറപ്പുള്ള ചോദ്യമാണ്. ക്രിസ്മസ് എക്സാമിന് ഉറപ്പായും ചോദിക്കും എന്നുള്ളൊരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ സാറ് പറയുന്നു ഈ 6 സ്റ്റെപ്പുകൾ കൃത്യമായി നമ്മൾ ഓർത്ത് വയ്ക്കുക. ആദ്യമേ വളരെ ഈസിയാണ്. ഒരു DNA നമ്മൾ പുറത്തെടുക്കുന്നു, ഐസൊലേറ്റ് ചെയ്യുന്നു, അതിനെ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഉപയോഗിച്ച് കട്ട് ചെയ്യുന്നു, ജെൽ ഇലക്ട്രോഫോറസ് ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഈ സെപ്പറേറ്റ് ചെയ്തെടുത്ത DNA ഫ്രാഗ്മെന്റുകളെ നൈട്രോസെല്ലുലോസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിന്തറ്റിക് മെംബ്രെയിനിലേക്ക്, നൈലോൺ പോലുള്ള സിന്തറ്റിക് മെംബ്രെയിനിലേക്ക് ബ്ലോട്ട് ചെയ്യുന്നു, അതായത് അതിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. അതിനുശേഷം നമ്മളൊരു VNTR പ്രോബ് ഉപയോഗിച്ച് അതിനെ ഹൈബ്രിഡൈസ് ചെയ്യുന്നു. അതിനുശേഷം ഓട്ടോ റേഡിയോഗ്രാഫി മെഷീൻ ഉപയോഗിച്ച് അതിനെ വിഷ്വലൈസ് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഇതിലെ പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ
അടുത്ത ക്വസ്റ്റ്യൻ നമുക്കില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതോടുകൂടി നമ്മുടെ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ അവസാനിക്കുകയാണ് നമ്മളിവിടെ. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് അത്യാവശ്യം പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ നമ്മൾ കവർ ചെയ്തു പോയി. ഒരിക്കലും സാറ് എല്ലാ കാര്യങ്ങളും കവറപ്പ് ചെയ്തല്ല പോയത്. എക്സാമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച് കണ്ടിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ എന്തെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഡൗട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. ഡൗട്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ കൂടുതൽ വിശദമായിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ടെല്ല ക്ലാസ്സസ് ഫോളോ ചെയ്യാം. ഓക്കെ, താങ്ക് യു.